Hi all, welcome to Target Learning App. Okay, once again welcome. So, പിന്നെ നമ്മൾ ഏറെ ടെൻഷനോടുകൂടി കാത്തിരുന്ന നമ്മൾ കഴിഞ്ഞ 2-3 മാസമായിട്ട് നല്ല ടെൻസ്ഡ് ആയിരുന്നു. നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, നമ്മൾ സ്വപ്നം കാണുന്ന നമ്മൾ കുറെ കാലം മുതലേ നമ്മളൊരു ആഗ്രഹമായിരിക്കും ഡോക്ടർ ആവണം എന്നുള്ളത്. ഓക്കെ, MBBS കാരനാവണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ച് ഇങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് പ്ലസ് ഒക്കെ നമ്മൾ ആ ഒരു സ്വപ്നത്തിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു പിന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ കൃത്യമായിട്ട് +1 പീരീഡിലൊക്കെ നമുക്ക് നല്ലപോലെ അഡ്മിഷൻ എടുത്തിട്ടൊക്കെ ഉണ്ടാവുക. പക്ഷേ പിന്നീട് നമുക്ക് കൊറോണന്റെ കാരണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 1.5 വർഷത്തോളം നമുക്ക് പിന്നെ റെഗുലർ ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ +1ഉം +2 ഒക്കെ ഡീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ പിന്നെ +2 എക്സാം ഒക്കെ കഴിഞ്ഞു. നമ്മൾ അത്യാവശ്യം ആ ഒരു ബോർഡ് എക്സാമിന്റെ ടെൻഷനൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടുണ്ട്. പക്ഷെ അപ്പോഴാണ് നമുക്ക് നീറ്റ് എക്സാം കടന്നു വന്നിട്ടുള്ളത്. ഒരു 3 മാസത്തോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് 5 മണിയോട് കൂടി നമ്മൾ എന്ത് ചെയ്തു, നീറ്റ് എക്സാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ നീറ്റ് എക്സാം കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഇവാലുവേഷൻ എന്നുള്ള രീതിയിലേക്ക്, അതിന്റെ നിങ്ങളുടെ ആൻസർ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ നല്ല രൂപത്തിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ലോങ് ആയിട്ടുള്ള സെന്റേഴ്സിൽ വർക്ക് ചെയ്യുന്ന സെന്ററുകളിൽ ആയിരുന്നു നിങ്ങളുടെ എക്സാം ഉള്ളതെന്ന് അറിയുന്നതിനോട് നിങ്ങൾ വീട്ടിലെത്താനുള്ള ടൈം എന്ന രീതിയിലേക്കാണ് നമ്മൾ 7 മണിക്ക് എന്ന രീതിയിലേക്ക് നമ്മൾ ലൈവ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു 10 മിനിറ്റ് നമ്മൾ ടെക്നിക്കൽ ഉണ്ട്, നല്ല മഴയാണ് ഇവിടെ. ഓക്കെ, സോ അതുകൊണ്ട് ഡേ ആയതാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പിന്നെ എല്ലാ എക്സ്പേർട്സും സബ്ജക്റ്റിന്റെ കംപ്ലീറ്റ് എക്സ്പേർട്സും ഇവിടെ ഉണ്ട്. ഓക്കെ, യാസിൻ സാർ ഉണ്ട്, സച്ചിൻ സാർ ഉണ്ട്, അതേപോലെ തന്നെ ഷെയ്ർ സാർ ഉണ്ട്, നമ്മുടെ ബോട്ടണി ഹബീബ് സാർ ഉണ്ട്. എല്ലാ പുലികളും ഇവിടെ നിരന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ വെയിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്തെന്ന് വെച്ചാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോ ഈ വർഷം നീറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ പിന്നെ സ്കൂൾ മേറ്റ്സിന് അതേപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിന് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം, ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, പരമാവധി കുട്ടികളിലേക്ക് എത്തിക്കുക. ഓക്കെ, പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസും പ്രോഡ്യൂട്ട് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യട്ടോ, വിത്ത് ഡീറ്റെയിൽസ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കും. ഒപ്പം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ജൂനിയേഴ്സിന്, ഓക്കെ, ഇപ്പൊ +2 ചെയ്തുകൊണ്ടിരിക്കുന്ന +2ലേക്ക് എത്തിയിട്ടുള്ള കുട്ടികൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക. +1 സ്റ്റുഡൻസിനും ഓക്കെ ആണെങ്കിൽ, +1 സ്റ്റുഡൻസിന് പിന്നെ കേട്ട് പരിചയം ഉണ്ടാവില്ല, സോ അതുകൊണ്ട് +1 സ്റ്റുഡൻസിന് വേണമെന്നില്ല. നേരെ വെച്ചിട്ട് +2 സ്റ്റുഡൻസിന് ഇത് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇത് നല്ല ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോ ആ ഒരു കാര്യം കൂടി കൂടുതൽ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി ആദരവ് ഹായ്. ഓക്കെ, എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് കമന്റ് ചെയ്യാം എല്ലാവരും. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ ഹബീബ് സാർ ഉണ്ട്, ബോട്ടണിന്റെ കിങ് ആണ്. ഓക്കെ, സോ പിന്നെ എന്ത് ചെയ്യാ, ബോട്ടണി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ട്, ബയോളജി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ട് ഹബീബ് സാർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഷെയ്ർ സാർ കൂടി ജോയിൻ ചെയ്യും. അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ സ്റ്റാർട്ടിംഗിൽ പിന്നെ നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് ചോദിക്കാൻ വേണ്ടി വന്നത്. യെസ്, ആദ്രാവ് പറഞ്ഞിട്ടുള്ള കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ ഏതാ ടഫാക്കി, അല്ലെങ്കിൽ സുവോളജി ബോട്ടണി ടഫായിരുന്നോ സാർ? ബോട്ടണി അത്ര ടഫല്ല, എന്നാലും സാധാരണ NCERT നന്നായി പഠിച്ച നമ്മുടെ ടാർഗറ്റ് ലേണിംഗ് ആപ്പിലൂടെ എല്ലാം കടന്നുപോയിട്ടുള്ള ആളുകൾക്ക് എളുപ്പം തന്നെയായിരിക്കും. കാരണം നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ തന്നെയാണ്, പറഞ്ഞ ഭാഗങ്ങൾ തന്നെയാണ്, മിക്കവാറും എല്ലാ ചോദ്യങ്ങളും നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ എന്നിരുന്നാലും നല്ലപോലെ NCERT-ൽ ആഴത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, കടന്നുപോയ ആളുകൾക്ക് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഇന്നത്തെ നീറ്റ് പരീക്ഷയിൽ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അതിനിടയിൽ വന്നൊരു കാര്യം എന്ന് വെച്ചാൽ BDS-ന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളതാണ്. നമുക്ക് ഓരോ വർഷവും സാധാരണ രീതിയിലേക്ക് അതിന് എന്ത് ചെയ്യും, ചേഞ്ച് വരും. സാധാരണ ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ ആവറേജ് 720-ൽ 600 കിട്ടിയ ഒരാൾക്ക് 600 എബോവ് ആണ് MBBS-ലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, 600 ആവറേജ് ഒരു 600 റേഞ്ചിലേക്ക്, അതിന്റെ ഒരു 20 or 30 റേഞ്ചിലേക്ക് മാർക്ക് കുറവ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക സാധാരണ BDS-നൊക്കെ സാധാരണ പോകാറുള്ളത് അല്ലേ സാറേ? ഓക്കെ, അപ്പൊ ഈ ഒരു വർഷം നമ്മുടെ ടഫ്നെസ് എങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ ടീം പിന്നെ സബ്ജക്ട് എക്സ്പെർട്ട് തന്നെ അതിന്റെ ടഫ്നെസ്, ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് ആവറേജ് കട്ട് ഓഫ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നമ്മളത് ഇൻഫോം ചെയ്യാം, നമ്മുടെ ചാനലിൽ തന്നെ അത് ഇൻഫോം ചെയ്യാം കേട്ടോ. ഓക്കെ, ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. യെസ്, ഓക്കെ, സോ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം? സ്റ്റാർട്ട് ചെയ്യല്ലേ സാറേ? ഓക്കെ, അപ്പോ പിന്നെ ബയോളജിന്റെ കാര്യത്തിൽ ഞാൻ ഇങ്ങനെ സാറുമാരായിട്ട്, എനിക്ക് ബയോളജി ഒന്നും അറിയില്ല കേട്ടോ. അപ്പൊ ഞാൻ ഹബീബ് സാറും അതേപോലെ തന്നെ ഷെയ്ർ സാറും ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ, അതേപോലെ തന്നെ ഫിസിക്സിന്റെ സച്ചിൻ സാറും ഒക്കെ പറഞ്ഞുള്ളത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഡിസ്കസ് ചെയ്തോടത്തോളം കാര്യങ്ങൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നുള്ളതാണ്. സോ അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പിന്നെ NCERT കൃത്യമായി കവർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ നേടിയെടുക്കാൻ പറ്റുന്നതാണ്. ജൂനിയേഴ്സ് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത വർഷം പിന്നെ വീണ്ടും MBBS-ന് നീറ്റിന് ട്രൈ ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല മക്കളെ. അതായത് നിങ്ങൾ പിന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ NCERT സിലബസിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഫുൾ സ്കോർ അടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, അത്രയും എന്ത് ചെയ്യാ, ആ ഒരു രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വന്നിട്ടുള്ളത്. സോ ഞാൻ അധികം വൈകിപ്പിക്കുന്നില്ല, ഞാൻ പിന്നെ എന്ത് ചെയ്യാം, ഞാൻ ഓപ്പൺ ആക്കി തരാം. ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പും ഏറെക്കാലത്തെ പരിശ്രമത്തിന്റെയും ഒരു
ദിവസമാണ് ഇന്ന് കടന്നുപോയത്. നമുക്കറിയാം നമ്മുടെ +2 പഠിച്ച ചാപ്റ്ററുകൾ, അതിനെ തുടർന്ന് നമുക്ക് നീറ്റിന് വേണ്ടിയുള്ള പ്രത്യേക പരിശീലനം, അത് റിപ്പീറ്റഡായും അല്ലാതെ ക്രാഷ് കോഴ്സുകളിലൂടെയും ഉണ്ടായിരുന്ന പരിശീലനം, അതെല്ലാം നമ്മൾ കടന്നുപോയ കുട്ടികളാണ്. അപ്പം നമ്മൾ എത്രത്തോളം ആ പരിശീലനത്തോട് നീതി പുലർത്തിയിട്ടുണ്ട്, അത് മാത്രമല്ല നമ്മുടെ പരിശ്രമത്തിന്, നമ്മുടെ കഠിനാധ്വാനത്തിന് എത്രമാത്രം നമ്മളുടെ ആ റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റും, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. തീർച്ചയായും നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, NCERT-യിൽ നമ്മൾ ഓരോ ക്ലാസ്സുകളിലും നമ്മൾ പറഞ്ഞിരുന്ന കാര്യമാണ്, ഓരോ ക്ലാസ്സുകളിലൂടെ കടന്നു പോകുന്ന സമയത്തും പറഞ്ഞിരുന്ന കാര്യമാണ്, നിങ്ങൾ NCERT-യിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഇവിടെ ധാരാളം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളിലും മാച്ചിങ് ടൈപ്പ് ചോദ്യങ്ങളിലും എല്ലാം നമ്മൾ കണ്ടിരുന്നത് NCERT-യിലെ വാചകങ്ങൾ തന്നെയാണ്. എക്സാമ്പിളുകൾ ഒന്നും NCERT-യിൽ നിന്ന് പുറത്തുപോയത് എക്സാമ്പിളുകൾ ബോട്ടണിയിലോ സുവോളജിയിലോ നമുക്ക് കാണാൻ കഴിയുന്നതല്ല. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് Q4 എന്ന ക്വസ്റ്റ്യൻ കോഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ബോട്ടണിയിലെ ആദ്യത്തെ ചോദ്യത നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എക്സോസ്കെൽറ്റൻ ഓഫ് ആർത്രോപോഡ് ഈസ് കമ്പോസ്ഡ് ഓഫ്. അത് നമ്മൾ ബയോമോളിക്യൂളാണ് പഠിക്കുന്നത്. ബയോമോളിക്യൂൾ നമ്മളുടെ കേരള സിലബസ് അനുസരിച്ച് നമുക്ക് പറയപ്പെടുക സുവോളജിയുടെ ഭാഗമായിട്ടാണ്. പക്ഷെ ഇവിടെ ബോട്ടണിയുടെ ഭാഗമായി കൊടുത്തിരിക്കുന്നു. നമുക്കറിയാം എക്സോസ്കെലിറ്റൻ ഈസ് കമ്പോസ്ഡ് ഓഫ്, ആർത്രോപോഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് കൈറ്റിൻ. So answer is 3. വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ കഴിയുക, given below 2 statements are given. Decomposition is a process in which a detritus is degraded into simpler substances by microbe. നമുക്കറിയാം detritus എന്ന് പറയുന്നത് it is a raw material for decomposition. Decomposition വേണ്ടിയുള്ള പ്ലാന്റ് ആനിമൽ മെറ്റീരിയലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, detritus എന്ന് പറയുന്നത്. So that is detritus. അതാണ് സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് 2 നമുക്ക് നോക്കാം, ഡീകമ്പോസിഷൻ ഈസ് ഫാസ്റ്റർ ഇഫ് detritus is rich in lignin and chitin. അത് തെറ്റാണ്. കാരണം ലിഗ്നിനും കൈറ്റിനും ഉള്ള ഡിട്രിറ്റസിൽ ഫാസ്റ്റർ അല്ല, സ്ലോവർ ആണ്. പ്ലാന്റ് മെറ്റീരിയലുകൾ ഡീകമ്പോസ് ചെയ്യുന്ന സ്ലോവർ ആണ്. NCERT-യിലെ അതേ വാചകമാണ്. സോ ഏതാണ് ആൻസർ വരുന്നത്? 102. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സെക്കൻഡ് ഈസ് ഇൻകറക്റ്റ്. 3 ആണ് ആൻസർ. 3 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 103 വീണ്ടും സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പറയുന്നത്, നമ്മൾ NCERT ആണ് നമ്മളെ +2 പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്നത്. ആ NCERT-യിലെ വാചകങ്ങൾ തന്നെയാണുള്ളത്. നമ്മുടെ പരിശീലന പരിപാടികളെല്ലാം ഉൾപ്പെടുത്തുന്നതും NCERT-യെ മുൻനിർത്തിക്കൊണ്ട് തന്നെയുള്ള, NCERT-യിലൂടെ മാത്രം കടന്നുപോയിക്കൊണ്ടുള്ള പരിശീലനമാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കാം, ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ ഈസ് ഇൻവാരിയബിളി ഓട്ടോഗാമസ്. അല്ലെ, ഓട്ടോഗാമസ് ആണ്, അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ മാത്രമാണ് നടക്കുന്നത്. ഇൻവാരിയബിളി ക്ലീസ്റ്റോഗാമസ് നെവർ ഓപ്പൺ ചെയ്യാത്ത ഫ്ലവറുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വയോള, കോമൺ പാഴ്സി പോലുള്ള പ്ലാന്റുകൾ. ഇനി ക്ലീസ്റ്റോഗാമി ഈസ് ഡിസഡ്വാൻറ്റേജസ്, ദർ ഈസ് നോ ചാൻസ് ഓഫ് ക്രോസ് പോളിനേഷൻ. എന്തില്ല, ചാൻസ് ഇല്ല. കാരണം അവിടെ ഇത് ഓപ്പൺ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. 1 ഈസ് ദ ആൻസർ. അടുത്ത 104 ക്വസ്റ്റ്യൻ. 104, ദ പ്രോസസ് ഓഫ് ട്രാൻസ്ലേഷൻ ഓഫ് mRNA ടു പ്രോട്ടീൻ ബിഗിൻസ് ആസ് സൂൺ ആസ്. ഇത് നമ്മുടെ കേരള സിലബസിൽ സുവോളജിയുടെ ഭാഗമായിട്ടാണ് പഠിക്കുക, മോളിക്കുലർ ബയോളജിയുടെ ഭാഗമായി പഠിക്കുന്നു. പക്ഷേ നമ്മുടെ NCERT-യുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച്, പാറ്റേൺ അനുസരിച്ച് ബോട്ടണിയുടെ ഭാഗമായി പറഞ്ഞിരിക്കുന്നു. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ലേഷൻ. എന്താണ് ട്രാൻസ്ലേഷൻ? mRNA കോഡോണുകൾക്കനുസരിച്ച് പ്രോട്ടീനുകൾ സിന്തസൈസ് ചെയ്യുന്ന സ്റ്റേജിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ ആൻസർ? ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് സബ് യൂണിറ്റ് ഓഫ് റൈബോസോം എൻകൗണ്ടേഴ്സ് mRNA. എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാണോ റൈബോസോം സബ് യൂണിറ്റുകൾ ഇതുമായി ജോയിൻ ചെയ്യുന്നത്, ആ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ 1 ഈസ് ദ ആൻസർ. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് എമൗണ്ട് ഓഫ് എനർജി ഈസ് റിലീസ്ഡ് ഫ്രം ഗ്ലൂക്കോസ് ഡ്യൂറിംഗ് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ. ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷനിലും ആൽക്കഹോളിക് ഫെർമെന്റേഷനിലും NCERT-യിൽ പറയുന്ന വാചകമാണ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ലെസ് ദാൻ 7%.
ലെസ് ദാൻ 7%. വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല, കാരണം NCERT-യിൽ പറഞ്ഞ അതേ വാചകമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ അതും NCERT ബേസ് ചെയ്ത് തന്നെയാണ്. നോക്കാം. ഗേർഡ്ലിംഗ് എക്സ്പെരിമെന്റ് വാസ് പെർഫോംഡ് ബൈ. എവിടെയാണ് ഗേർഡ്ലിംഗ് എക്സ്പെരിമെന്റ് നമ്മൾ പറയുന്നത്? ആ ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് നമ്മൾ ഫ്ലോയം ട്രാൻസ്പോർട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ഗേർഡ്ലിംഗ് എക്സ്പെരിമെന്റ്. സ്റ്റെമ്മിൽ ചെറിയ ഗേർഡിലുകൾ ഫോം ചെയ്യുകയും ആ ഗേർഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന കാര്യം, അവിടെ ഇങ്ങനെ സ്റ്റെമ്മിനെ ഇങ്ങനെ റിംഗ് എക്സ്പെരിമെന്റ് ചെയ്യുന്നു. ഈ ഭാഗമാണ് നമ്മുടെ പോട്ടിലുള്ളത്, റൂട്ട് ഉള്ള ഭാഗം. അപ്പൊ ഇവിടെ ഇങ്ങനെ സൊള്ളം ചെയ്തു വരുന്നു. ഈ സൊള്ളം ചെയ്യുന്നത് ഇറ്റ് ഈസ് ഫുഡ് ട്രാൻസ്പോർട്ട് പഠിക്കുന്നതിന് വേണ്ടിയാണ്. ഗേർഡ്ലിംഗ് എക്സ്പെരിമെന്റ് വാസ് പെർഫോംഡ് ബൈ ദ പ്ലാന്റ് ഫിസിയോളജിസ്റ്റ് ടു ഐഡന്റിഫൈ ദ പ്ലാന്റ് ടിഷ്യൂ ത്രൂ വിച്ച് ഫുഡ് ഈസ് ട്രാൻസ്പോർട്ടഡ്. ഏതിലൂടെയാണ് ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു എന്നറിയുന്നതിന് വേണ്ടി ഫ്ലോയം ട്രാൻസ്പോർട്ട് പഠിക്കുന്നതിന് വേണ്ടിയുള്ള എക്സ്പെരിമെന്റ് ആണ് നമ്മുടെ ഗേർഡ്ലിംഗ് എക്സ്പെരിമെന്റ്. അടുത്ത് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഒബ്സർവ്ഡ് ഡ്യൂറിംഗ് അപ്പോപ്ലാസ്റ്റിക് പാത്വേ? നോട്ട് ഒബ്സർവ് ഡ്യൂറിംഗ് എന്താണ് അപ്പോപ്ലാസ്റ്റിക് പാത്വേ? അപ്പോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എവേ എന്നാണ്. അതായത് പ്ലാസത്തിൽ നിന്ന് ദൂരെ, സൈറ്റോപ്ലാസത്തിൽ നിന്ന് ദൂരെയായിട്ടുള്ള, അതായത് സെൽ വാളിലൂടെ ഇന്റർസെല്ലുലാർ സ്പേസിലൂടെ ഒരിക്കലും ഏത് ക്രോസ് ചെയ്യുന്നില്ല, സൈറ്റോപ്ലാസം ക്രോസ് ചെയ്യാത്തതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഒബ്സർവ്ഡ്? നോട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്, എന്തല്ല, കറക്റ്റ് അല്ല. നോട്ട് ഒബ്സർവ്ഡ്. നോക്കാം. മൂവ്മെന്റ് ഓഫ് വാട്ടർ ഒക്കർ ത്രൂ ഇന്റർസെല്ലുലാർ സ്പേസ് ആൻഡ് വാൾസ് ഓഫ് ദ സെൽ, കറക്റ്റ് ആണ്. മൂവ്മെന്റ് ഡസ് നോട്ട് ഇൻവോൾവ് ദ ക്രോസിംഗ് ഓഫ് മെംബ്രെയിൻ, കറക്റ്റ് ആണ്. നമുക്കറിയാം ഈ സെൽ വാളുകളിലൂടെ മാത്രം കടന്നു പോകുന്ന ട്രാൻസ്പോർട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഇവിടെ പ്ലാസ്മോഡസ്മാറ്റ എന്ന് പറയുന്ന ചെറിയ ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ വാട്ടർ കടന്നു പോകുന്നതിലൂടെ മാത്രമാണ്, ഇതിലൂടെ മാത്രം കടന്നു പോകുന്ന വാട്ടർ ട്രാൻസ്പോർട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്പോപ്ലാസ്റ്റിക് പാത്വേ. ദ മൂവ്മെന്റ് ഈസ് എയ്ഡഡ് ബൈ സൈറ്റോപ്ലാസം. അവിടെ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് ഒരിക്കലും ഇൻവോൾവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് മൂന്നാമത്തെയാണ് ആൻസർ. ദ മൂവ്മെന്റ് ഈസ് എയ്ഡഡ് ബൈ സൈറ്റോപ്ലാസ്മിക് പാത്വേ. അടുത്ത കൂടി നോക്കാം. അപ്പോപ്ലാസം ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഡസ് നോട്ട് പ്രൊവൈഡ് എനി ബാരിയർ. അവിടെ ബാരിയർ ഇല്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ നോട്ടാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമായിരുന്നു, സ്റ്റേറ്റ്മെന്റ് നോക്കുന്ന സമയത്ത് ഇൻകറക്റ്റ് ആണോ കറക്റ്റ് ആണോ എന്നുള്ളതെല്ലാം ശ്രദ്ധിക്കണം. നമ്മളെ ഓരോ ക്ലാസ്സുകളിലും നമ്മൾ പറഞ്ഞിരുന്ന കാര്യമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വീണ്ടും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്. ഈ വർഷം ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. മാച്ചിങ് ടൈപ്പിനേക്കാൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുക സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇൻ ഓൾഡ് ടിഷ്യൂ, അനാട്ടമി എന്നുള്ള ചോദ്യം. ഓൾഡ് ടിഷ്യൂ, the great part of secondary xylem is dark brown and resistant to insect attack. അല്ലെ, സെക്കൻഡറി സൈലത്തിന്റെ പ്രധാന ഭാഗം എന്താണ്? ഡാർക്ക് ബ്രൗൺ ആണ്. കാരണം എന്താണ്? ഡ്യൂ ടു സെക്രീഷൻ ഓഫ് സെക്കൻഡറി മെറ്റബോളൈറ്റ് ഇൻ ദ ഡിപ്പോസിഷൻ ഓഫ് ലൂമൻ ഓഫ് വെസൽ. ശരിയാണ്. സെക്കൻഡറി മെറ്റബോളൈറ്റുകൾ ടാനിനും റെസിനും എല്ലാം ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ഡിപ്പോസിഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ലൈക്ക് ടാനിൻ ആൻഡ് റെസിൻ ഇൻ ദ സെൻട്രൽ ലേസ് ഓഫ് stem. Deposition of suberin and aromatic substance outer layer of stem. അല്ല. Deposition of tannin, gum, resin and aromatic substances in the peripheral layer of stem. Peripheral layer അല്ല, lumenലാണ്, അതിന്റെ സെൻട്രൽ ലെയറിലാണ്. സോ ആൻസർ presence of parenchyma cell ഇതുമല്ല. എയും ബിയും ശരിയാണ് എന്ന ഒന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്തത് 109. ഹൈഡ്രോകൊളോയിഡ് എവിടെയാണ് പഠിക്കുന്നത്? ആൽഗയിൽ, പ്ലാന്റ് കിങ്ഡത്തിൽ പഠിക്കുന്ന 2 ഹൈഡ്രോകൊളോയിഡുകൾ, വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. കരാഗീനും അതുപോലെ തന്നെ ആൽജിനും. ആൽജിൻ ഈസ് ഒബ്ടൈൻഡ് ഫ്രം ബ്രൗൺ ആൽഗെ ആൻഡ് കരാഗീൻ ഈസ് ഒബ്ടൈൻഡ് ഫ്രം റെഡ് ആൽഗെ. സോ ഹൈഡ്രോകൊളോയിഡ് കരാഗീൻ ഈസ് ഒബ്ടൈൻഡ് ഫ്രം റോഡോഫൈസിയെ ഓർ റെഡ് ആൽഗെ. റെഡ് ആൽഗെ നമ്മൾ പല പ്രാവശ്യം നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞ ക്വസ്റ്റ്യനുകൾ ചെയ്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് റോഡോഫൈസിയെ എന്ന് പറയുന്ന റെഡ് ആൽഗെ. അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു പോളിനേഷൻ. ഇൻകറക്റ്റ്, അവിടെ വീണ്ടും ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, കറക്റ്റ് അല്ല. പോളിനേഷൻ ബൈ വാട്ടർ ഈസ് ക്വൈറ്റ് റയർ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. NCERT-യിൽ പോളിനേഷൻ തുടങ്ങിയ ശേഷം രണ്ടാമത്തെ പാരഗ്രാഫിലെ ആദ്യത്തെ വാചകത്തിൽ പറയുന്നതാണ് പോളിനേഷൻ ബൈ വാട്ടർ ഈസ് ക്വൈറ്റ് റയർ. വാട്ടറിലൂടെയുള്ള, പക്ഷേ ആൽഗയിലും പ്രയോഫൈറ്റിലും ടെറ്റോഫൈറ്റിലും എല്ലാം വാട്ടറിലൂടെയാണ് അതിന്റെ ഗമീറ്റ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്.
and pollination by wind is more common amongst the abiotic pollination. Abiotic ആണ്. അപ്പോൾ ഇതും ശരിയാണ്. Flower produce foul odor to attract flies and beetles get pollinated. ഫ്ലൈസിലൂടെയും ബീറ്റിൽസിലൂടെയും പോളിനേഷൻ നടക്കുന്ന പ്ലാന്റുകളിൽ ഫൗൾ ഓർഡർ ആണുള്ളത്. ഇതും NCERT-യിലെ വാചകം തന്നെയാണ്. പക്ഷേ നാലാമത്തെ മോത്ത് ആൻഡ് ബട്ടർഫ്ലൈസ് ആർ മോസ്റ്റ് ഡോമിനന്റ്. ബീസ് ആൻഡ് ബട്ടർഫ്ലൈസ് ആണ് വരുന്നത്, മോത്തല്ല ബീസിനാണ് വരുന്നത്. സോ നാലാമത്തെ ഓപ്ഷൻ ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സോ ദാറ്റ് ഈസ് ദ ആൻസർ. 111ാമത്തെ ചോദ്യം, DNA പോളിമോർഫിസം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. DNA പോളിമോർഫിസം forms a basis for both genetic mapping and DNA fingerprinting. Genetic mappingനും DNA fingerprintingനും ബേസ് ആയിട്ടുള്ളത് ഏതാണ്? DNA പോളിമോർഫിസം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 112. ശ്രദ്ധിക്കുക, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് Q4 എന്നുള്ള ഓപ്ഷൻ ആണ്. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. Q4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. Which one of the following is not a method of ex-situ conservation? Ex-situ conservation അല്ലാത്തത് ഏതാണ്? നമുക്കറിയാം നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾക്ക് വരെ അറിയുന്ന കാര്യമാണ്. ഇൻസിറ്റു കൺസർവേഷൻ ആണ് അല്ലെ. നമ്മുടെ അവസാനത്തെ ചാപ്റ്ററിൽ സുവോളജിയുടെ ഭാഗമായി പഠിക്കുന്ന ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ നമ്മൾ പഠിക്കുന്നതാണ് ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷൻ. എക്സാമ്പിൾ നാഷണൽ പാർക്ക് ഇൻസിറ്റു കൺസർവേഷൻ ആണ്. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, മൈക്രോ പ്രൊപ്പഗേഷൻ, ക്രയോ പ്രിസർവേഷൻ എല്ലാം എക്സിറ്റു കൺസർവേഷൻ എക്സാമ്പിളുകളായി നമുക്ക് പറയാം. അപ്പോൾ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ആണോ എന്ന് നമുക്ക് ഒരു സംശയം വരും. കാരണം ഒരു എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റയർ സ്പീഷീസിനെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തതിന് വേണ്ടി ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ നടത്തി ആർട്ടിഫിഷ്യൽ ബ്രീഡിംഗ് നടത്തി നമുക്ക് എന്ത് ചെയ്യാം, അവരെ പ്രൊപ്പഗേറ്റ് ചെയ്യിക്കാം, അവരെ റീപ്രൊഡ്യൂസ് ചെയ്യിക്കാം. 113. Which one of the following is not true regarding the release of energy during ATP synthesis during കെമിയോസ്മോസിസ് അല്ലെ. ഫോട്ടോസിന്തസിസ് പഠിക്കുന്ന സമയത്ത് മൈക്കലിയുടെ കെമിയോസ്മോസിസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇറ്റ് ഇൻവോൾവ് എന്താണ്, ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടോൺ ഗ്രേഡിയന്റ് അല്ല. പ്രോട്ടോൺ ഗ്രേഡിയന്റിന് ബ്രേക്ക് ഡൗൺ അല്ല വരുന്നത്. ഡൗൺ ദ ബ്രേക്ക് ഡൗൺ അല്ല, ഡൗൺ എന്നാണ് പറയുന്നത്. കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നതാണ് പറയുന്നത്. ബ്രേക്ക് ഡൗൺ ഓഫ് ഇലക്ട്രോൺ ഗ്രേഡിയന്റ് അല്ല. മൂവ്മെന്റ് ഓഫ് proton across the membrane. Which of the following is not true? അപ്പോ break down the proton gradient, proton gradient എന്ത് വരുന്നു, ഡൗൺ ഉണ്ടാവുന്നു. break down of electron gradient, reduction of NADP into NADP H2 on stroma side of the NADP H2 ആയിട്ടല്ല മാറുക, അവിടെ മാറുന്നത് NADP H2 ആണ് എന്തായി മാറുന്നത്, ബ്രേക്ക് ഡൗൺ ചെയ്ത് NADP പ്ലസും H2H പ്ലസുമായി മാറുന്നത്. സോ ഫോർത്ത് വൺ ഈസ് ദ കറക്റ്റ് വൺ. നോട്ട് ട്രൂ, അതുമായി ബന്ധപ്പെടാത്ത തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 114. വാട്ട് ഇസ് ദ നെറ്റ് ഗെയിൻ ഓഫ് ATP? What is the net gain of ATP of when the each molecule of glucose is converted into 2 molecules of pyruvic acid? ശരിക്കും അവിടെ ഗ്ലൈക്കോളിസിന്റെ നെറ്റ് ഗെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുന്ന സമയത്ത് 1,3-bisphosphoglyceric acid 3-phosphoglyceric ആസിഡായി മാറുന്ന സമയത്തും ഫോസ്ഫോയിനോൾ പൈറുവിക് ആസിഡായി മാറുന്ന സമയത്തും 2 പോയിന്റിൽ 2 പ്രാവശ്യം ATP പ്രൊഡ്യൂസ് ചെയ്തു. സോ 2 × 2 4 ATP പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ 2 മൈനസ് ഇനീഷ്യൽ സ്റ്റേജുകളിൽ 2 യൂട്ടിലൈസ് ചെയ്ത് പോയി. അതുകൊണ്ട് തന്നെ നെറ്റ് ഗെയിൻ എന്ന് പറയുന്ന 2 ATP ആണ് ആക്ച്വൽ നെറ്റ് ഗെയിൻ എന്ന് പറയുക, 2 ATP. പക്ഷെ ചില ആളുകൾക്ക് സംശയം വരും, അവിടെയുള്ള NADH മോളിക്യൂളുകളുണ്ട്. ആ NADH മോളിക്യൂളിന്റെ ഓരോ NADHും 2 ATP കണക്കാക്കണ്ടേ? അങ്ങനെ 2 ATP കണക്കാക്കുന്ന സമയത്ത് അവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ 4 ATP വന്നു. അപ്പൊ 4ഉം 2ഉം 6 കണക്കാക്കണ്ടേ എന്നുള്ളൊരു സംശയം നമുക്ക് വരും. പക്ഷേ ഗ്ലൈക്കോളിസിന്റെ ഭാഗമായി മാത്രം നമ്മൾ ATPയുടെ എണ്ണം പറയുന്ന സമയത്ത്, നെറ്റ് ഗെയിൻ പറയുന്ന സമയത്ത് 2 ATP മാത്രമാണ് പറയുക. അടുത്ത് നോക്കാം. ദ ഫ്ലവേഴ്സ് ആർ സൈഗോമോർഫിക് പെർസെന്റേജിന്റെ ചിഹ്നം കൊടുത്തിട്ടുള്ള സൈഗോമോർഫിക്. നമ്മൾ പഠിച്ചിട്ടുള്ള ഫാബേസിയ ഫാമിലി സൈഗോമോർഫിക് ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. മസ്റ്റാർഡ് സൈഗോമോർഫിക് അല്ല. ഗുൽമോഹർ സൈഗോമോർഫിക് ആണ്. കാഷിയ സൈഗോമോർഫിക് ആണ്.
ഡാറ്റൂറ ആക്ടിവോമോർഫിക് ആണല്ല, ചില്ലിയും ആക്ടിവോമോർഫിക് ആണ്, സൈഗോമോർഫിക് അല്ല. ഗുൽമോഹറും കാഷിയുമാണ് ഉള്ളത്. ഗുൽമോഹർ, കാഷിയ, അതുപോലെ ഫാബേസിയിലെ മെമ്പേഴ്സ്, ഇത്രയും ആളുകളെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ബിയും സിയും ഓൺലി. സോ 2 ഈസ് ദ ആൻസർ. സെക്കൻഡ് വൺ ഈസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 116. മെൻഡൽ ജെനറ്റിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. മെൻഡൽ സ്റ്റഡീഡ് 7 pairs of contrasting character. മെൻഡൽ സ്റ്റഡീഡ് 7 pairs of contrasting trait of the plan and proposed law of inheritance. നമുക്കറിയാം 7 pairs ആണ് മെൻഡൽ പഠിച്ചത്. ഉയരവും അതുപോലെ തന്നെ സീഡ് ഷേപ്പും സീഡ് കളറും പോഡ് ഷേപ്പും പോഡ് കളറും ഫ്ലവർ പൊസിഷനും എല്ലാം അടങ്ങുന്ന 7 പെയറുകളാണ്. 7. അത് അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കറക്റ്റ് ആണ്. 7 characters are examined by Mendel in his experiment on the pea plant for the seed shape and color, flower color, pod shape and color, flower position and stem height. ഇതൊക്കെയാണ് എടുത്തിരിക്കുക. അപ്പോൾ 7 സീഡ് ഷേപ്പും സീഡ് കളറും 2, ഫ്ലവർ കളർ ആൻഡ് പോഡ് ഷേപ്പ് ആൻഡ് പോഡ് കളർ ആൻഡ് ഫ്ലവർ പൊസിഷൻ ആൻഡ് സ്റ്റെം ഹൈറ്റ്. സോ ബോത്ത് 1 and 2 are correct. First option, both 1 and 2 is the correct. That is the correct answer. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, NCERT തറവായി പഠിച്ചിട്ടുള്ള, NCERT സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിച്ചിട്ടുള്ള, NCERT വളരെ അധികം കൂടുതൽ അതിനുവേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്ത, നമ്മളുടെ മെറ്റീരിയലിലൂടെ പോയ, ടാർഗറ്റ് ലേണിംഗ് ആപ്പിന്റെ ക്ലാസ്സുകളിലൂടെ പോയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ചോദ്യങ്ങളെല്ലാം വളരെ ഈസി ആയി കാണാൻ കഴിയും. കാരണം ഇതെല്ലാം ക്ലാസ് റൂമുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ തന്നെയാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻകറക്ട്ലി മാച്ച്ഡ്. ഇൻകറക്ട്ലി മാച്ച്ഡ് ആണ്. ഇൻകറക്ട്ലി മാച്ച്ഡ് ഏതൊക്കെയാണ്? എക്ടോകാർപ്പസ്. ഉളോത്രിക്സ് എന്ന് പറയുന്നത് ഗ്രീൻ ആൽഗയാണ്. ഗ്രീൻ ആൽഗയിൽ ഒരിക്കലും മാനിറ്റോൾ കാണില്ല. മാനിറ്റോൾ കാണുന്നത്, മാനിറ്റോൾ എന്ന് പറയുന്ന കെമിക്കൽ റിസർവ് ഫുഡ് മെറ്റീരിയൽ നമുക്ക് കാണാൻ കഴിയുക ഫിയോഫൈസിയൻ മെമ്പേഴ്സിലാണ്, അല്ലെങ്കിൽ ബ്രൗൺ ആൽഗയിലാണ്. സോ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. 2 ഈസ് ദ കറക്റ്റ് ആൻസർ. കിട്ടിയെന്ന് വിചാരിക്കുന്നു. പോർഫൈറ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ്, വോൾവോക്സ് സ്റ്റാർച്ച് ആണ്. ഫ്ലോറിഡിയൻ സ്റ്റാർച്ചിന്റെ പ്രത്യേകത നമ്മൾ അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഇറ്റ് ഈസ് സ്ട്രക്ചർലി സിമിലർ ടു ബോത്ത് അമൈലോപെക്റ്റിൻ ആൻഡ് ഗ്ലൈക്കോജൻ. സ്ട്രക്ചർലി സിമിലർ ടു ബോത്ത് അമൈലോപെക്റ്റിൻ ആൻഡ് ഗ്ലൈക്കോജൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രൊഡക്ഷൻ ഓഫ് കുക്കുംബർ has increased manifold മിനിമം മാർക്ക്. നമ്മുടെ നീറ്റിന്റെ മിനിമം മാർക്ക് നീറ്റിന്റെ NTA തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. എത്ര മാർക്ക് കട്ട് ഓഫ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പാസ്സാവുമെന്നുള്ള കാര്യം, മിനിമം എലിജിബിലിറ്റി വേണ്ടത് NTA തന്നെ ആയിരിക്കും അത് പബ്ലിഷ് ചെയ്യുക. അത് ഓരോ വർഷങ്ങളിലെയും മാർക്കിന്റെ വെയിറ്റേജ് അനുസരിച്ച്, പേഴ്സൻറ്റേജ് മാറുന്നതനുസരിച്ച് കുട്ടികൾ ക്വാളിഫൈ ചെയ്യപ്പെടുന്ന എണ്ണവും മാർക്കും അനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, വ്യത്യാസം വരും. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അത് നമുക്ക് അടുത്തുള്ള വരുന്ന സെഷനുകളിൽ നമുക്ക് പറയാം. Production of cucumber has increased manifold in the recent year. Application of which of the following phytohormone released in the yield of the hormone known as producing female flower of the plant. അതായത് നമുക്കറിയാം എത്തിലീൻ എന്ന് പറയുന്ന ഫൈറ്റോ ഹോർമോൺ അല്ലെങ്കിൽ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ, ഗ്യാഷ്യസ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ ഫ്ലവറിനെ പ്രൊഡ്യൂസ് ചെയ്യിക്കാം. മെയിൽ ഫ്ലവറിനെ ഫീമെയിൽ ഫ്ലവറുമായി മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ പറ്റുമെന്നാണ് നമുക്കറിയുക. എത്തിലീൻ ഈസ് ദ ആൻസർ. പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ നമ്മൾ പഠിക്കുന്ന അടുത്ത ചോദ്യം മിനറൽ ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇനി വന്നിരിക്കുന്നത്. വിച്ച് വൺ ആർ ദ ഫോളോയിങ് പ്രൊഡ്യൂസേഴ്സ് നൈട്രജൻ ഫിക്സിംഗ് നോഡ്യൂൾ ഓഫ് അൾഡസിലാണ്, കാഷ്വലിലും അൾഡസിലെല്ലാം വരുന്നത് ഫ്രാങ്കിയൻ. റൈസോബിയം കയറി കൊട്ടരുത്, കാരണം റൂട്ട് നോഡ്യൂൾ കണ്ടു, നേരെ റൈസോബിയത്തിലേക്ക് പോയത്. റൈസോബിയം ഉള്ളത് ലെഗൂം പ്ലാന്റുകളിലാണ്, ഫാബേസിയം മെമ്പേഴ്സിലാണ്. സോ ഫ്രാങ്കിയയാണ് ആൻസർ. ഫ്രാങ്കിയിലാണ് കാണുന്നത്. ഫ്രാങ്കിയ ഈസ് ദ ആക്ടിനോമൈസൻ ദാറ്റ് ഫോംസ് റൂട്ട് നോഡ്യൂൾസ്. ഓക്കെ, അടുത്തത് മാച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. നമുക്ക് മാച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഈ വർഷം കുറവാണ്. കഴിഞ്ഞ വർഷമൊക്കെ 15ഓളം ചോദ്യങ്ങൾ 90 ബോട്ടണി സുവോളജിയിലെ 90 ചോദ്യങ്ങളിൽ 15ഓളം ചോദ്യങ്ങൾ മാച്ചിങ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ ഈ വർഷം മാച്ചിങ് ക്വസ്റ്റ്യൻസ് കുറച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നത്. ഓക്കെ, മാംഗനീസിന്റെ പ്രത്യേകത നമ്മൾ പഠിക്കുന്നുണ്ട്. മാംഗനീസും ക്ലോറിനും വാട്ടർ സ്പ്ലിറ്റിംഗിൽ പങ്കെടുക്കുന്നു എന്ന് വളരെ പ്രധാനമായും പഠിക്കുന്നതാണ്. ഇറ്റ് ഫങ്ഷൻസ് ഇൻ ദ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ്. സോ A4.
A4 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് 1ഉം അതുപോലെ തന്നെ 4ഉം കട്ട് ചെയ്ത് കളയാം, വേണ്ട. ഇനി മെഗ്നീഷ്യം ആക്ടിവേറ്റർ ഓഫ് എൻസൈം ആണ്. ഇപ്പോൾ പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് പോലുള്ള എൻസൈംസിന്റെ, റുബിസ്കോ പോലുള്ള എൻസൈമുകളുടെ, പെപ്കാർബോക്സിലേസ് പോലുള്ള എൻസൈമുകളുടെ ആക്ടിവേറ്റർ ആയിട്ട് പങ്കെടുക്കുന്നുണ്ട്. റെസ്പിറേറ്ററി എൻസൈമിലും അതേപോലെ ഫോട്ടോസിന്തസിൽ പങ്കെടുക്കുന്ന എൻസൈമിലും. അപ്പോൾ മെഗ്നീഷ്യം ആക്ടിവേറ്റർ ഓഫ് എൻസൈംസ്. B3 വരുന്ന A4 വരുന്ന ഒരേ ഒരു ആൻസർ 2 ഈസ് ആൻസർ. ബോറോൺ നമുക്കറിയാം, പോളൻ ജെർമിനേഷൻ. അയൺ ആക്ടിവേറ്റർ ഓഫ് കാറ്റലൈസ് എൻസൈമിന്റെ ആക്ടിവേറ്റർ. ഇതെല്ലാം NCERT-യിലെ വാചകങ്ങളാണ്. വീണ്ടും പറയുന്നു, NCERT മാത്രം അടുത്ത വർഷം, ഈ വർഷം കണ്ടുകൊണ്ടിരിക്കുന്ന അടുത്ത വർഷത്തേക്കുള്ള പ്രിപ്പറേഷനുള്ള കുട്ടികൾ ആലോചിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത് NCERT-യിലാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം കടന്നു പോകുന്നത്. ഇനി വീണ്ടും പ്ലാന്റ് ഗ്രോത്തിലെ ചോദ്യം നമുക്ക് കാണാം. ഗാഷ്യസ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ. ആരാണ് ഗാഷ്യസ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ? എത്തിലീൻ എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ യൂസ്ഡ് ഇൻ പ്ലാന്റ്സ് സ്പീഡ് അപ്പ് മാൾട്ടിംഗ് പ്രോസസ്. അല്ല, അത് GA ആണ്, ഗിബർലിക് ആസിഡ് ആണ്. ഹെൽപ്പ് ടു ഓവർകം അപ്പിക്കൽ ഡോമിനൻസ്, അത് സൈറ്റോകൈൻ ആണ്. കിൽ ദ ഡൈക്കോട്ടിലസ് വീഡ്സ് ഇൻ ദ ഫീൽഡ് പ്ലാന്റ്സ്, അത് നമ്മൾ പറയുന്ന ഏതാണ്, ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. സോ പ്രൊമോട്ട് റൂട്ട് ഗ്രോത്ത് ആൻഡ് റൂട്ട് ഹെയർ ഫോർമേഷൻ ആൻഡ് ഇൻക്രീസസ് ദ അബ്സോർപ്ഷൻ ഓഫ് സർഫസ്. അത് എത്തിലീൻ പറയുന്നതിലെ 2ാമത്തെ പാരഗ്രാഫിൽ അവസാന ഭാഗത്ത് നമുക്ക് എന്ത് കാണാൻ കഴിയും? ഈ വാചകം നമുക്ക് കാണാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 122ാമത്തെ ചോദ്യം. അത് സ്റ്റേറ്റ്മെന്റിലേക്കാണ് വന്നിരിക്കുന്നത്. ഐഡന്റിഫൈ ദ കറക്റ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ലീഫ്ലെറ്റ്സ് ആർ മോഡിഫൈഡ് ഇൻ ടു പോയിന്റഡ് ഹാർഡ് തോൺ ഇൻ സിട്രസ് ആൻഡ് ബോഗൻവില്ല. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലെ? മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ബോഗൻവില്ലിലും സിട്രസിലും ലീഫ്ലെറ്റ് അല്ല, ആക്സിലറി ബഡ് ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, അത് തെറ്റാണ്. ആക്സിലറി ബഡ് ഫ്രം. അപ്പോൾ A ഓപ്ഷൻ വരുന്ന ഇതിനെയും നമുക്ക് ഒഴിവാക്കാം, കാരണം അവിടെ A ഇൻകറക്റ്റ് ആണ്, കറക്റ്റ് സെറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2ഉം 4ഉം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ആക്സിലറി ബഡ് ഫ്രം സ്ലെൻഡർ കോയിൽഡ് വയറി സ്ട്രക്ചർ ഇൻ കുക്കുംബർ ആൻഡ് പംകിൻ, അത് ശരിയാണ്. ടെൻഡ്രിലുകൾ. സ്റ്റെം ഈസ് ഫ്ലാറ്റൻഡ് ഫ്ലഷി ഇൻ ഒപ്പൻഷ്യ ആൻഡ് മോഡിഫൈഡ് ടു പെർഫോം ദ ഫങ്ഷൻസ് ഓഫ് ലീഫ്, അതും ശരിയാണ്. അപ്പൊ C-യും ശരി വന്നു. റൈസോഫോറ ഷോസ് വെർട്ടിക്കലി അപ്വേർഡ് റൂട്ട്. ന്യൂമാറ്റോഫോഴ്സ് എന്ന് പറയുന്ന ബ്രീത്തിങ് റൂട്ട് കാണുന്നു. സോ 3 ഈസ് ദ ആൻസർ. സബേരിയൽ മോഡിഫിക്കേഷൻ പ്രൊപ്പഗേഷന് വേണ്ടിയുള്ള റണ്ണർ കാണിക്കുന്നത് സ്ട്രോബെറിയിലും ഗ്രാസിലും. സോ 1ാമത്തെ മാത്രം തെറ്റാണ്, ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം 123. അനാട്ടമിയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. നോക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ വാസ്കുലാർ ബണ്ടിൽ. എന്നിട്ട് കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ നോക്കണം. കറക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ റൂട്ട് സൈലം ആൻഡ് ഫ്ലോയം ഇൻ വാസ്കുലാർ ബണ്ടിൽസ് ആർ അറേഞ്ച് ഇൻ ആൾട്ടർനേറ്റ് റേഡിയ അല്ലെ? സൈലവും ഫ്ലോയും ആൾട്ടർനേറ്റ് റേഡിയസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ആൾട്ടർനേറ്റ് റേഡിയസിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇത് സൈലമാണ്, ഇത് ഫ്ലോയമാണ്. അതിന് റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നു. അപ്പോൾ റൂട്ടിൽ ഇത് കറക്റ്റ് ആണ്. കൺജോയിന്റ് ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽ, ക്ലോസ്ഡ് ആണ്, കൺജോയിന്റ് ആണ്, സൈഡ് ബൈ സൈഡ് ആയിട്ട് കാണുന്നു. അവിടെ എന്തില്ല? ഡു നോട്ട് പൊസസ് വാസ്കുലാർ ബണ്ടിൽ ഇല്ല, വാസ്കുലാർ ബണ്ടിൽ കാണാൻ കഴിയുന്നതല്ല. ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽസ് കാംബിയം ഈസ് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം. ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ കാംബിയം ഉണ്ട്. വാസ്കുലാർ ബണ്ടിൽസ് ഓഫ് ഡൈക്കോട്ടിലിയൻ സ്റ്റെം possesses endark protoxylem. വാസ്കുലാർ ബണ്ടിൽ ഓഫ് ഡൈക്കോട്ട് എൻഡാർക്ക് സൈലം. എൻഡാർക്ക് സൈലത്തിന്റെ പ്രത്യേകത പ്രോട്ടോസൈലം ടുവേർഡ്സ് ദ സെന്റർ ആൻഡ് മെറ്റാസൈലം ടുവേർഡ്സ് ദ പെരിഫറി. ഇൻ മോണോകോട്ടിലസ് റൂട്ട് there are more than 6 വാസ്കുലാർ ബണ്ടിൽ. സോ എല്ലാ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്? അവിടെ മോണോകോട്ടിലസിൽ മോർ ദാൻ 6 കാണുന്നില്ല. ഏതൊക്കെയാണ് ശരി? A ശരിയാണ്, B ശരിയാണ്, C ശരിയാണ് ആൻഡ് D ശരിയാണ്. E ശരിയല്ല. സോ 3 ഈസ് ദ ആൻസർ. അവിടെ 6 ഇല്ല, മോർ ദാൻ 6 അല്ല കാണുന്നത്. ടെട്രാർക്ക് വരെയാണ് കാണാൻ കഴിയുക. ഡയാർക്കോ ടെട്രാർക്കോ ആണ് കാണാൻ കഴിയുന്നത്. 4 വാസ്കുലാർ ബണ്ടിലുകളാണ് മോണോകോട്ട്. ഡൈക്കോട്ടിലാണ് പോളിയാർക്ക് നമുക്ക് കാണാൻ കഴിയുക. അടുത്ത ക്വസ്റ്റ്യൻ. എക്സോ ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. സെക്സ് ഡിറ്റർമിനേഷൻ ആൻഡ് എക്സോ ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ നമ്മൾ കാണുന്നത് ഏതാണ്? XY ഹ്യൂമൻ ബീയിങ്ങിലും ഡ്രോസോഫൈലും എല്ലാം ഉള്ളതാണ്.
ZW ബേർഡ്സിലാണ് കാണുന്നത്. എന്നാൽ XX X0 ടൈപ്പ് കാണുന്നത് ഗ്രാസ് ഓപ്പറിലാണ്. 3 ആൻസർ. അടുത്ത ചോദ്യം, ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, alien species invasion and co-extinction are the cause for biodiversity loss. ഇവിൾ ക്വാഡ്രന്റ് പറയുന്നുണ്ട്. ആ ഇവിൾ ക്വാഡ്രന്റ് ആണ് നമ്മൾ ഈ കാണുന്ന ഭാഗം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 126. Which one of the plant does not show plasticity? പ്ലാസ്റ്റിസിറ്റി പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് റെഗുലേറ്ററി പറയുന്ന പ്ലാസ്റ്റിസിറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. എൻവയോൺമെന്റൽ ക്യാരക്ടർ അനുസരിച്ച്, റീപ്രൊഡക്റ്റീവ് ക്യാരക്ടർ അനുസരിച്ച് എന്ത് വരുന്നു, ഡെവലപ്മെന്റ് സ്റ്റേജസിൽ 2 തരത്തിലുള്ള പ്ലാന്റ് ലീഫുകൾ ക്യാരക്ടറുകൾ കാണിക്കുന്നതിനാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി, ഹെട്രോഫിലി എന്നെല്ലാം പറയുന്നത്. അതേതിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോട്ടണിലും കൊറിയാണ്ടറിലും ബട്ടർകപ്പിലും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ മെയ്സിൽ നമ്മൾ പറഞ്ഞിട്ടില്ല. സോ 4ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. 4ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. 4th one is the correct answer. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 127. വീണ്ടും സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ്. ദ പ്രൈമറി കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ ഇൻ C4 പ്ലാന്റ്, അല്ലെ? പ്രൈമറി കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ ആരാണ്? PEP ആണ്. ഫോസ്ഫോൾ ഇനോൾ പൈറുവിക് ആസിഡ് ആണ്. കാർബൺ ഡയോക്സൈഡുമായി അക്സെപ്റ്റ് ചെയ്ത് എന്തായി മാറുന്നത്? പെപ് കാർബോക്സിലേസ് സഹായത്തോടുകൂടി ഓക്സാലോ അസറ്റിക് ആസിഡായി മാറുന്നത്. ഇറ്റ് ഈസ് എ 4 കാർബൺ കോമ്പൗണ്ട്. അതുകൊണ്ടാണ് C4 സൈക്കിൾ എന്ന് പറയുന്നത്. സോ പ്രൈമറി അക്സെപ്റ്റർ ഇൻ C4 പ്ലാന്റ് ഈസ് ഫോസ്ഫോൾ ഇനോൾ പൈറുവേറ്റ് ആൻഡ് ഫൗണ്ട് ഇൻ ദ മീസോഫിൽ സെൽ. ബണ്ടിൽ ഷീറ്റ് സെല്ലിലല്ല, മീസോഫിൽ സെല്ലിലാണ് കാണാൻ കഴിയുക. മീസോഫിൽ സെൽ, അതായത് മുകൾ ഭാഗത്ത്. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2, മീസോഫിൽ സെൽസ് ഓഫ് C4 പ്ലാന്റ്സ് ലാക്ക് റുബിസ്കോ. അവിടെ റുബിസ്കോ ഇല്ല. അവിടെ റുബിസ്കോ ഉണ്ടെങ്കിൽ ഫോട്ടോ റെസ്പിറേഷൻ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ C4 പ്ലാന്റ്സ് ഒരു സ്പെഷ്യൽ അനാട്ടമിയാണ് കാണിക്കുന്നത്. ക്രാൻസ് അനാട്ടമിയാണ് കാണിക്കുന്നത്. റീത്ത് ഷേപ്പ്ഡ് മീസോഫിൽ ബണ്ടിലുകളാണ് കാണിക്കുന്നത്. ദ ലൈറ്റ് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്, ഒന്നും ശരിയാണ്, 2ഉം ശരിയാണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. അങ്ങനെ 127ാമത്തെ ചോദ്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 128. Which one of the following statement is not true regarding gel electrophoresis? ജെൽ ഇലക്ട്രോഫോറസിസുമായി ബന്ധപ്പെട്ട തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് ട്രൂ ആണ്. ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് സെപ്പറേറ്റഡ് DNA സ്ട്രാൻഡ് ഫ്രം ദ ജെൽ ഈസ് കോൾഡ് ആസ് എലൂഷൻ. കറക്റ്റ് ആണ്. NCERT അതേ വാചകമാണ്. സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെന്റ് ബൈ സ്റ്റെയിൻഡ് ബൈ ഇതീഡിയം ബ്രോമൈഡ്, അതും ശരിയാണ്. ഇതീഡിയം ബ്രോമൈഡ് ഒരു ബ്ലൂ വയലറ്റ് കളറിലുള്ള, ഡാർക്ക് വയലറ്റ് കളറിലുള്ള സ്റ്റെയിൻ, കാർസിനോജനിക് ആണെന്നെല്ലാം നമ്മളെ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. ദ പ്രസൻസ് ഓഫ് ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ഗീവ്സ് ബ്ലൂ കളേർഡ് ബാൻഡുകളല്ല കാണുക. അവിടെ നമ്മൾ UV ലൈറ്റിലൂടെ കാണുന്ന സമയത്ത് ബ്രൈറ്റ് ഓറഞ്ച് കളേർഡ് ബാൻഡ്സ് ഓഫ് DNA ക്യാൻ ബി ഒബ്സർവ് ഇൻ ദ. ഈ സ്റ്റെയിന്റെ കളർ ബ്ലൂ ആണ്, പക്ഷേ നമ്മൾ ബ്ലൂ കളറിലല്ല കാണുക, ബ്രൈറ്റ് ഓറഞ്ച് കളറിലാണ്. സോ ആൻസർ ഈസ് 3 ഈസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, അത് ബയോടെക്നോളജിയുടെ ഭാഗത്ത് നമുക്ക് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിവൈസ് ക്യാൻ റിമൂവ് particulate matter present in the exhaust from the thermal power plant is electrostatic precipitator. പിക്ചർ അടക്കം എൻവയോൺമെന്റ് ഇഷ്യൂസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത 130ാമത്തെ ചോദ്യം, ദ അപ്പിയറൻസ് ഓഫ് റീകോമ്പിനേഷൻ നോഡ്യൂൾ. നമ്മുടെ മിയോസിസ് 1 സെൽ ഡിവിഷൻ ആൻഡ് സെൽ സൈക്കിൾ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നു. റീകോമ്പിനേഷൻ നോഡ്യൂൾ ഓൺ ദ ഹോമലോഗസ് ക്രോമസോം ഡ്യൂറിംഗ് ദ മിയോസിസ് എവിടെയാണുള്ളത്? അപ്പിയറൻസ് ഉള്ളത് ഏത് സ്റ്റേജിലാണ് ഉണ്ടാകുന്നത്? ഏത് സ്റ്റേജിലാണ്? പാക്കറ്റിൻ എന്ന് പറയുന്ന സ്റ്റേജിൽ, സൈറ്റ് അറ്റ് വിച്ച് ക്രോസിംഗ് ഓവർ ഒക്കർ, അല്ലെ? ക്രോസിംഗ് ഓവർ ഒക്കർ ചെയ്യുന്ന സ്റ്റേജ് ആണ് ഉണ്ടാവുക. സോ 3 ഈസ് ദ ആൻസർ. 131. Read the following statement and choose the set of. Read the following statement, choose the set of correct statement. Euchromatin is loosely packed chromatin. അല്ലെ, ലൂസ്ലി പാക്ഡ് ആണ് യൂക്രോമാറ്റിൻ.
അപ്പോൾ അത് ശരിയാണ്. ഹെറ്ററോക്രോമാറ്റിൻ ഈസ് ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് അല്ല, ഇനാക്റ്റീവ് ആണ്. കാരണം ലൂസ്ലി പാക്ഡ് ആയിട്ടില്ല. അപ്പൊ നമ്മൾ DNA എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വളരെ ഡെൻസ്ലി സ്റ്റൈൻഡ് റീജിയൻ കാണാം, ലൂസ്ലി പാക്ഡ് റീജിയൻ കാണാം, വീണ്ടും ഡെൻസ്ലി പാക്ഡ് റീജിയൻ ഉണ്ടായിരിക്കും. അതിനാൽ ഈ ഡെൻസ്ലി പാക്ഡ് ആയിട്ടുള്ള റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള ഇതിനാണ് നമ്മൾ എന്ത് പേര് പറഞ്ഞത്, ഹെറ്ററോക്രോമാറ്റിൻ എന്നും. ഈ ഭാഗത്തെ നമ്മൾ എന്ത് പറയുന്നു, യൂക്രോമാറ്റിൻ എന്നാണ് പറയുന്നത്, യൂക്രോമാറ്റിൻ. ഓക്കെ, അപ്പോ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് 1 വേണ്ട, ബി വേണ്ട, ഇതും വേണ്ട. ഇനി 2നും 4നുമാണ് സാധ്യതയുള്ളത്. നോക്കാം. ഹിസ്റ്റോൺ ഒക്ടാമർ ഈസ് റാപ്പിഡ് ബൈ നെഗറ്റീവ്ലി ചാർജ് DNA ന്യൂക്ലിയോസം. ശരിയാണ്, DNA നെഗറ്റീവ് ചാർജഡ് ആണ്. ഹിസ്റ്റോൺ ഒക്ടാമർ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ചിത്രം പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ കവർ ചെയ്ത് വരുന്നത് ഹിസ്റ്റോൺ ഒക്ടാമറിനെ റാപ്പ് ചെയ്ത് വരുന്നു, ന്യൂക്ലിയോസോമായി മാറും. അപ്പോൾ ഇതും ശരിയാണ്. അപ്പോൾ എ ശരി. ഇനി ഹിസ്റ്റോൺസ് ആർ റിച്ച് ഇൻ ലൈസിൻ ആൻഡ് ആർജിനൈൻ, ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ഗെറ്റിംഗ് നെഗറ്റീവ്ലി ചാർജ്. നെഗറ്റീവ്ലി ചാർജ് കിട്ടുന്നത് ആ ബേസിക് അമിനോ ആസിഡുകൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതും ശരിയാണ്. ടിപ്പിക്കൽ ന്യൂക്ലിയോസം ഇല്ല, 400 ബേസ് പെയറുകളല്ല ഉള്ളത്, 200 ബേസ് പെയറുകളാണ്. സോ ആൻസർ ഈസ് സെക്കൻഡ് വൺ. വളരെ ഈസി ആയി തന്നെ NCERT വളരെ തറവായി നമുക്ക് അറിയുന്ന ആളുകളാണെങ്കിൽ, NCERT നന്നായി പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ വളരെ ഈസി ആയി തന്നെ നമുക്ക് പഠിക്കാൻ ആൻസറിലേക്ക് എത്താൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 132. Which one of the following never occur during mitotic division? Mitotic divisionil നടക്കാത്തത് never occur during. സ്പിൻഡിൽ ഫൈബർ അറ്റാച്ചസ് ടു കൈൻറ്റകോർ ഓഫ് ക്രോമസോം. ശരിയാണ്, കൈൻറ്റകോറിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു, കൈൻറ്റകോറിലേക്ക് സെൻട്രോമിയറിലെ കൈൻറ്റകോറിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. ശരിയാണ്. മൂവ്മെന്റ് ഓഫ് സെൻട്രിയോൾ ഓപ്പോസിറ്റ് പോൾ, 2 പോളുകളിലേക്ക് മൂവ് ചെയ്യണം എങ്കിലേ സ്പിൻഡിൽ ഫൈബറുകൾ ഫോം ചെയ്യാൻ പറ്റൂ. ശരിയാണ്. പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം ഉണ്ടാവില്ല, കാരണം ഇത് ആരുടെ ക്യാരക്ടറാണ്, ഇത് നമ്മൾക്കറിയാം ബിയോസിന്റെ ക്യാരക്ടറാണ്, കോയിലിംഗ് ആൻഡ് കണ്ടൻസേഷൻ ഓഫ് ക്രോമാറ്റിൻ. സോ 3 ഈസ് ദ ആൻസർ. കിട്ടിയെന്ന് വിചാരിക്കുന്നു. കിട്ടിയോ? 132 കിട്ടിയില്ലേ? ഇത്രയും ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യനുകളെല്ലാം ശരിയാണെന്ന് വിചാരിക്കുന്നു. അപ്പം നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഓരോരുത്തരും നിങ്ങൾ എത്രത്തോളം ചെയ്തു എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ചെയ്ത ക്വസ്റ്റ്യനുകളിൽ എത്രത്തോളം ക്വസ്റ്റ്യനുകൾ ശരിയായിട്ടുണ്ട്, അത് ഈസി ആണോ ടഫ് ആയിരുന്നോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് ഒരു ഡയലോഗ് വന്നിട്ടുണ്ടായിരിക്കും, ആൻസർ ചെയ്യുന്നതിനുള്ള ഈസി ആണോ ടഫ് ആണോ ആവറേജ് ആണോ എന്നുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ ഈ ചോദ്യ പേപ്പറെ മുൻനിർത്തിക്കൊണ്ട് മുൻ ക്വസ്റ്റ്യൻ പേപ്പറുകളെ കണ്ടായിരിക്കണം അടുത്ത വർഷത്തെ പ്രിപ്പറേഷൻ നടത്തുന്ന കുട്ടികൾ അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി വരാൻ പോകുന്ന അടുത്ത പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഈ NCERT-യിലൂടെ മാത്രം എന്ത് ചെയ്യുക, കടന്നു പോവുക. NCERT ആണ് നമ്മൾക്ക് അടിസ്ഥാനമായും അൾട്ടിമേറ്റായും പഠിക്കാനുള്ള പ്രിപ്പയർ ചെയ്യുന്നുള്ള പുസ്തകം. വേറെ പുറത്തുനിന്നുള്ള മറ്റ് ഗൈഡുകളോ മറ്റ് പുസ്തകങ്ങളുടെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യിക്കുന്നത്, നമ്മളുടെ ക്ലാസ്സുകൾ കടന്നു പോകുന്നത്, നമ്മളുടെ ആപ്പിലെ ക്ലാസ്സുകൾ കടന്നു പോകുന്നതും ക്വസ്റ്റ്യൻസും എല്ലാം പ്യൂർലി NCERT ബേസ് ചെയ്ത്, അതുകൊണ്ട് അതിലൂടെ കടന്നുപോയ കുട്ടികൾക്കെല്ലാം ശരിയായി കൃത്യമായി ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവണം. ആ രീതിയിലാണ് നമ്മളുടെ പ്രിപ്പറേഷൻ നടന്നു പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 133. Which one of the following statement cannot connected to predation? പ്രിഡേഷനുമായി ബന്ധപ്പെടാത്ത. It helps to maintain the species diversity in a community. It might be lead to extinction of a species. Maybe. കാരണം വൊറേഷ്യസ് ഫീഡിംഗ് ഉണ്ടെങ്കിൽ, അതായത് ഓവർ ഫീഡിംഗ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം, എന്തുണ്ടാവാം, ചില സ്പീഷീസുകൾ എക്സ്റ്റിന്റ് ആവാം. ബോത്ത് ഇന്ററാക്ടിങ് സ്പീഷീസ് ആർ നെഗറ്റീവ്. 2 പേർക്ക് നെഗറ്റീവ് അല്ല, ഒരാൾക്ക് പോസിറ്റീവ് ആണ്, അടുത്ത ആൾക്ക് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ സോ ആൻസർ ഈസ് 3 ഈസ് ദ ആൻസർ. 134 വരാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ് ഷോസ് വെക്സിലറി ഈസ്റ്റിവേഷൻ ആൻഡ് ഡയൽഫസ്? ആരുടെ ക്യാരക്ടറാണ്? ഫാബേസിയ ഫാമിലിയുടെ ക്യാരക്ടറാണ്. ഫാബേസിയ ഫാമിലിയുടെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റിൽ ഏതാണ്? കോൾച്ചിക്കോമോട്ടംനയിൽ അല്ല, കാരണം അത് ലിലിയേസിയ ഫാമിലിയാണ്. അല്ലിയം സപ്പ ലിലിയേസിയ ഫാമിലിയാണ്. സൊളാനം നൈഗ്രം സൊളാനേസിയ ഫാമിലിയാണ്. സോ ആൻസർ ഈസ് പൈസം സറ്റൈവം ഈസ് ദ ആൻസർ. 135 വരാം. അങ്ങനെ ഈ എ സെക്ഷനിലെ അവസാനത്തെ ചോദ്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി ബി സെക്ഷനിൽ വളരെ കുറച്ച് ചോദ്യങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടണിയുടെ ഡിസ്കഷൻ അവസാനിക്കും. എനിക്ക് തോന്നുന്നത് ഇതുവരെ ചെയ്ത ചോദ്യങ്ങൾ നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്തതുമായി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക, എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം. തീർച്ചയായും നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുന്ന രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ കൂടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ആൻസർ ഉണ്ടായിരിക്കുക. കാരണം നല്ലപോലെ പ്രിപ്പയർ ചെയ്ത എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും, കിട്ടിയിട്ടുണ്ടായിരിക്കും. അടുത്ത് നോക്കാം. Given below the 2 statements,
A is assertion and R is the reason. നോക്കാം, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഈസ് യൂസ്ഡ് ഇൻ DNA ആംപ്ലിഫിക്കേഷൻ. നമുക്കറിയാം PCR, കാരി മുള്ളിസ് ഡെവലപ്പ് ചെയ്ത PCR എന്ത് തന്നെയാണ്, ഒരു DNA ആംപ്ലിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, നമുക്കറിയാം. ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീൻ ഈസ് യൂസ്ഡ് ആസ് എ സെലക്ടബിൾ മാർക്കർ ഫോർ ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷൻ അറിയുന്നതിന് വേണ്ടി, ഇൻസേഷൻ ട്രാൻസ്ഫോർമേഷൻ അറിയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സെലക്ടബിൾ മാർക്കറാണ് ആന്റിബയോട്ടിക് ജീനുകൾ, അല്ലെ? ആംബിസിലിനും ടെട്രാസൈക്ലിൻ ജീനെല്ലാം PBR 322 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കാം, ബോത്ത് A ആൻഡ് R ആർ കറക്റ്റ്. A എന്ന് പറയുന്ന അസേർഷൻ ആണ്, R എന്ന് പറയുന്നത് റീസൺ ആണ്. ആർ കറക്റ്റ് ആൻഡ് R ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. ആണോ? അല്ല. നമ്മുടെ സെലക്ടബിൾ മാർക്കറും PCR-മായി യാതൊരു ബന്ധവുമില്ല, അതുകൊണ്ട് ഇത് തെറ്റാണ്. സെലക്ട് ബോത്ത് A ആൻഡ് R ആർ കറക്റ്റ്, ബട്ട് ദ R ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് A. അതാണ് ശരി. രണ്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷേ റീസൺ എന്ന് പറയുന്നത് അസേർഷന് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അസേർഷന് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ 136 സെക്ഷൻ ബിയിലേക്കാണ് വരുന്നത്. സെക്ഷൻ ബിയിലെ ചോദ്യം, വിച്ച് വൺ ആർ ദ ഫോളോയിങ് occur due to the presence of autosome linked dominant trait. ഏതാണ്? സിക്കിൾ സെൽ അനീമിയയും തലാസിമിയും എല്ലാം റിസസീവ് ട്രൈറ്റുകളാണ്. മയോട്ടോണിക് ഡിസ്ട്രോഫി ആണ്. മയോട്ടോണിക് ഡിസ്ട്രോഫി എന്ന് പറയുന്ന ജെനറ്റിക്കൽ ഡിസീസ് ആണ് എന്തായിട്ടുള്ളത്, ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ് ആയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 137. If a genesis used to the blind approach for sequencing, ബ്ലൈൻഡ് അപ്രോച്ച് ആണ്, ഹോൾ ജീനോ, ഒരു സ്പെസിഫൈഡ് ജീന ഭാഗമല്ല, ഹോൾ പാർട്ടാണ് കവർ ചെയ്യുന്നത്, ഫോളോഡ് ബൈ the argument assignment the function of this different segment and the methodology adopted by him is called as sequence annotation. That is called as sequence annotation. Sequence annotation NCERT ലെ വാചകം നമുക്ക് കാണാം. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്പോസോംസ് ജമ്പിംഗ് ജീൻസ്. ബാർബറ മക്ലിൻഡോക്കിന് നോബൽ പ്രൈസ് നേടിക്കൊടുത്ത ഡിസ്കവറിയാണ്. നമുക്കറിയാം ട്രാൻസ്പോസോമിന്റെ ഡിസ്കവറി, ജമ്പിംഗ് ജീനുകൾ. ആൻഡ് ഡ്യൂറിംഗ് വൺ ഓഫ് ദ ഫോളോയിങ്, ജീൻ സൈലൻസിങ് എന്ന് പറയുന്ന RNA ഇന്റർഫറൻസ് എന്ന് പറയുന്ന RNA ഐയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഉപയോഗിക്കുന്നത്. സോ സെക്കൻഡ് ഓപ്ഷൻ ഇസ് എ കറക്റ്റ് ആൻസർ. സെക്കൻഡ് ഓപ്ഷൻ ഇസ് എ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വൈൽ എക്സ്പ്ലെയിനിങ്, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിലെ ചോദ്യമാണ്. വൈൽ എക്സ്പ്ലെയിനിങ് ഇന്റർസ്പെസിഫിക് ഇന്ററാക്ഷൻ ഓഫ് പോപ്പുലേഷൻ, പ്ലസ് ഈസ് അസൈൻഡ് ഫോർ ദ ബെനിഫിഷ്യൽ ഇന്ററാക്ഷൻ and negative for the detrimental interaction, negative ആയിട്ടുള്ള, and 0 for neutral. Which one of the following interaction പ്ലസ് ആൻഡ് എക്ക് പ്ലസ് ആണ്, ബിക്ക് നെഗറ്റീവ് ആണ്? ഏതാണ്? പ്രിഡേഷൻ. പ്രിഡേഷനിലും പാരസൈറ്റിസത്തിലുമാണ് എക്ക് പ്ലസും ബിക്ക് നെഗറ്റീവും വരുന്നത്. എക്ക് പ്ലസും കമൻസാലിസത്തിൽ എല്ലാം രണ്ടും നെഗറ്റീവാണ്. അമൻസാലിസത്തിൽ ഒന്ന് പോസിറ്റീവും മറ്റു ന്യൂട്രലുമാണ്. കമൻസാലിസത്തിൽ ഒരെണ്ണം നെഗറ്റീവും മറ്റൊരു ന്യൂട്രലുമാണ്. കമൻസാലിസത്തിൽ വരുന്ന ഒരെണ്ണം പോസിറ്റീവും മറ്റൊന്ന് സീറോയുമാണ്, ന്യൂട്രലുമാണ്. അപ്പോൾ ഈ ക്യാരക്ടറുകൾ നമുക്കറിയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓൺ ലിപ്പിഡ് ആൻഡ് ഫൈൻഡ് ദ ബയോമോളിക്യൂളിലെ ചോദ്യമായി നോക്കാം. ഫൈൻഡ് ദ കറക്റ്റ് സെറ്റ്. ലെസിത്തിൻ ഫൗണ്ട് ഇൻ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ഗ്ലൈക്കോലിപ്പിഡ്. ശരിയല്ലേ? ശരിയാണ്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഹാവ് പൊസസസ് മോർ ദാൻ വൺ ഓർ മോർ ഡബിൾ ബോണ്ട്. ആൻഡ് ജിഞ്ചലി ഓയിൽ ഹാസ് ലോവർ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് റിമെയിൻ ഓയിൽ ഇൻ വിന്റർ. Lipids are generally insoluble in water. Lipids are generally insoluble in water but soluble in organic solvent. Whole fatty acid is esterified with glycerol and monoglycerides are formed. അപ്പോൾ ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ? എ കറക്റ്റ് ആണ്,
ഡി കറക്റ്റ് ആണ് ആൻഡ് ഇ കറക്റ്റ് ആണ്. സോ ആൻസർ ഈസ് 2 ഈസ് ദ കറക്റ്റ് ആൻസർ. 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അഡീഷൻ ഓഫ് മോർ സൊല്യൂട്ട്, വീണ്ടും ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റ്സിലെ ചോദ്യമാണ്. മോർ സൊല്യൂട്ട് ഇൻ എ ഗിവൺ സൊല്യൂഷൻ, സൊല്യൂട്ട് ആഡ് ചെയ്താൽ വാട്ടർ പൊട്ടൻഷ്യൽ ലോവർ ചെയ്യുന്നു. സോ കറക്റ്റ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ലോവർ ഇറ്റ്സ് വാട്ടർ പൊട്ടൻഷ്യൽ. അടുത്ത ക്വസ്റ്റ്യൻ, വീണ്ടും റീസൺ ആൻഡ് അസേർഷൻ ആണ്. റീസൺ ആൻഡ് അസേർഷൻ ക്വസ്റ്റ്യൻ നോക്കാം. 142. Given below, two statements are given labeled as assertion A and B. Mendel's law of independent assortment does not hold good for genes and are located closely on the same chromosome. Assertion പറയുന്നത് Mendel's law of independent assortment does not hold good for genes that are located closely on same chromosome. And reason, closely located genes assorted independently. മെൻഡലിന്റെ 3 ലോകളാണ് നമ്മൾക്കുള്ളത്. നമുക്കറിയാം, ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ട ലോസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മെൻഡൽസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഡസ് നോട്ട് good for hold for the genes that are located closely on the same chromosome. A is the correct statement. A is the correct statement. But the reason is not correct. Closely located genes are assorted independently. അങ്ങനെയല്ല, closely located genes independent assort ചെയ്യാൻ കഴിയില്ല. അവർ ഒരുമിച്ചാണ് പോകുന്നത്. ലിങ്ക്ഡ് ജീൻസ് ഒക്കെ നമ്മൾ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുന്നത്. 143ാമത്തെ ചോദ്യം, which part of the fruit is labeled? ടെക്സ്റ്റ് ബുക്കിലെ പിക്ചർ ആണ്. സെക്സ്വൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റിലെ പിക്ചറാണ് നമ്മൾ ഈ കാണുന്നത്. നോക്കാം, ഇവിടെ നമുക്ക് കാണാൻ കഴിയും സി എന്ന് പറയുന്നതാണ് ലേബൽ ചെയ്തിരിക്കുന്നത്. എ ഫാൾസ് ഫ്രൂട്ടിന്റെയാണ്. സി തലാമസ് ആണ് നമുക്ക് കാണാൻ കഴിയുക. സി ഈസ് ദ തലാമസ്. സി ഈസ് ദ തലാമസ്. ദാറ്റ്സ് ദ കറക്റ്റ് ലേബലിംഗ്. ഓക്കെ, വിച്ച് given figure makes it a false fruit. ഫാൾസ് ഫ്രൂട്ട് ആക്കി മാറ്റുന്നത് എന്താണ്? കാരണം ഇത് ഫ്രൂട്ടിന്റെ ഫ്ലഷി ആയിട്ടുള്ള ഭാഗം മീസോകാർപ്പോ ഒന്നുമല്ല. അവിടെ ഫ്ലഷി ആയിട്ടുള്ള ഭാഗം ഏതാണ്? തലാമസ് ആണ്. എഡിബിൾ പാർട്ടായി മാറിയിരിക്കുന്നത് അതിനാണ് നമ്മൾ സ്യൂഡോകാർപ്പ് അല്ലെങ്കിൽ ഫാൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് 3. Which one of the following will accelerate phosphorus cycle? ഏതാണ്? വെതറിംഗ് പ്രോസസ്സാണ്. വെതറിംഗ് ഓഫ് റോക്കിന്റെ വെതറിംഗ് ആണ് നടത്തുക. Palindromic sequence, base sequence, which one of the following cut easily at a particular restriction enzyme? That is GAA, TTC and CTT GAAG. അതായത് ECOR1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻസൈം, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം ആണ് അവിടെ വരുന്നത്. അടുത്ത 146. The entire fleet of buses in Delhi were converted to CNG from diesel. ഡീസലിൽ നിന്ന് CNG മാറി. നമ്മൾ പഠിക്കുന്നുണ്ട് എൻവയോൺമെന്റ് ഇഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. ഇൻ റെഫറൻസ് ടു ദീസ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ്? ഫാൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. CNG burn more efficiently than diesel. ശരിയാണ്. The same diesel engine used in CNG buses making cost of conversion low. അത് തെറ്റാണ്. It is cheaper than diesel. ശരിയാണ്. Cannot be adulterated like diesel. അതും ശരിയാണ്. പക്ഷേ രണ്ടാമത്തെ തെറ്റാണ്. സെയിം ഡീസൽ എഞ്ചിൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ല. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 147 അനാട്ടമിയിൽ നിന്നുള്ള ഒരു മാച്ചിങ് ടൈപ്പ് ചോദ്യമാണ്. അനാട്ടമി ഓഫ് സ്പ്രിംഗ് വുഡ് എന്ന് പറയുന്നത് ഏർലി വുഡ് അല്ലെ. സം പെക്യൂലിയർ ഫീച്ചർ, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. കറക്റ്റ് സെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ആസ് ഏർലി വുഡ്. അപ്പോൾ ഏർലി വുഡ് ആണ്. സ്പ്രിംഗ് വുഡ് ഏർലി വുഡും ഓട്ടം വുഡ് ലേറ്റ് വുഡുമാണ്. അപ്പോൾ എ ശരിയാണ്. 1, 2, 3. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യാം, അത് വേണ്ട. സ്പ്രിംഗ് സീസൺ കാമ്പിയം പ്രൊഡ്യൂസസ് സൈലം എലമെന്റ് വിത്ത് നാരോ വെസൽ അല്ല.
വൈഡർ വെസലാണ്, വൈഡർ ആണ്. അപ്പൊ ഇത് തെറ്റാണ്. അപ്പോൾ ബി തെറ്റാണ്, ബി ഇല്ല. അപ്പൊ ഇത് വേണ്ട, ബി അതും വേണ്ട, ഇതും വേണ്ട. അപ്പൊ സെക്കൻഡ് തന്നെയാണ് ആൻസർ. അടുത്ത സ്റ്റേറ്റ്മെന്റുകളിലൂടെ നോക്കാം. ലൈറ്റർ ഇൻ കളർ ശരിയാണ്. സ്പ്രിംഗ് വുഡ് along with autumn wood shows alternate concentric rings that is called as annual ring. ആനുവൽ റിങ്ങിനെ എണ്ണിക്കൊണ്ട് പ്ലാന്റിന്റെ ഏജ് കണക്കാക്കുന്ന ഒരു ടെക്നിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഡെൻഡ്രോക്രോണോളജി എന്നാണ് പറയുക. ഇറ്റ് ഹാസ് ലോവർ ഡെൻസിറ്റി. ഓക്കെ, ഇതെല്ലാം ശരിയാണ്. സോ ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. 148. വാട്ട് ഈസ് ദ റോൾ ഓഫ് ബണ്ടിൽ ഷീത്ത് സെൽ ഫൗണ്ട് അറൌണ്ട് ദ വാസ്കുലർ ബണ്ടിൽ? ഈ ബണ്ടിൽ ഷീറ്റ് സെല്ലുകൾ ഉണ്ടാവുന്ന സമയത്ത് അത് വീണ്ടും വീണ്ടും റാപ്പ് ചെയ്യുന്നതുകൊണ്ട് ദാറ്റ് ഇൻക്രീസസ് ദ നമ്പർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഫോർ ദ ഓപ്പറേഷൻ ഓഫ് കാൽവിൻ സൈക്കിൾ. NCERT-യിലെ എക്സാക്ട് വാചകമാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ കഴിയുക. അടുത്ത 149. സ്പൈറോഗൈറ. അവിടെ ലൈഫ് സൈക്കിൾ പാറ്റേണുമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സ്പൈറോഗൈറ ഏതാണ്? സ്പൈറോഗൈറയിൽ വരുന്നത് ഡോമിനന്റ് ഹാപ്ലോയിഡ് ഫ്രീ ലിവിംഗ് ഗമറ്റോഫൈറ്റ്. ഹാപ്ലോയിഡ് ഡോമിനന്റ് ആണ്, ഫ്രീ ലിവിംഗ് ആണ്. A2 വരുന്ന ഒരേ ഒരു ഓപ്ഷന് അല്ല, 2 ഓപ്ഷൻ ഉണ്ട്, 1, 2. അപ്പൊ ഇതും കട്ട് ചെയ്യാം, ഇതും നമുക്ക് കട്ട് ചെയ്ത് കളയാം, വേണ്ട. ഇനി രണ്ടാം നോക്കാം. ഫേൺ എന്ന് പറയുന്നത് എന്താണ്? ഫേൺ ഡോമിനന്റ് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ആൾട്ടറേറ്റിംഗ് വിത്ത് റെഡ്യൂസ്ഡ് ഗമറ്റോഫൈറ്റ് കോൾഡ് പ്രോതാലസ്. ഫേണിലല്ലേ പ്രോതാലസ് നമ്മൾ പഠിക്കുന്നത്, ഹാർട്ട് ഷേപ്പ്ഡ് ആയിട്ടുള്ള. അപ്പൊ B 3. സോ സെക്കൻഡ് ഈസ് എ കറക്റ്റ് ആൻസർ. സെക്കൻഡ് ഓപ്ഷൻ ഈസ് എ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ മാച്ചിങ് ടൈപ്പ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബോട്ടണിയിൽ നോക്കാം. മെറ്റാസെൻട്രിക് ക്രോമസോം എവിടെയാണ്? സെൻട്രോമിയർ ഇൻ ദ മിഡിൽ ഫോമിംഗ് 2 ഈക്വൽ ആംസ്. A3 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. A3 വരുന്ന ഒരേ ഒരു ആൻസർ, ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ആൻസർ. സോ നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾ, ബോട്ടണിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ ചോദ്യങ്ങൾ നമ്മൾ എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ മാർക്കെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ റെഡിയാവുന്നതിനോടൊപ്പം തന്നെ ഈ വർഷം +2 പരീക്ഷ എഴുതിയ കുട്ടികൾ, അതുപോലെ തന്നെ വീണ്ടും നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളെല്ലാം NCERT-യിലൂടെ കടന്നു പോകുന്ന രീതിയിൽ പ്രിപ്പറേഷൻ കൃത്യമായി പ്ലാൻ ചെയ്യുക. നമ്മുടെ ലേണിംഗ് ആപ്പിലും ഇൻസ്റ്റിറ്റ്യൂട്ടും എല്ലാം നമ്മൾ ക്ലാസ്സുകൾ കടന്നു പോകുന്നത് NCERT-യെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് മാത്രമാണ് പോകുന്നത്. NCERT-യിലെ മെറ്റീരിയലുകൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിരന്തരം ചെയ്യുമ്പോൾ ആ ചോദ്യങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് ആൻസറിലേക്ക് എത്തുന്നതിനും ചിന്തിക്കുന്നതിനും എല്ലാം കഴിയുന്നതായിരിക്കും. അപ്പോൾ NCERT-യെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിപ്പറേഷനുകൾ മുന്നോട്ട് പോവുക. ഇത് നമ്മുടെ സുവോളജിയുടെ ഭാഗത്തേക്ക് സഹീർ സാറ് നിങ്ങളുമായി ജോയിൻ ചെയ്യും. സഹീർ സാറ് നിങ്ങളുടെ സുവോളജിയുടെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് വേണ്ട എക്സ്പ്ലനേഷനുകളെല്ലാം പറയുന്നതായിരിക്കും. സഹീർ സാറത്തേക്ക് എ വെരി ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. നല്ലൊരു സന്തോഷത്തിലാണ് ഞാൻ എന്തായാലും. കാരണം സുവോളജിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാതെ ഒരു ക്വസ്റ്റ്യനും ഉണ്ടാവില്ല. അത് +2 ടാർഗറ്റിൽ പഠിച്ച കുട്ടികൾക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ ലൈവ് സെഷനിലാണെങ്കിലും നമ്മൾ നന്നായിട്ട് ഈ NCERT ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. NCERT ഫോക്കസ് ചെയ്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം എല്ലാ ചാപ്റ്ററിൽ നിന്നും എത്രത്തോളം ക്വസ്റ്റ്യൻസുകൾ എന്ന് നമുക്ക് മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ വിധി എഴുതിയതുപോലെ ഓരോ ചാപ്റ്ററും നമുക്ക് ഇപ്രാവശ്യം ഒന്നും നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. ഒന്നാമത്തെ ചാപ്റ്ററായ ലിവിങ് വേൾഡിൽ നിന്ന് ഒരു ചോദ്യവും, അതുപോലെ തന്നെ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനൊക്കെ എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗവും നമ്മൾ ഈക്വൽ പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കാം. അതേപോലെ തന്നെ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഈക്വൽ വെയിറ്റേജ്, ഞാനിപ്പോൾ പറഞ്ഞു, എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഈക്വൽ വെയിറ്റേജ് കൊടുത്ത് തന്നെ നമ്മൾ ക്ലാസ്സുകൾ ഇനി അങ്ങോട്ടുള്ളതെല്ലാം ശ്രമിക്കാം. ഓക്കെ, നമുക്ക് അറിയുന്ന കൂട്ടുകാരോടൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇത്തരത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. നമുക്ക്
സുവോളജി ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യം ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു ക്വസ്റ്റ്യൻ നമ്പർ 151 നോക്കാം. 151 Q4 എന്നുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് 1, autoimmune disorder is a condition where body defense mechanism recognize its own cell as foreign body. Second one statement is rheumatoid arthritis is a condition where body does not attack self cell. ഈ ഒരു ഡെഫിനിഷനിൽ നമുക്ക് ഫസ്റ്റ് ഡെഫിനിഷൻ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഇസ് എ കണ്ടീഷൻ വെയർ ബോഡി ഡിഫൻസ് മെക്കാനിസം റിക്കഗ്നൈസ് ഇറ്റ്സ് ഓൺ സെൽ ആസ് ഫോറിൻ ബോഡീസ്. നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ തന്നെ നമ്മുടെ ശരീരത്തിലെ സെല്ലുകളെ തിരിച്ചറിയാൻ കഴിയാതെ വരുന്ന ഒരു കണ്ടീഷനാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ കറക്റ്റ് ആണ്. രണ്ടാമത്തെ നോക്കുക, റിമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കണ്ടീഷൻ വെയർ ബോഡി ഡസ് നോട്ട് അറ്റാക്ക് സെൽഫ് സെൽസ്. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിലുണ്ട്. അതിൽ ഈ ഡെഫിനിഷൻ തരുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് റിമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണ്. പക്ഷേ ഇവിടെ ഈ ഡെഫിനിഷനിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ബി ഓപ്ഷൻ തെറ്റാണ്. അപ്പം നമുക്ക് പറയാൻ പറ്റും ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ് എന്നുള്ള രൂപത്തിലാണ്. ഓക്കെ, ഇതാണ് സ്റ്റേറ്റ്മെന്റ് 1 ആണ് കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. ലെറ്റ് us see the next one. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 152 ക്വസ്റ്റ്യൻ നമ്പർ 152ലേക്ക് വരുമ്പോൾ മക്കൾ നോക്കാം. ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1, ദ കൊയാഗുലം ഈസ് ഫോംഡ് ഓഫ് നെറ്റ്വർക്ക് ഓഫ് ത്രെഡ് കോൾഡ് ത്രോംബിൻസ്. ഈ ഒരു ടോപ്പിക് വരുന്നത് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ +1 ഹ്യൂമൻ ഫിസിയോളജിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണിത്. കൊയാഗുലം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫോംഡ് ഓഫ് നെറ്റ്വർക്ക് ഓഫ് ത്രെഡ്സ്. അത് കറക്റ്റാണ്. ആ ത്രെഡിന് പറയുന്ന പേര് പക്ഷേ ത്രോംബിൻ അല്ല, അതിന് പറയുന്ന പേര് ഫൈബ്രിൻ എന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ ഇവിടെ തെറ്റാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 റോങ് ആണ് നമുക്ക് മനസ്സിലായി. ഇനി അതേ ചാപ്റ്റർ തന്നെ വരുന്നുണ്ട്, സ്പ്ലീൻ ഈസ് ദ ഗ്രേവ്യാർഡ് ഓഫ് എരിത്രോസൈറ്റ്. ഞാൻ പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട് RBCയുടെ സെമിത്തേരിയാണ് സ്പ്ലീൻ എന്ന് പറയുക, ശ്മശാനമാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സ്പ്ലീൻ ഈസ് ദ ഗ്രേവ്യാർഡ് ഓഫ് എരിത്രോസൈറ്റ്സ്. ഇത് കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ അതായത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ് ആണ്. ഇതാണ് ഇതിന്റെ ആൻസർ. അടുത്തതിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം. Question number 153. Identify the microorganism which is responsible for the production of an immunosuppressive molecule cyclosporin A. The chapter Microbes in Human Welfare. Microbes in Human Welfare. Okay, അതിൽ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അതായത് മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്, വ്യവസായപരമായിട്ട് മൈക്രോബുകൾ എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്. അതിൽ പറയുന്ന ഒന്നാണ് സൈക്ലോസ്പോറിൻ എ. ഇറ്റ്സ് ആക്ച്വലി ബയോ ആക്റ്റീവ് മോളിക്യൂൾ കോൾഡ് സൈക്ലോസ്പോറിൻ എ. ഇത് ഇമ്മ്യൂണോസപ്രസീവ് ഏജന്റ് ആണ്. ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഒരു ഫംഗസിൽ നിന്നാണ്. ആ ഫംഗസിന്റെ പേരാണ് ട്രൈക്കോഡെർമ പോളിസ്പോറം എന്നുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഫോർ സ്പെർമറ്റോജനസിസ് ബട്ട് നോട്ട് ഹോൾഡ് ട്രൂ ഫോർ ഊജനസിസ്. അതായത് ഈ ചോദ്യം വന്നിരിക്കുന്നത് ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, അതായത് +2 ആദ്യത്തെ സുവോളജി ചാപ്റ്റർ. ഇതിൽ പറയുന്നത് സ്പെർമറ്റോജനസിസിൽ ട്രൂ ആണ്, പക്ഷെ ഊജനസിസിൽ ട്രൂ അല്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹാപ്ലോയിഡ് ഗമീറ്റ്. അത് സ്പെർമറ്റോജനസിസിലാണെങ്കിലും ഊജനസിസിലാണെങ്കിലും രണ്ടിലും തന്നെ ഓക്കെ അത് ഹാപ്ലോയിഡ് ഗമീറ്റുകൾ തന്നെയാണ് ഉണ്ടാവുന്നത്. സ്പെർം ഹാപ്ലോയിഡ് ആണ്, ഓവ ഹാപ്ലോയിഡ് ആണ്. രണ്ടാമത് പറയുന്നു ഡിഫറൻസിയേഷൻ ഓഫ് ഗമീറ്റ് ഒക്കർ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് മിയോസിസ്. ഓക്കെ, ഡിഫറൻസിയേഷൻ ഓഫ് ഗമീറ്റ് ഒക്കർ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് മിയോസിസ്. അതെ, ഗാമീറ്റ് ഫോം ചെയ്തതിനു ശേഷം മാത്രം ഡിഫറൻസിയേഷൻ നടക്കുന്നത്, അത് റൈറ്റ് ആണ്. അടുത്ത് നോക്കാം. മിയോസിസ് ഒക്കർ കണ്ടിന്യൂസ്ലി ഇൻ എ മൈറ്റോട്ടിക്കലി ഡിവൈഡിങ് സ്റ്റെം സെൽ പോപ്പുലേഷൻ. ഇത് തെറ്റാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് സി ഓപ്ഷൻ തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ സി ഓപ്ഷൻ വരുന്നത് ഏതൊക്കെയാണ് നോക്കാം നമുക്ക്. സി ഓപ്ഷൻ വരുന്നത് എയിൽ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷനിൽ വരുന്നുണ്ട്, സെക്കൻഡ് ഓപ്ഷനിൽ വരുന്നുണ്ട്, ഫോർത്ത് ഓപ്ഷനിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇല്ലാത്ത ഈ തേർഡ് ഓപ്ഷൻ മാത്രമാണ്. ഇനി നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ LH ആൻഡ് FSH സെക്രീറ്റഡ് ബൈ ആന്റിയർ പിറ്റ്യൂട്ടറി. അത് കറക്റ്റ് ആണ്. ഇനി ഇറ്റ് ഈസ് ഇനീഷ്യേറ്റഡ് അറ്റ് പ്യൂബർട്ടി. ഇത് തെറ്റാ. കാരണം
ഫീമെയില് oogenesis നടക്കുന്നത്, നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയുന്നുണ്ട്, oogenesis ഈസ് ഇനീഷ്യേറ്റഡ് അറ്റ് 25 വീക്സ് ഓഫ് ജസ്റ്റേഷൻ. അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ 25 ആഴ്ചയാകുമ്പോഴേക്കും നമുക്ക് 1 മില്യണോളം ഊഗോണി ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പ്യൂബർട്ടിയിലല്ല തുടങ്ങുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ നമുക്ക് നോക്കാം, സി ആൻഡ് ഇ ഓൺലി. ക്ലിയർ? ഇനി ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു, ശ്രദ്ധിച്ച് നോക്കുക. ലിപ്പീസ് ലൂപ്പ് ഈസ് എ ടൈപ്പ് ഓഫ് കോൺട്രാസെപ്റ്റീവ് യൂസ്ഡ് ആസ്. ഞാൻ പഠിപ്പിക്കുന്ന, ടാർഗറ്റിൽ പഠിപ്പിക്കുന്ന കുട്ടികളോടെല്ലാം തന്നെ പറയാറുണ്ട്, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ വരുന്നു. മുന്നത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, എന്തായാലും വരാറുണ്ട് നീറ്റ് എക്സാമിന് എന്നുള്ള ആ ചോദ്യമാണിത്. ലിപ്പീസ് ലൂപ്പ് ഈസ് എ ടൈപ്പ് ഓഫ് കോൺട്രാസെപ്റ്റീവ് യൂസ്ഡ്. സെർവിക്കൽ ബാരിയർ, വാൾട്ട് ബാരിയർ, നോൺ മെഡിക്കേറ്റഡ് IUD, കോപ്പർ റിലീസിങ് IUD. ഇൻട്രാ യൂട്രൈൻ ഡിവൈസുകളിൽ ആദ്യം പറയുന്നത് നോൺ മെഡിക്കേറ്റഡ് IUD ആണ്. അതിന്റെ എക്സാമ്പിൾ ആണ് ലിപ്പീസ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് നോൺ മെഡിക്കേറ്റഡ് IUD ആണ്. ഇൻട്രാ യൂട്രൈൻ ഡിവൈസിലുള്ളതാണ് ഇത്. നോൺ മെഡിക്കേറ്റഡ് IUD ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഇനി ഞാൻ അടുത്തതിലേക്ക് വരുന്നു. നോക്കുക, അറ്റ് വിച്ച് സ്റ്റേജ് ഓഫ് ലൈഫ് ദ oogenesis പ്രോസസ് ഈസ് ഇനീഷ്യേറ്റഡ്. തൊട്ട് മുൻപ് നമ്മൾ ഈ ഒരു 154 ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ അതേ മാറ്റർ ഇവിടെ ചോദിക്കുകയാണ്. അറ്റ് വിച്ച് സ്റ്റേജ് ഓഫ് ലൈഫ് ദ oogenesis പ്രോസസ് ഈസ് ഇനീഷ്യേറ്റഡ്. പ്യൂബർട്ടി സമയത്തല്ല. oogenesis പെൺകുട്ടികളിൽ ഓവയുടെ ഫോർമേഷൻ തുടങ്ങുന്നത് പ്രായപൂർത്തിയാകുമ്പോഴല്ല. എപ്പോഴാണ്? എംബ്രിയോ സ്റ്റേജിലാണ്. അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞുണ്ടാകുന്ന സമയത്ത് ഏകദേശം 25 ആഴ്ച പ്രായമാകുമ്പോഴേക്കും എല്ലാ ഓവയും അല്ലെങ്കിൽ ഊഗോണിയ ഫോം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എംബ്രിയോണിക് ഡെവലപ്മെന്റ് സ്റ്റേജ് ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഓക്കെ, വളരെ സിമ്പിൾ ആണ് ഈ പ്രാവശ്യത്തെ എക്സാം. വളരെ വളരെ സിമ്പിൾ ആണ്. ഓൺലി NCERT മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. നോക്കാം, ഫസ്റ്റ് ചാപ്റ്ററിലെ നമ്മുടെ ലിവിംഗ് വേൾഡ് കഴിഞ്ഞ വർഷം വന്നിരുന്നു. കഴിഞ്ഞ മുന്നത്തെ വർഷം ലിവിംഗ് വേൾഡ് എന്ന് ക്വസ്റ്റ്യൻ ഇല്ല, പക്ഷേ ഈ പ്രാവശ്യവും കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ബോർഡ് എക്സാമിനൊക്കെ സാധാരണ ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ് ഇവിടെ നമ്മുടെ നീറ്റ് എക്സാമിന് ഈ ചോദ്യം വന്നിരിക്കുന്നത്. നോക്കിയേ, ടാക്സോണമിക് കാറ്റഗറി വിച്ച് ഹൈറാർക്കിയൽ അറേഞ്ച്മെന്റ് ഇൻ അസെൻഡിങ് ഓർഡർ ഈസ് കറക്റ്റ് ഇൻ കേസ് ഓഫ് അനിമൽസ്. ടാക്സോണമിക്കൽ ഹൈറാർക്കിയെ കുറിച്ച് അല്ലെങ്കിൽ ടാക്സോണമിക്കൽ കാറ്റഗറിയെ കുറിച്ചാണ് ഞാനിത് പഠിപ്പിക്കുമ്പോൾ ഒരു ഷോർട്ട് കോഡ് പറയാറുണ്ട്. മക്കൾക്കറിയാം, കീപ്പ് പോട്ട് ക്ലീൻ അതർവൈസ് ഫാമിലി ഗെറ്റ് സിക്ക്. അങ്ങനെ നോക്കിയാൽ മതി. കീപ്പ് പോട്ട് ക്ലീൻ അതർവൈസ് ഫാമിലി ഗെറ്റ് സിക്ക് എന്ന് പറഞ്ഞാൽ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജിനസ്, സ്പീഷീസ്. ഇതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഇതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഒരു ബോട്ടണി ചോദ്യമാണിത്. Given below are two statements. Statement 1, mycoplasma can pass through less than 1 micron filter size. Statement 2, mycoplasma are bacteria with a cell wall. In the light of the above statement, choose the most appropriate answer from the options given below. Both statement 1 and statement 2 are correct. Both statement 1 and statement 2 are incorrect. Statement 1 is correct, but statement 2 is incorrect. Statement 1 is incorrect, but statement 2 is correct. ഇതൊരു ബോട്ടണി ചോദ്യമാണ്. മൈക്കോപ്ലാസ്മ അറിയാം സാർ. മൈക്കോപ്ലാസ്മ മൊനേറയിലെ മെമ്പറാണ് അല്ലേ? അതെ, മൊനേറയിലെ മെമ്പറാണ്. മൊനേറ, ബട്ട് ദേ ഹാവ് നോ സെൽ വാൾ. സെൽ വാൾ ഇല്ല. സെൽ വാൾ ഇല്ല. സെൽ വാൾ ഇല്ലാത്ത ഓർഗാനിസംസ് ആണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. ബട്ട് ദേ ആർ സ്ട്രക്ചറലി സിമിലർ ടു ബാക്ടീരിയ. അപ്പോൾ മൈക്കോപ്ലാസ്മ ക്യാൻ പാസ് ത്രൂ ലെസ് ദാൻ 1 മൈക്രോമീറ്റർ അല്ലെ? 1 മൈക്രോൺ ഫിൽറ്റർ സൈസിലുള്ളതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? പാസ് ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, കാരണം അവിടെ സൈസ് എന്ന് പറയുന്നത് 0.012 0.03 മൈക്രോമീറ്റർ ആണ് അതിൻ്റെ സൈസ്. ഒരു മൈക്രോപ്ലാസ്മയുടെ സൈസ് ഏറ്റവും സ്മോളസ്റ്റ് PPLOന്റെ 0.01 ആണ്. അപ്പോൾ മൈക്രോപ്ലാസ്മ ആർ ബാക്ടീരിയ വിത്ത് സെൽ വാൾ അല്ല, വിത്തൗട്ട് സെൽ വാൾ ആണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. 3 ഈസ് ദ കറക്റ്റ് ആൻസർ. നമ്മുടെ ബയോളജി ക്ലാസിഫിക്കേഷൻ പഠിക്കുന്ന ചോദ്യമാണ് നമ്മൾ ഈ കണ്ടത്. സോ 158ന്റെ ആൻസർ 3 ആണ്. ഓക്കെ സർ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സോളജി ചോദ്യത്തിലേക്ക് വരാം. നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് മാച്ച് ഫോർ ദ ഡിസീസ് ആൻഡ് ഇറ്റ്സ് സിംറ്റംസ്. ഇവിടെ നമ്മുടെ കറക്റ്റ് മാച്ചിങ് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ആർത്രൈറ്റിസ്, ദ ചാപ്റ്റർ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്. ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏകദേശം 314 പേജിലുണ്ട് ഇത്. ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ് ആണ് അല്ലേ?
നമുക്ക് രണ്ടെണ്ണം അവിടെ പഠിക്കാമല്ലോ. ഒന്ന് ആർത്രൈറ്റിസും മറ്റൊന്ന് ഗൗട്ടും ഉണ്ട്. അതിൽ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ് ആണ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. പക്ഷേ ഗൗട്ട് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ് ആണ്, പക്ഷേ യൂറിക് ആസിഡ് ക്രിസ്റ്റലാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഒന്നാമത്തെ തന്നിട്ടുണ്ട്. നമ്മുടെ വേറെ ഓപ്ഷനിലേക്ക് പോകേണ്ടതില്ല. എന്നാലും ഞാൻ മറ്റൊന്ന് ഓപ്ഷൻ കൂടെ പറയുന്നു, എന്തുകൊണ്ട് മറ്റത് വന്നിട്ടില്ല എന്നും കൂടെ പറയാം. ടെറ്റനി എന്ന് പറയുന്നത് ഹൈ കാൽഷ്യം ലെവൽ എന്ന് പറയുമ്പോൾ തന്നെയാണ് തെറ്റാണ്. അത് ആ ടോപ്പിക്കിൽ തന്നെ പറയുന്നുണ്ട്. ലോ കാൽഷ്യം കോൺസെൻട്രേഷൻ ഇൻ ബോഡി ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത്. അതാണ് ടെറ്റനി. ഓക്കെ, അതായത് റാപ്പിഡ് സ്പാസം ഓഫ് മസിൽ ഡ്യൂ ടു ലോ കാൽഷ്യം കോൺസെൻട്രേഷൻ എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇനി മയസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്നത് ഇത് ജനറ്റിക് ഡിസോർഡർ അല്ല, ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്, എഫക്റ്റിംഗ് ദ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. മസ്കുലർ ഡിസ്ട്രോഫിയാണ് ജനറ്റിക് ഡിസോർഡർ എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഹിയർ ഇറ്റ് ഈസ്, ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഒന്നാമത്തേത്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരാം. ഞാൻ നമ്മുടെ അടുത്ത ചോദ്യം, ഇൻ ഈക്വളൈ എസ്കറീഷ്യ കൊളൈ സ്ട്രെയിൻ I gene get mutated and its product cannot bind the inducer molecule if growth medium is provided with lactose, what will be the outcome? ഈ ചോദ്യം നമ്മുടെ ചാപ്റ്റർ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ നിന്നാണ്. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഈ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ ഞാൻ മക്കളോട് ഒരു ഷോർട്ട് കോഡ് പറയാറുണ്ട്, നോക്കിക്കോളാം. അതായത് പിപ്പോസിയ, അതായത് പ്രൊമോട്ടർ, അതായത് റെഗുലേറ്റർ ജീൻ, വീണ്ടും പ്രൊമോട്ടർ, വീണ്ടും ഓപ്പറേറ്റർ, പിന്നെ സ്ട്രക്ചറൽ ജീനുകളായ ZYA. ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്, നോർമലി നമുക്കറിയാൻ പറ്റും ഈ പ്രൊമോട്ടറിലുള്ള RNA പോളിമറൈസ് റെഗുലേറ്റർ ജീനിലേക്ക് പോകുമ്പോൾ I എന്ന് പറയുന്ന ജീനിൽ നിന്ന് ഉണ്ടാക്കുന്ന mRNA, ആ mRNA ഉണ്ടാക്കുന്ന ആണ് റിപ്രസർ പ്രോട്ടീൻ എന്ന് പറയുന്നത്. റിപ്രസർ പ്രോട്ടീൻ. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് I എന്ന് പറയുന്ന റിപ്രസർ പ്രോട്ടീന് മ്യൂട്ടേഷൻ സംഭവിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ റിപ്രസർ പ്രോട്ടീൻ അവിടെ പോകില്ല, ഓപ്പറേറ്ററിലേക്ക് പോകില്ല. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് ഓക്കെ, ഇൻ ആൻ എസ്കർഷ്യ സ്ട്രെയിൻ I gene get mutated, ഈ ജീന് മ്യൂട്ടേഷൻ സംഭവിച്ചു. ആൻഡ് ഇറ്റ്സ് പ്രൊഡക്റ്റ് കനോട്ട് ബൈൻഡ് ദ ഇൻഡ്യൂസർ. അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഡ്യൂസറിൽ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഇൻഡ്യൂസർ ലാക്ടോസ് ആണ്. ഓക്കെ, ഇഫ് ഗ്രോത്ത് മീഡിയം ഈസ് പ്രൊവൈഡഡ്, ഇപ്പൊ ഈ എസ്കർഷ്യ കൊളയ്ക്ക് നമ്മൾ ലാക്ടോസ് കൊടുത്താൽ, അപ്പൊ നമ്മുടെ ഇൻഡ്യൂസറിന് പകരം ഇവിടെ നമ്മൾ ലാക്ടോസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആ ലാക്ടോസ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഓക്കെ, ഈ റിപ്രസർ പ്രോട്ടീനിൽ ഇനിയിപ്പോൾ ഇത് മ്യൂട്ടേഷൻ സംഭവിച്ചാൽ ഇവിടെ പ്രോട്ടീൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ ബൈൻഡ് ചെയ്തോളും. മുന്നേ പറഞ്ഞ അതേ റിയാക്ഷൻ ഒക്കെ നടക്കും. അതായത് ഓൺലി Z ജീൻ വിൽ ഗെറ്റ് ട്രാൻസ്ക്രൈബ്ഡ്, ഇല്ല ZYA ജീൻ വിൽ ഗെറ്റ് ട്രാൻസ്ക്രൈബ്ഡ്. ഈ ജീൻ ഒക്കെ ട്രാൻസ്ക്രൈബ് ആവും, ഇല്ലേ? ZY ജീൻ ഒക്കെ ട്രാൻസ്ക്രൈബ് ആകും ഇങ്ങനെ ഒരു കേസിൽ. അപ്പൊ ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് ഇനി അടുത്തതിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇതാണ് ഓപ്ഷൻ, ഇവിടെ 2 ആണ് കറക്റ്റ് ആൻസർ. ലെറ്റ് us see the next one. മക്കൾ നോക്കുക, ക്വസ്റ്റ്യൻ നമ്പർ 161. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 161. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ഫംഗ്ഷൻ ഓഫ് കണ്ടക്ടിങ് പാർട്ട് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം? നമുക്ക് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ പഠിക്കാനുണ്ട് കണ്ടക്ടിങ് പാർട്ടും ഉണ്ട്, എക്സ്ചേഞ്ചിങ് പാർട്ടും ഉണ്ട്. അതിൽ കണ്ടക്ടിങ് പാർട്ട് എവിടെ നിന്ന് തുടങ്ങുന്നതാണ്? നോസ്ട്രിൽസ് നിന്ന് തുടങ്ങി നമ്മുടെ ടെർമിനൽ ബ്രോങ്കിയോൾ വരെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭാഗമാണ് എക്സ്ചേഞ്ചിങ് പാർട്ട്, അത് ആൽവിയോളയാണ്. ഇനി നമുക്ക് അതിന്റെ ഓപ്ഷൻസ് വായിച്ചോളാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ഫംഗ്ഷൻ? ഈ കണ്ടക്ടിങ് പാർട്ടിന്റെ ഫംഗ്ഷൻസ് അല്ലാത്തത്. ഒന്ന്, ഇറ്റ് ക്ലിയർ ഇൻഹെയിൽഡ് എയർ ഫ്രം ഫോറിൻ പാർട്ടിക്കിൾസ്. ഷുവർ ആണ്, കാരണം നമുക്ക് നോസിൽ ഹെയർസ് ഉണ്ട്. ഇൻഹെയിൽഡ് എയർ ഈസ് ഹ്യൂമിഡിഫൈഡ്, കാരണം മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്. ടെമ്പറേച്ചർ ഓഫ് ഇൻഹെയിൽഡ് എയർ ഈസ് ബ്രോട്ട് അപ് ടു ബോഡി ടെമ്പറേച്ചർ, കാരണം അവിടെ ബ്ലഡ് വെസൽസുകൾ ഉണ്ട്. അപ്പൊ ഇത് മൂന്നും കറക്റ്റാണ്. ഇനി അടുത്ത് നോക്കിയേ, പ്രൊവൈഡ് സർഫസ് ഫോർ ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ഇത് പൊട്ടത്തെറ്റാ. കാരണം എന്താ, അവിടെ എന്താ വരേണ്ടത്? അവിടെ വരേണ്ടത് ആൽവിയോളയാണ്. ആൽവിയോളയാണെങ്കിലാണ് ഇത് ആൻസർ കറക്റ്റ് വരിക. അപ്പൊ ഇത് തെറ്റാണ്. ബാക്കിയുള്ളതെല്ലാം നോക്കിയേ, ഇത് മാത്രം റോങ് ആണ്, ബാക്കിയുള്ളതൊക്കെ കറക്റ്റ് ആണ്. സോ ദ ആൻസർ ഈസ് ഫോർത്ത് വൺ. അടുത്ത ചോദ്യം, ഇതൊരു ബോട്ടണി ചോദ്യമാണ്. ഓക്കെ, അതായത് ബ്രീഡിംഗ് ക്രോപ്പ് വിത്ത് ഹയർ ലെവൽ ഓഫ് വൈറ്റമിൻസ് and minerals or higher proteins and healthier fat is called biofortification. Biofortification എന്നാണ് അത് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കാം, which of the following function is not performed by secretion from salivary gland? സലൈവറി ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന സംഗതിയാണ് സലൈവ, അല്ലേ? ആ സലൈവയിൽ നമുക്ക് പറയുന്നുണ്ട് they control bacterial population in mouth. ഓക്കെ, നോക്കിയേ, ദേ കൺട്രോൾ ബാക്ടീരിയൽ പോപ്പുലേഷൻ മൗത്ത്. കാരണം സലൈവയിൽ എന്തുണ്ട്? സലൈവറി
അമൈലേസ് ഉണ്ട്, ലൈസോസൈം ഉണ്ട്. ലൈസോസൈമിൽ എടുത്തു പറയുന്നത് ഇറ്റ് ആക്ട് ആസ് ആൻ ആന്റി ബാക്ടീരിയൽ ഏജന്റ്. സോ ഇറ്റ് കൺട്രോൾ ദ ബാക്ടീരിയൽ പോപ്പുലേഷൻ മൗത്ത്. അത് കറക്റ്റ് ആണ്. അടുത്ത് നോക്കുക, ഡൈജഷൻ ഓഫ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, മറ്റൊന്ന് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർച്ച് കഴിച്ചാൽ അത് കോംപ്ലക്സ് അല്ലേ, അത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന സലൈവറി ഗ്ലാൻഡിലുള്ള എൻസൈം എന്ന് പറയുന്നത്. ഇനി അടുത്തതിലേക്ക് വരാം, ലൂബ്രിക്കേഷൻ ഓഫ് ഓറൽ ക്യാവിറ്റി. മൗത്തിലുള്ള മ്യൂക്കസ് കൊണ്ട് മൗത്ത് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ഓപ്ഷൻ നോക്കുക, ഡൈജഷൻ ഓഫ് ഡൈസാക്കറൈഡ്. ഡൈജഷൻ ഓഫ് ഡൈസാക്കറൈഡ്. ഡൈസാക്കറൈഡ് ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാൻ സലൈവറി അമൈലേസിനെ കൊണ്ട് കഴിയില്ല. അപ്പോൾ ആ ഓപ്ഷൻ തെറ്റാണ്. ഡൈജഷൻ ഓഫ് ഡൈസാക്കറൈഡിന് സഹായിക്കുന്നത് മാൾട്ടേസ് ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഈ ഒരു ഓപ്ഷൻ ആണ് ഇവിടെ തെറ്റ്. ഓക്കെ, സോ ദ ആൻസർ 4 ഈസ് ദ റോങ് വൺ. അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ നോക്കുക, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 164 കോക്രോച്ച് എന്നുള്ള ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. എനിക്ക് തോന്നുന്നു പേജ് നമ്പർ 110. അതിലൊക്കെ നോക്കിയാൽ മതി. ടെക്മിന ഇൻ കോക്രോച്ച് എറൈസസ് ഫ്രം. ടെക്മിന ഇൻ കോക്രോച്ച് എറൈസസ് ഫ്രം. കോക്രോച്ചിന് ബോഡിയിൽ തൊറാക്സിൽ 3 സെഗ്മെന്റ് ഉള്ളത്. ഒന്ന് പ്രോതൊറാക്സ്, മറ്റൊന്ന് മീസോതൊറാക്സ്, മറ്റൊന്ന് മെറ്റതൊറാക്സ്. അതിൽ പ്രോതൊറാക്സിന് നമ്മൾ നെക്ക് എന്നൊക്കെ സെർവിക്കം എന്നൊക്കെ പറയും. മീസോതൊറാക്സിൽ നിന്നാണ് ഫോർ വിങ്സ് ഓർ ടെക്മിന. ഫോർ വിങ്സ് ഓർ ടെക്മിന റൈസ് ചെയ്യുന്നത് ഏതിൽ നിന്നാണ്? മീസോതൊറാക്സിൽ നിന്ന്. വേറൊരു, ഇതൊക്കെ ഡയറക്റ്റ് ചോദ്യമാണ്. നമുക്കൊരു +2 റെഗുലർ അല്ലെങ്കിൽ +1 റെഗുലർ ആയി പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും എഴുതാം. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇതെല്ലാം. നോക്കിയേ, അടുത്ത് നോക്കുക നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 165. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് കറക്റ്റ്? ഇതൊരു ബോട്ടണി ചോദ്യമാണ്. ഓക്കെ, ഈ ചോദ്യം നമുക്ക് നോക്കാം. ഇത് നമ്മുടെ സെൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. അതിൽ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഹാസ് റൈബോസോം അറ്റാച്ച്ഡ് ടു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് ഡിവോയിഡ് ഓഫ് റൈബോസോംസ്. In prokaryotes, only rough endoplasmic reticulum are present. Smooth endoplasmic reticulum are the sites for lipid synthesis. ഇതിന്റെ ആൻസർ വരുന്നത് തേർഡ് വൺ ആണ്. In prokaryotes only rough endoplasmic reticulum are present എന്ന് പറയും. അടുത്ത നോക്കാം, given below are two statements. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, the release of sperm into seminiferous tubule is called spermiation. ശരിക്കും സ്പെർമിയേഷൻ എന്ന് പറഞ്ഞാൽ റിലീസ് ഓഫ് സ്പേം ഹെഡ് ഫ്രം സെർട്ടോളിസ് അല്ല. അത് എങ്ങോട്ടൊക്കെ റിലീസ് ചെയ്യുന്നത് റെക്ടി ടെസ്റ്റിസിലേക്കാണ്. അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റാം. ഈ ഓപ്ഷൻ ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ന് കൊടുത്തിരിക്കുന്ന ആ ഒരു ടേമിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ ഇത് റെക്ടി ടെസ്റ്റിസ് ആണ് അവിടെ വരിക. അപ്പോൾ ആ ഓപ്ഷൻ, ഈ സ്റ്റേറ്റ്മെന്റ് 1 റോങ് ആണ്. രണ്ടാമത്തെ നോക്കുക, സ്പെർമിയോജനസിസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ് ഇൻടു സ്പേം ആണ്. സ്പെർമിയോജനസിസ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പേം ഫ്രം സ്പെർമറ്റോഗോണിയ എന്നാണ്. സ്പെർമിയോജനസിസ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പേം ഫ്രം സ്പെർമറ്റോഗോണിയ അല്ല, അത് സ്പെർമറ്റോജനസിസ് ആണ്. സ്പെർമിയോജനസിസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ് ഇൻടു സ്പേം ആണ്. അപ്പോൾ ഈ ഒരു 2 സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അപ്പോൾ നമുക്ക് നോക്കുക ഓപ്ഷനിൽ ഏതാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഇൻകറക്റ്റ്. യെസ്, ഓപ്ഷൻ 2 ആണ് ഇതിന്റെ റോങ് ആൻസർ. ക്ലിയർ? നമ്മുടെ ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വന്ന ചോദ്യമാണത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. Which of the following is present between adjacent bonds of vertebral column? ചാപ്റ്റർ locomotion and movement. എനിക്ക് തോന്നുന്നു പേജ് നമ്പർ 312 പേജിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. Which of the following is present between the adjacent bonds of vertebral column? ഓക്കെ, നമുക്ക് 3 തരത്തിലുള്ള ജോയിന്റ്സുകളാണ് പഠിക്കാനുള്ളത്. 1 ഫൈബ്രസ് ജോയിന്റ് സ്കള്ളിൽ, 2 കാർട്ടിലേജനസ് ജോയിന്റ്, 3 സൈനോവിയൽ ജോയിന്റ് ആണ്. അതിൽ കാർട്ടിലേജനസ് ജോയിന്റ് ആണ് ഈ വെർട്ടിബിൾ കോളത്തിന്റെ ഇടയിൽ കാണാൻ പറ്റുക. അത് ഏതാ നോക്കി. ഇപ്പോൾ വെർട്ടിബിൾ കോളത്തിന്റെ ഇടയിൽ വരുന്നത് ഇന്റർകലേറ്റഡ് ഡിസ്ക് അല്ല, അത് നമ്മുടെ കാർഡിയാക് ടിഷ്യൂയിലാണ്. ഇപ്പോൾ ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് കാർട്ടിലേജ് ഇസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ, +1. ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്നുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സീ the question number 168. In which of the following animals digestive tract has additional chamber like crop and gizzard? Chapter Animal Kingdom. എനിക്ക് തോന്നുന്നു പേജ് നമ്പർ 57. അതിൽ നോക്കിയാൽ മതി. അതിൽ in which of the following animal digestive tract has additional chamber like crop and gizzard? ക്രോപ്പും ഗിസാർഡും ഉള്ളത് നമുക്കറിയാം. അഡീഷണൽ ചാമ്പർ ആയിട്ട് പറയുന്നത് നമ്മുടെ ബേർഡ്സിലാണ്, ഏവ്സിൽ. അതിന് കോർവസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ക്രോ തന്നെയാണ്. കൊളംബ പീജൻ ആണ്, പക്ഷെ കെമലിയോൺ റെപ്റ്റൈൽ ആണ്, തെറ്റാണ്. ബഫോ, ബലേനോറ്ററ, ബംഗാരസ്, കട്ല,
കൊളംബ, ക്രൊക്കോഡിലസ്, ഇതിലൊക്കെ ഈ പറയുന്നതിലൊക്കെ നോക്കിയാൽ ബഫോ എന്ന് പറഞ്ഞ ടോഡാണ്, തവളയാണ് ഇത്. ഓക്കെ, അതിപ്പോൾ ഈ ഒരു കാറ്റഗറി നോക്കണ്ട. കട്ട്ല ഫിഷാണ്, അത് നോക്കണ്ട. അടുത്ത് നോക്കുക പാവോ, സിറ്റാക്കുല, പാരറ്റ്. സോറി, പാവോ പീകോക്ക്, സിറ്റാക്കുല പാരറ്റ്, കോർവസ് ക്രോ. ഇത് മൂന്നും ബേർഡ്സിന്റെ ഇനത്തിൽ വന്നാണ്. അപ്പൊ നമുക്ക് അറിയാം ബേർഡ്സിനാണ് അഡീഷണൽ ആയിട്ട് ക്രോപ്പും ഗിസാർഡും ഉള്ളത്. സോ ദ ആൻസർ ഈസ് ഫോർത്ത് വൺ. അപ്പൊ അനിമൽ കിങ്ഡത്തിലെ ഒരു ചോദ്യമാണിത്. അടുത്ത് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ 169. ഐഡന്റിഫൈ ദ asexual reproductive structure associated with the penicillium. asexual reproductive structure associated with the penicillium. ഇത് ബോട്ടണിയാണ്. ബോട്ടണിയിലെ ചോദ്യമാണ്. കൊണീഡിയ. ഓക്കെ, എനിക്ക് തോന്നുന്നു ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ +1. കൊണീഡിയ ആണ് റൈറ്റ് ആൻസർ. അടുത്തതിലേക്ക് വരാം. Given below are two statements. Statement 1, fatty acid and glycerol cannot be absorbed into the blood. Fatty acid and glycerol cannot be absorbed into the blood. Right ആണല്ലോ. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഡയറക്റ്റ് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. ആർക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുക? ലിംഫ്, ലാക്റ്റിയലിനാണ് അത് അബ്സോർബ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ നോക്കുക, സ്പെഷ്യലൈസ്ഡ് ലിംഫാറ്റിക് കാപ്പിലറീസ്. ഇവിടെ പ്രശ്നമുണ്ട്. ഈ ഒരു ചെറിയ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. കാപ്പിലറി എന്ന് തന്നു എന്നുള്ളതാണ്. ശരിക്കും കാപ്പിലറി അല്ലല്ലോ, നമുക്കറിയാം ലിംഫാറ്റിക് വെസൽസ് കോൾഡ് ലാക്റ്റിയലാണ്. അപ്പോൾ ഈ കാപ്പിലറി എന്നുള്ളത് തെറ്റാണ്. ഇത് ചെറിയൊരു പ്രോബ്ലം മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 റോങ് ആണ്. നോക്കാം, സ്റ്റേറ്റ്മെന്റ് 1 is correct, but statement 1 is correct, but statement 2 is incorrect എന്ന് പറയും. Statement 1 is correct, but statement 2 is incorrect എന്ന് പറയും. ഇതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഇനി ഞാൻ അടുത്തതിലേക്ക് വരുന്നു. ഇൻ സിറ്റു കൺസർവേഷൻ റെഫേഴ്സ് ടു. ഇൻ സിറ്റു കൺസർവേഷൻ നമുക്ക് ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള, അതായത് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ +2 ബയോളജിയിൽ വരുന്ന കാര്യമാണിത്. ഓക്കെ, +2 ബയോളജിയിൽ വരുന്നതാണ് ഈ ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും. നോക്കുക, ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുമ്പോൾ ഓൺ സൈറ്റ് കൺസർവേഷൻ ആണ്, എക്സിറ്റു ഓഫ് സൈറ്റ് കൺസർവേഷൻ ആണ്. അപ്പൊ അതിൽ പ്രൊട്ടക്ട് ആൻഡ് കൺസർവ് ദ ഹോൾ എക്കോസിസ്റ്റം, ആ ഒരു പാരഗ്രാഫ് തുടങ്ങുന്നതിന് ഈ വരില്ല. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനിൽ നമുക്ക് ബയോഡൈവേഴ്സിറ്റിയുടെ കൺസർവേഷനിൽ ഇൻസിറ്റു എക്സിറ്റു പറയുമ്പോൾ ഇൻസിറ്റു കൺസർവേഷൻ തുടങ്ങുന്നതിന് ഈ പാരഗ്രാഫിലാണ് പ്രൊട്ടക്ട് ആൻഡ് കൺസർവ് ദ ഹോൾ എക്കോസിസ്റ്റം വൈ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ ഇതാണ് റൈറ്റ് ആൻസർ. വേറെ ഒന്നിലേക്കും നോക്കേണ്ടതില്ല, അത് ഫസ്റ്റ് ആൻസർ തന്നെയാണ് കറക്റ്റ്. നോക്കുക, ഓക്കെ, ഹൈ എൻഡമിക് റിസ്ക് സ്പീഷീസ് ഒന്നും അല്ലാതൊക്കെ എക്സിറ്റു കൺസർവേഷൻ സ്ട്രാറ്റജിയാണ്. അടുത്തതിലേക്ക് വരാം. ഇൻ ക്വസ്റ്റ്യൻ നമ്പർ 172 ബോട്ടണിയാണ്. ഇഫ് 8 ഡ്രോസോഫില നമുക്കറിയാം ഫ്രൂട്ട് ഫ്ലൈ, നമ്മൾ ജെനറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട് ഈ ഡ്രോസോഫിലയെ കുറിച്ച്. ഇൻ എ ലാബോറട്ടറി പോപ്പുലേഷൻ ഓഫ് 80 ഡൈഡ് ഡ്യൂറിംഗ് എ വീക്ക്. The death rate in the population is dash individual per Drosophila per week. ഇത് എനിക്ക് തോന്നുന്നു പോപ്പുലേഷൻ എന്നുള്ള ഒരു ടോപ്പിക്കിൽ നമുക്കറിയാം +2 ബയോളജിയിലെ ബോട്ടണി പാർട്ടിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ 0.1 ആണ്. ഇതിൻ്റെ ആൻസർ 0.1. ഓക്കെ, ദ ആൻസർ ഹിയർ ഇറ്റ് ഈസ് 0.1. അടുത്തതിലേക്ക് വരാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് 172. Let us see 172. Yes, 172 we had completed. 173. Let us see. 173ാമത്തെ ചോദ്യം. Which of the following is not a connective tissue? Which of the following is not a connective tissue? പേജ് നമ്പർ 103. അതിൽ നോക്കിയാൽ മതി നമുക്ക്. Which of the following is not a connective tissue? Blood, adipose tissue, cartilage, neuroglia. നമ്മുടെ ചാപ്റ്റർ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ അനിമൽസ് +1. ബ്ലഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അഡിപ്പോസ് ടിഷ്യൂ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്നതാണ്. കാർട്ടിലേജ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്നതാണ്. ന്യൂറോഗ്ലിയ അങ്ങനെയല്ല. സോ ദ ആൻസർ ഹിയർ ഇറ്റ് ഈസ് ന്യൂറോഗ്ലിയ നെർവസ് ടിഷ്യൂവിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ന്യൂറൽ ടിഷ്യൂവിൽ വരുന്നതാണ്. സോ അത് കണക്റ്റീവ് ടിഷ്യൂ അല്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ 4th one ആണ്. അടുത്തതിലേക്ക് വരാം. Given below are two statements. Okay, that is statement 1, restriction endonuclease recognize specific sequence to cut DNA known as palindromic nucleotide sequence. Restriction endonuclease cut the DNA strand a little away from the center of palindromic site. നമ്മുടെ ബയോടെക്നോളജി ബോട്ടണി ഇതിൽ both statement 1 and statement 2 are correct എന്നാണ് ഇതിൻ്റെ ആൻസർ. രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നോക്കിക്കോളൂ. 175 ഈ ചാപ്റ്റർ എവല്യൂഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എവല്യൂഷൻ നമ്മൾ
+2 ബയോളജി പഠിക്കുമ്പോൾ 3 ചാപ്റ്ററിന് പ്രാധാന്യം കൊടുക്കാറുള്ളത്. അതിലൊന്ന് ജെനറ്റിക്സ് 1, ജെനറ്റിക്സ് 2, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്, മോളിക്കുലർ ബേസിസ്, എവല്യൂഷൻ. അതിൽ എവല്യൂഷൻ ഒരു ചോദ്യമാണ്. നാച്ചുറൽ സെലക്ഷൻ വേർ മോർ ഇൻഡിവിജ്വൽസ് അക്വയർ സ്പെസിഫിക് ക്യാരക്ടർ വാല്യൂ ആണ്. ഓക്കെ, അതർ ദാൻ മീൻ ക്യാരക്ടർ വാല്യൂ. അതർ ദാൻ മീൻ ക്യാരക്ടർ വാല്യൂ എന്ന് പറയുമ്പോൾ എല്ലാവരും ഡയറക്ഷൻ സെലക്ഷൻ ആയിരിക്കും. പക്ഷേ ഇവിടെ പറയുന്നുണ്ട് ഇൻഡിവിജ്വൽസ് അക്വയർ സ്പെസിഫിക് ക്യാരക്ടർ വാല്യൂ അതർ ദാൻ മീൻ ക്യാരക്ടർ വാല്യൂ. ഇറ്റ് ഈസ് ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. ഡിസ്റപ്റ്റീവ് സെലക്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ ഹിയർ. അടുത്തതിലേക്ക് വരാം. Nitrogenous waste is excreted in the form of pellet or paste. Chapter excretory products and their elimination, page number 290. അതിൽ നോക്കുക. അതിൽ ഫസ്റ്റ് നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫിൽ കൊടുക്കുന്നുണ്ട് നൈട്രോജിനസ് വേസ്റ്റ് ഇസ് എക്സ്ക്രീറ്റഡ് ഇൻ ദ ഫോം ഓഫ് പെല്ലറ്റ് ഓർ പേസ്റ്റ്. ഓർണിത്തോറൈംഗസ്, സലമാൻഡ്ര, ഹിപ്പോക്യാമ്പസ്, പാവോ. നമുക്ക് പഠിക്കും, ഞാൻ പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട് നമുക്ക് ആകെ 9 എക്സാമ്പിൾ പഠിച്ചാൽ മതി. ആ 9 എക്സാമ്പിൾ മാത്രമേ വരാറുള്ളൂ. അതിൽ നമുക്കിവിടെ പറയുന്നുണ്ട് ഓർണിത്തോറൈംഗസ് അല്ല, പ്ലാറ്റിപ്പസ് അത്, സലമാൻഡ്ര അതുമല്ല, ഹിപ്പോക്യാമ്പസ് അതുമല്ല, ഓക്കെ അത് സീഹോഴ്സ് അതുമല്ല, പാവോ പീകോക്ക്. ഇവിടെ ആൻസർ പീകോക്ക് ആണ്. എന്തുകൊണ്ടായിരിക്കും പീകോക്ക്? കാരണം ബേർഡ്സ്, ഓക്കെ ബേർഡ്സ്, റെപ്റ്റൈൽസ്, ഇൻസെക്ട്സ്, ഇത് 3 പെല്ലറ്റുകളുടെ രൂപത്തിൽ അല്ലെങ്കിൽ യൂറിക് ആസിഡ് എലിമിനേറ്റ് ചെയ്യുന്ന ഓർഗാനിസം. സോ ദ ആൻസർ ഈസ് പാവോ പീകോക്ക്. ഓക്കെ, ഇത് അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററും പഠിച്ചാൽ മാത്രമേ ഇത് എഴുതാൻ പറ്റൂ. കാരണം പാവോയുടെ സയന്റിഫിക് നെയിം, ഇത് പാവോ എന്നുള്ള സയന്റിഫിക് നെയിമാണ്. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സി ക്വസ്റ്റ്യൻ നമ്പർ 177. ഇതും നമ്മുടെ ചാപ്റ്റർ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്. വൺ ഈസ് ലേബിൾഡ് ആസ് അസോസിയേഷൻ ആൻഡ് ദ അതർ ഈസ് ലേബിൾഡ് ആസ് റീസൺ ആർ. ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക. Osteoporosis is characterized by decreased bone mass, increased chance of fracture. കറക്റ്റ് ആണ്. എല്ലിന്റെ തേയ്മാനം അത് എന്തുകൊണ്ടാണ്? ഏജ് റിലേറ്റഡ് ഡിസോർഡർ ആണ്, ഡിക്രീസ്ഡ് ബോൺ മാസ് ആണ്, ഇൻക്രീസ്ഡ് ചാൻസ് ഓഫ് ഫ്രാക്ചർ ആണ്, ഡിക്രീസ്ഡ് ഈസ്ട്രജൻ ലെവലാണ്. പക്ഷെ ഇവിടെ നോക്കുക, ഓസ്റ്റിയോപോറോസിസ് ഈസ് കോസ്ഡ് ബൈ characterized by decreased bone mass and increased chance of fracture. അസർഷൻ കറക്റ്റ് ആണ്. അടുത്ത നോക്കുക. കോമൺ കോസ് ഓഫ് ഓസ്റ്റിയോപോറോസിസ് ഈസ് ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ഈസ്ട്രജൻ. അല്ല, ഈസ്ട്രജൻ ലെവൽ കുറയുമ്പോഴാണ് ഈ ഓസ്റ്റിയോപോറോസിസിന് കാരണം ഇത് ഏജ് റിലേറ്റ് ആകുമ്പോൾ ഒരു 55 വയസ്സൊക്കെ ആകുമ്പോൾ പെൺകുട്ടികളിൽ മെനോപോസ് സംഭവിക്കുമ്പോൾ ഈ സ്ത്രീകളിൽ മെനോപോസ് സംഭവിക്കും 55 വയസ്സ് കഴിഞ്ഞാൽ. അപ്പോൾ ആ സമയത്ത് ഈസ്ട്രജൻ അളവ് കുറയും. അപ്പോഴാണ് ഓസ്റ്റിയോപോറോസിസ് എല്ലിന് തേയ്മാനം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ assertion A is right but reason R is false. Option A is correct but reason is incorrect, not correct. Okay, ഇതാണ് തേർഡ് വൺ ആണ് ഇവിടുത്തെ ആൻസർ. അടുത്തതിലേക്ക് വരാം. അണ്ടർ നോർമൽ ഫിസിയോളജിക്കൽ കണ്ടീഷൻ ഇൻ ഹ്യൂമൻ ബീയിങ് എവറി 100 ml ഓഫ് ഓക്സിജൻ ബ്ലഡ് ക്യാൻ ഡെലിവർ -ml ഓഫ് ഓക്സിജൻ ടു ടിഷ്യൂസ്. ഈ ഒരു ചോദ്യം ചാപ്റ്റർ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് +1 ഹ്യൂമൻ ഫിസിയോളജിയിൽ നിന്നാണ്. നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഈ പറയുന്ന 100 ml ഓക്സിജൻ ബ്ലഡിൽ എത്ര ml ആണ് ടിഷ്യൂലേക്ക് കൊടുക്കുന്നത്? 5 ml ഓക്സിജൻ ആണ് ടിഷ്യൂലേക്ക് കൊടുക്കുക. 5 ml ഓക്സിജൻ ആണ് ടിഷ്യൂയിലേക്ക് കൊടുക്കുന്നത്. 5 ml. കാരണം ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് 4 ml ആണ് നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നത്. അതായത് 4 ml ആണ് നമ്മുടെ ദറ്റ് ഈസ് ഇൻ ആൽവിയോളയിലേക്ക് കൊടുക്കുന്നത്. ഇവിടെ ടിഷ്യൂയിലേക്ക് കൊടുക്കുന്നത് 5 ml ആണ്. ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയതുകൊണ്ടാണ്. സോ നെക്സ്റ്റ് വൺ, a dehydration reaction linked to glucose molecule. 2 glucose molecule C6H12O6, okay, to produce maltose. Okay, 2 maltose, 2 glucose molecule ചേർന്ന് maltose ഉണ്ടാകുന്നു. If the formula for glucose is C6H12O6, then what is the formula for maltose? നമുക്കറിയാം 2 ഗ്ലൂക്കോസ് മോളിക്യൂളുകൾ തമ്മിൽ ജോയിന്റ് ചെയ്യുന്ന ഗ്ലൈക്കോസൈഡിക് ബോണ്ട് കൊണ്ടാണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഏതായിരിക്കും? കാരണം ഇവിടെ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂൾ പോകും, H2O പോകും. അപ്പൊ നമുക്ക് ശരിക്കും കിട്ടുന്ന ആൻസർ C12H24O12 ആണ്. അതിൽ നിന്ന് നമ്മൾ വാട്ടർ മോളിക്യൂൾ കുറയ്ക്കുമ്പോൾ നമുക്ക് H2 കുറയില്ലേ? അപ്പൊ C12H22O11 വരുള്ളൂ. ഓപ്ഷൻ 3 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. C12H22O11. ക്ലിയർ? അടുത്തിലേക്ക് വരാം. If the length of a DNA molecule is 1.1 meter, which will be the approximate number of base pair? നമുക്കറിയാം DNA ഒരു ഹ്യൂമൻ ബീയിങ്ങിൽ ഡിപ്ലോയിഡ് സെല്ലിന്റെ നീളം എന്ന് പറയുന്നത് 2.2 മീറ്റർ. അതിന്റെ പകുതി ഇവിടെ തന്നിട്ടുണ്ട്.
ഇത് ചാപ്റ്റർ മോളിക്കുലർ ബേസിസ്, അതിൽ 1.1 മീറ്റർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 1.1 മീറ്റർ ആകുമ്പോൾ നമുക്ക് ശരിക്ക് 2.2 മീറ്റർ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 6.6 into 10⁻⁹ ആണ്. അതിന്റെ പകുതി വരുമ്പോൾ എന്ത് വരും? 3.3 into 10⁻⁹ base pair. So the answer here it is 1. Answer here it is 1 is the right answer. ഓക്കെ, കാരണം പകുതിയാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ഓർക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. Question number 181. Select the incorrect statement with reference to mitosis. Botany. Botany cell cycle and cell division. All the chromosome lie at the equator at the metaphase. Okay, spindle fiber attached to centromere of chromosome. Chromosome decondense at telophase. Splitting of centromere occur at metaphase. ഇതില് answer spindle fiber attached to centromere. Spindle fiber attached to centromere of chromosome എന്നുള്ളതാണ്. Okay, so the answer here it is second one. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അത് ബോട്ടണി ചോദ്യമാണ്. നമുക്കൊരു അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 82. അനിമൽ കിങ്ഡം എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. നോക്കാം. ഈ ചോദ്യം ഇങ്ങനെയാണ്. Given below are two statements. One is labeled as assertion and other is called as reason. Assertion. All vertebrates are chordate but all chordates are not vertebrates. അത് കറക്റ്റ് ആണ്. കാരണം എല്ലാ വെർട്ടിബ്രേറ്റും കോർഡേറ്റ് ആണ്, എല്ലാ കോർഡേറ്റും വെർട്ടിബ്രേറ്റ് അല്ല. ഇത് പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് എല്ലാ കാക്കകളും പക്ഷികളാണ്, പക്ഷെ എല്ലാ പക്ഷികളും കാക്കകളല്ല എന്ന് പറയുന്ന പോലെയാ ഇവിടെ. ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോർഡേറ്റ് ബട്ട് ഓൾ കോർഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്. അപ്പോൾ ഇതില് നമുക്കറിയാം കോർഡേറ്റയിൽ തന്നെ 3 കാറ്റഗറി ഉണ്ട്. യൂറോ കോർഡേറ്റ, സെഫാലോ കോർഡേറ്റ, വെർട്ടിബ്രേറ്റ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഒന്നാമത്. രണ്ടാമത് നോക്കുക. നോട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ വെർട്ടിബിൾ കോളം ഇൻ ദ അഡൽറ്റ് വെർട്ടിബ്രേറ്റ്സ്. അഡൽറ്റ് വെർട്ടിബ്രേറ്റില് നോട്ടോകോഡ് റീപ്ലേസ് ചെയ്തിട്ട് വെർട്ടിബ്രേറ്റ് കോളമായിട്ട് മാറും നമ്മളൊക്കെ പോലെ. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ നോക്കിയേ, എ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അസേർഷൻ കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. ഇനി റീസൺ എന്ന് പറയുന്ന അസേർഷന്റെ എക്സ്പ്ലനേഷനുമാണ്. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ബട്ട് ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. Okay, question number 183, that is in botany. Okay, botanyയുടെ ചോദ്യമാണ്. Meiosis, chapter cell cycle and cell division. Regarding meiosis, which of the statement is incorrect? There are 2 stages in meiosis, meiosis 1 and meiosis 2. DNA replication occur in A space of meiosis 2. Pairing of homologous chromosome and recombination occur in meiosis 1. 4 haploid cells are formed at the end of meiosis 2. ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വൺ ആണ്. നോക്കുക, സെക്കൻഡ് വൺ ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. ബോട്ടണി ചോദ്യമാണ്. അടുത്ത് ഇതും ബോട്ടണി ചോദ്യമാണ്. 184 എനിക്ക് തോന്നുന്നു ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷനിൽ വരുന്ന ചോദ്യമാണ്. ഇൻ ജീൻ തെറാപ്പി ഓഫ് ADA deficiency the patient require periodic infusion of genetically engineered lymphocyte because. Okay, അതിന്റെ ആൻസർ retroviral vector is introduced into this lymphocyte. Gene isolated from marrow cell producing ADA is introduced in a cell at embryonic stage. Lymphocytes from the patient's blood are grown in culture outside the body. Genetically engineered lymphocytes are not immortal cells. ഇവിടെ ആൻസർ വരുന്നത് ഫോർത്ത് വൺ ആണ്. ഫോർത്ത് വൺ ആണ് ആൻസർ. ഓക്കെ, അടുത്ത് നോക്കാം. Question number 185. Detritivores break down detritus into small particle. This process is called fragmentation. ഇതിന് പറയുന്ന പേര് ഫ്രാഗ്മെന്റേഷൻ എന്നാണ് പറയാം. Okay, this one is fragmentation. ബോട്ടണിയിൽ വരുന്ന ചോദ്യമാണത്. അടുത്തത് നോക്കാം. നമുക്കിനി ഓപ്ഷണൽ ക്വസ്റ്റ്യൻസുകളാണ്. മാച്ച് ലിസ്റ്റ് വിത്ത് 1 with match list 1 with list 2 with respect to methods of contraception and their respective actions. Diaphragm, ഇത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. ഡയഫ്രം എന്ന് പറയുന്നത്, ഡയഫ്രത്തിന്റെ പ്രത്യേകത നമുക്കറിയാം, ബാരിയർ മെത്തേഡാണ്. അപ്പോൾ ഡയഫ്രം ഇവിടെ നോക്കുക, ദേ കവർ ദ സെർവിക്സ് ബ്ലോക്കിംഗ് ദ എൻട്രി ഓഫ് സ്പെർം. അങ്ങനെ വരുമ്പോൾ എ എന്ന് പറയുന്നത് ഫോർത്ത് ഓപ്ഷനാണ്. അങ്ങനെ എ ഫോർത്ത് വരുന്നത് ഒന്നാമത്തെ ഓപ്ഷനുണ്ട്, രണ്ടാമത്തെ ഓപ്ഷനുണ്ട്. രണ്ടാമത്തെ കൺട്രാസെപ്റ്റീവ് പിൽസ്,
കൺട്രാസെപ്റ്റീവ് പിൽസിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ദ ഓൾട്ടർ ഓർ ഇൻഹിബിറ്റ് ഓവുലേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ ആൻഡ് ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് സെർവിക്കൽ മ്യൂക്കസ് ടു പ്രിവെന്റ് ദ എൻട്രി ഓഫ് സ്പേം ആണ്. അപ്പൊ അതിന് വരുന്ന കൺട്രാസെപ്റ്റീവ് പിൽസിന്റെ ഓപ്ഷൻ ഇതാണ്. ഫസ്റ്റ് വൺ ആണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. അതിന് ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്താണ്? ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേം ആണ്. അപ്പൊ നമുക്ക് നോക്കാം B1 വരുന്ന ഓപ്ഷൻ രണ്ടാമത്താണ്. ഓക്കെ, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് അടുത്ത് കൊടുക്കുന്നതിന് ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേം, then lactation amenorrhea, absence of menstrual cycle and ovulation following parturition. So the answer here it is second option. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. Question number 187. Which of the following statement is not true? തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തത്? ഒന്നാമത്തെ വന്നിരിക്കുന്നത് നോക്കിയ മക്കള്, അനലോഗസ് സ്ട്രക്ചർ ആർ എ റിസൾട്ട് ഓഫ് കൺവെർജന്റ് എവല്യൂഷൻ. ഞാൻ പഠിപ്പിക്കുമ്പോൾ മക്കളോട് പറയാറുണ്ട് AC എന്നും HD എന്നും ഓർക്കണം പറയാറുണ്ട്. AC എന്ന് പറഞ്ഞാൽ അനലോജി കൺവെർജന്റ് എവല്യൂഷൻ ആണ്, ഹോമോലോജി ഡൈവർജന്റ് എവല്യൂഷൻ ആണ്. അപ്പൊ ഇവിടെ AC തന്നിട്ടുണ്ട്. അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് പൊട്ടറ്റോ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അനലോജി. രണ്ടിനെയും നമുക്ക് പറയാൻ പറ്റും ഫങ്ഷൻസ് സെയിം ആണ്. ഇന്റേണൽ സ്ട്രക്ചേഴ്സ്, അനലോജി എന്ന് പറയുമ്പോൾ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ഡിഫറൻറ്റും പുറമേ കാണിക്കുന്ന ഫങ്ഷൻസ് സെയിം ആണ്. അതാണ് സ്വീറ്റ് പൊട്ടറ്റോ ഒന്ന് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്, മറ്റൊന്ന് റൂട്ട് മോഡിഫിക്കേഷൻ ആണ്. ഹോമോലോജി ഇൻഡിക്കേറ്റ് കോമൺ ആൻസസ്ട്രി. അതെ, ഹോമോലോജി കോമൺ ആൻസസ്ട്രി ആണ്, അതും കറക്റ്റ് ആണ്. നാലാമത്തേത് വരാം, ഫ്ലിപ്പർ ഓഫ് പെൻഗ്വിൻ ആൻഡ് ഡോൾഫിൻ ആർ എ പെയർ ഓഫ് ഹോമോലോഗസ് ഓർഗൻസ്. അത് തെറ്റാണ്. കാരണം ഹോമോലോഗസ് ഓർഗൻ എന്ന് പറയുമ്പോൾ ഇന്റേണൽ സ്ട്രക്ചർ സെയിം ആകാൻ പാടുള്ളൂ. അതായത് ഹ്യൂമറസ്, അൾന, റേഡിയസ്, കാർപ്പൽ, മെറ്റാകാർപ്പൽ, ഫലാഞ്ചസ്, ഈ കാര്യങ്ങളുടെ സിമിലാരിറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ ഇവിടെ പെൻഗ്വിനും ഡോൾഫിനൊക്കെ തുഴ എന്തിനാണ് പുറമെ ഒരേപോലെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് സെയിം അല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് പുറമേയുള്ള ഫംഗ്ഷൻസ് ആണ്. അപ്പൊ പുറമേയുള്ള ഫംഗ്ഷൻസ് സെയിം ആണെങ്കിൽ അത് അനലോജി അല്ലേ വരേണ്ടത്. അപ്പൊ ഇതാണ് തെറ്റായിട്ടുള്ള ആൻസർ. സോ ഓപ്ഷൻ 4 ഈസ് ദ റോങ് ആൻസർ ഹിയർ. വീണ്ടും നമ്മുടെ എവല്യൂഷനുള്ള ചോദ്യമാണ് ഇത് കേട്ടോ. അടുത്തതിലേക്ക് വരാം. Select the incorrect statement with respect to acquired immunity. Immunity that is acquired during one's lifetime. അതാണ് acquired immunity, human health and disease. നമ്മുടെ ലൈഫ് ടൈമിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇമ്മ്യൂണിറ്റിക്കാണ് നമ്മൾ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. അപ്പോൾ അതിൽ നോക്കിയേ, ഓപ്ഷൻ ഫസ്റ്റ് വൺ, പ്രൈമറി റെസ്പോൺസ് ഇസ് പ്രൊഡ്യൂസ്ഡ് വെൻ അവർ ബോഡി എൻകൗണ്ടർ പാത്തജൻ ഫോർ ദ ഫസ്റ്റ് ടൈം. അതെ, ഞാൻ പറയാറുണ്ട്, ഒരു കുട്ടി ആദ്യമായിട്ട് മണ്ണിൽ കളിക്കുമ്പോൾ കുട്ടിക്ക് ആ മണ്ണുമായിട്ട് ആദ്യമായിട്ട് ഇടപഴകുമ്പോൾ കുട്ടിയുടെ ബോഡിയിൽ ഒക്കെ മൈക്രോ ഓർഗാനിസം എൻട്രി ചെയ്യാം. അപ്പോൾ അത് ഫസ്റ്റ് ടൈം എൻട്രി ചെയ്യുമ്പോൾ ആ പ്രശ്നം എന്താണ്, ബോഡി ചിലപ്പോൾ പനിച്ചേക്കാം. വീണ്ടും അടുത്ത് പറയുന്നുണ്ട്, അനംനെസ്റ്റിക് റെസ്പോൺസ് ഈസ് എലിസിറ്റഡ് ഓൺ സബ്സീക്വന്റ് എൻകൗണ്ടർ വിത്ത് സെയിം പാത്തജൻ. ആ പനിയൊക്കെ മാറി രണ്ടാമത് കുട്ടി അതേ ഒരു പ്ലേസിൽ കളിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അന്ന് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വരാതിരിക്കാം. കാരണം എന്താ, മുൻപേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആന്റിബോഡിയാണ്. അപ്പോൾ ഇത് രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ഇൻകറക്റ്റ് ആയിട്ടുള്ള കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അനംനെസ്റ്റിക് റെസ്പോൺസ് ഈസ് ഡ്യൂ ടു മെമ്മറി ഓഫ് ഫസ്റ്റ് എൻകൗണ്ടർ. അത് അനംനെസ്റ്റിക് റെസ്പോൺസ് ആദ്യത്തെ മെമ്മറിയുടെ അടിസ്ഥാനത്തിലാണ്. ഇനി അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഇസ് എ നോൺ സ്പെസിഫിക്. അവിടെ പ്രശ്നമാണ്. അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു മൈക്രോബ് ബോഡിയിലേക്ക് വരുമ്പോഴാണ് ഈ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് സ്പെസിഫിക് ആണ്, നോൺ സ്പെസിഫിക് അല്ല. നോൺ സ്പെസിഫിക് ആയിട്ടുള്ളത് ഏത് ഇമ്മ്യൂണിറ്റിയാണ്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആണ്. സോ ദ ആൻസർ ഹിയർ ഇറ്റ് ഈസ് 4. ഓക്കെ, ഇതാണ് ഇവിടുത്തെ റോങ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്തതിലേക്ക് വരാം. നോക്കുക, the recombination frequency between gene A and C is 5%, B and C is 15%, B and D is 9%, A and B is 20%, C and D is 24%, and A and D is 29. ഇവിടെ നമ്മൾ പറയുന്ന recombination frequency is directly proportional to, okay, that is chromosomal, or we can tell that ക്രോമോസോമിന്റെ ഈ ഫ്രീക്വൻസിയുമായിട്ട് ഇത് രണ്ടും ഡയറക്ഷൻ പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ജീനുകളുടെ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ A and C ആണ് ഏറ്റവും കുറവ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കിയാൽ മതി, ACBD. ഇറ്റ് ഈസ് എ റൈറ്റ് ആൻസർ ഹിയർ. ഓക്കെ, ലെറ്റ് us see the next one. അടുത്ത ചോദ്യം നോക്കുക. ഇത് നമ്മുടെ ചാപ്റ്റർ ബയോമോളിക്യൂൾ എന്നുള്ള ചാപ്റ്ററിൽ വരുന്ന ഒരു ഭാഗമാണിത്. പേജ് നമ്പർ 145. നമുക്ക് അവിടെ നോക്കിയാൽ മതി. അതിൽ ഇവിടെ പറയുന്നത് മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ബയോളജിക്കൽ മോളിക്യൂളും ബയോളജിക്കൽ ഫങ്ഷൻസും പറയുന്നുണ്ട്. ശ്രദ്ധിക്കാം. ആദ്യം ഞാൻ പറയുന്നു ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് സ്റ്റോറേജ് പ്രൊഡക്റ്റ് ആണ്. കാരണം നമുക്ക് പഠിക്കാനുള്ളതിൽ പോളിസാക്കറൈഡ് രണ്ട് രീതിയിൽ പഠിക്കാനുണ്ട്. ഒന്ന് സ്റ്റോറേജ് പോളിസാക്കറൈഡ് ഉണ്ട്, സ്ട്രക്ചറൽ പോളിസാക്കറൈഡ് ഉണ്ട്. സ്റ്റോറേജ് പോളിസാക്കറൈഡിലാണ് ഗ്ലൈക്കോജൻ, സ്റ്റാർച്ച്,
ഈ വക കാര്യങ്ങളൊക്കെ പറയുന്നുള്ളത് ഇനുലിൻ അടക്കം. അപ്പോൾ ഗ്ലൈക്കോജൻ സ്റ്റോറേജ് പ്രോഡക്റ്റ് A4 വരുന്നത് ഓപ്ഷൻ 2-ലുണ്ട്, 4-ലുണ്ട്. രണ്ടാമത് ഗ്ലോബുലിൻ, ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞാൽ ആന്റിബോഡി അല്ലേ. B3 വരുന്നത് ഇതിലാ നോക്കിയാൽ മതി. B3 വരുന്നത് ഓപ്ഷൻ 4th വൺ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. നോക്കുക, C1 സ്റ്റിറോയിഡ്സ് ഹോർമോൺ ആണ്, ത്രോംബിൻ ബയോ കാറ്റലിസ്റ്റ് ആണ്. സോ ദ ആൻസർ ഹിയർ ഇറ്റ് ഈസ് 4th വൺ. ഇനി അടുത്തതിലേക്ക് നോക്കാം. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സിനാപ്സിസ്, ചാപ്റ്റർ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. കഴിഞ്ഞ വർഷം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇല്ല, പക്ഷേ ഈ വർഷം ചോദ്യം വന്നിട്ടുണ്ട്. ദ മെംബ്രെയിൻസ് ഓഫ് പ്രീ സിനാപ്റ്റിക് ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ ആർ ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി ഇൻ ഇലക്ട്രിക്കൽ സിനാപ്സ്. ഇൻകറക്റ്റ് ആയിട്ടുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടെത്തുക. ഇവിടെ the membranes of presynaptic and postsynaptic neurons are in close proximity in electrical synapse. അതെ, പ്രീസിനാപ്റ്റിക് ന്യൂറോണും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണും അടുത്തടുത്തായിരിക്കും ഇലക്ട്രിക്കൽ സിനാപ്സിൽ. ഇലക്ട്രിക്കൽ കറന്റ് ക്യാൻ ഫ്ലോ ഡയറക്ട്ലി ഫ്രം വൺ ന്യൂറോൺ ടു ദ അതർ അക്രോസ് ദ ഇലക്ട്രിക്കൽ സിനാപ്സ്. ഇലക്ട്രിക്കൽ സിനാപ്സിൽ സാധാരണ എങ്ങനെയാണോ ഒരു ന്യൂറോണിലൂടെ ഇമ്പൾസ് കടന്നു പോവുക, അതേ ലാഘവത്തോട് കൂടിയിട്ട് തന്നെയാണ് ഇലക്ട്രിക്കൽ സിനാപ്സിൽ കടന്നു പോവുക. അടുത്ത കെമിക്കൽ സിനാപ്സസ് യൂസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. കെമിക്കൽ സിനാപ്സ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് യൂസ് ചെയ്യും, അസറ്റൈൽ കൊളൈൻ. അടുത്തത് ഇമ്പൾസ് ട്രാൻസ്മിഷൻ അക്രോസ് എ കെമിക്കൽ സിനാപ്സ് ഇസ് ഓൾവേസ് ഫാസ്റ്റർ ദാൻ ദാറ്റ് അക്രോസ് എൻ ഇലക്ട്രിക്കൽ സിനാപ്സ്. ഇത് തെറ്റാണ്. കാരണം ഒരു ന്യൂറോണിലൂടെ ഇമ്പൾസ് കടന്നു പോകുന്നതായിരിക്കുമോ സ്പീഡ്, അതേപോലെ ഒരു ന്യൂറോണ് അടുത്ത ന്യൂറോണുമായി ടച്ച് ചെയ്യാതെ നിൽക്കുമ്പോൾ അതിലൂടെ കടന്നു പോകുന്നതാണോ സ്പീഡ്? ഒരു ന്യൂറോണിലൂടെ ഇമ്പൾസ് കടന്നു പോകുന്ന അതാണല്ലോ ഇലക്ട്രിക്കൽ സിനാപ്സ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. അടുത്തതിലേക്ക് വരാം. ഇത് ബോട്ടണി ചോദ്യമാണ്. വീണ്ടും ബയോടെക്നോളജി. എല്ലാ വർഷവും ബയോടെക്നോളജിയിൽ കുറേ ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ വർഷം അതേപോലെ തന്നെ ഒരു കുറേ ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. പ്രോ ഹോർമോൺ ഇൻസുലിൻ കണ്ടെയ്ൻ എക്സ്ട്രാ സ്ട്രെച്ച് ഓഫ് C പെപ്റ്റൈഡ്. A peptide and B peptide chain of insulin were produced separately in Escherichia coli, extracted and combined by creating disulfide bond between them. Insulin used for treating diabetes was extracted from cattle and pig. Okay, മറ്റൊന്ന് pro hormones insulin needs to be processed for converting into a mature and functional hormone. Some patients develop allergic reaction to foreign insulin. ഇതിൽ ഓപ്ഷൻ 1 കറക്റ്റാണ്. കാരണം നമുക്ക് ABC എന്നുള്ള പെപ്റ്റൈഡ് ഉണ്ട് പ്രോ ഹോർമോണിൽ. അപ്പോൾ A കറക്റ്റാണ്. അപ്പോൾ A വരുന്ന ഓപ്ഷൻ ആകെ ഒന്നാമത്തെ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നോക്കേണ്ടതില്ല. അപ്പോൾ ഇതാണ് റൈറ്റ് ആൻസർ. ഫസ്റ്റ് വൺ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10 Escherichia coli. നമുക്ക് ഒരു കണക്കോടെ തരുന്നുണ്ട്. 10 Escherichia coli with 15N double stranded DNA are incubated in a medium containing 14N nucleotide. After 60 minutes, how many Escherichia cells will have DNA totally free from 15N? അതായത് നമ്മുടെ ചാപ്റ്റർ ദാറ്റ് ഈസ് മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്, ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണിത്. നോക്കാം ഇതെങ്ങനെ ചെയ്യാന്നുള്ളത്. ഇതിൽ 10 Escherichia coli പറയുന്നുണ്ട്. തൽക്കാലം ഞാൻ ഒന്ന് ഇവിടെ കാണിക്കാം, നോക്കിക്കോളൂ. എന്നിട്ട് നമുക്ക് അത് ഇൻറ്റു 10 ആക്കാം. നോക്കിക്കോളൂ, ഇതാണ് സാധാരണ ഒരു Escherichia coli. ഓക്കെ, ഇത് Escherichia coliന്റെ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ് നമ്മളിവിടെ പറയുന്നത്. ഇനി 20 മിനിറ്റിൽ ഒരു കോളനി ഉണ്ടാവും, 40 മിനിറ്റിൽ മറ്റൊരു കോളനി ഉണ്ടാവും. അപ്പം ഞാനിവിടെ 20 മിനിറ്റ് ഇതൊരു കോളനി ആയിട്ട് മാറുന്നു. വീണ്ടും ഞാൻ അടുത്ത് വരയ്ക്കും. 20 മിനിറ്റിൽ നമുക്കറിയാം കോളനി ആകുമ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന സ്റ്റാൻഡ് 14N ആണ്. അപ്പോൾ ആ 14N കുറിച്ചാണ് നമ്മൾ പുതിയ സ്റ്റാൻഡിൽ ഉണ്ടാവുക. 14N ആണ്. ലെറ്റ് us see that one. ഓക്കെ, ഇതൊരു see this one. ഇതാണ് പുതിയ ഒരു സ്ട്രാൻഡ് എന്ന് കൂട്ടിക്കോളും. ഇതാണ് 14N. റെഡ് കളറിൽ ഞാൻ വരച്ചിരിക്കുന്നത് 15N ആണ്. അതേപോലെ തന്നെ ഞാൻ പറയുന്നു ഈ ഇത് 20 മിനിറ്റ്സിൽ ഒന്ന് 15N-ഉം മറ്റൊന്ന് 14N-ഉം ആണ്. വീണ്ടും ഞാൻ ഒരു 40 മിനിറ്റിൽ സംഭവിക്കുന്ന കാര്യം ഞാനിവിടെ വരയ്ക്കുന്നുണ്ട്. 40 മിനിറ്റിൽ ആ സമയത്ത് സംഭവിക്കുന്ന എന്തൊക്കെയായിരിക്കും നോക്കാം. പുതിയ സ്റ്റാൻഡ് ഒക്കെ ബ്ലാക്കിലാണ് വരയ്ക്കുക, കാരണം ഇതാണല്ലോ 14N. അങ്ങനെ വരും. വീണ്ടും ഞാൻ 60 മിനിറ്റ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. 60 മിനിറ്റിൽ വരുന്ന റിയാക്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ 60 മിനിറ്റ്സ് കേട്ടോ. 60 മിനിറ്റ്സ് ഇതാ എല്ലാ DNA-യും സെപ്പറേറ്റ് ആകുന്നു. അതിൻ്റെ മേലേക്ക് 14N വരുന്നു.
അപ്പോൾ നമുക്ക് നോക്കാം എത്ര സ്ട്രാൻഡ് ഇവിടെ 15 N ഇല്ലാത്തതുണ്ട്. ഈ റെഡ് കളർ ഒക്കെ 15 N ആണ്. 15 ഇല്ലാത്ത എത്ര സ്ട്രാൻഡ് ഉണ്ട്? 1 2 3 4 5 6 എണ്ണം ഉണ്ട്. 6 × 10 നോക്കിയാൽ മതി. എത്രയൊക്കെ ആൻസർ? ആൻസർ 60 ആണ്. 60 ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, സോ ദ ആൻസർ ഹിയർ ഇറ്റ് ഈസ് 60 ആണ് ഇതിന്റെ ആൻസർ. മനസ്സിലാക്കാം, വളരെ എളുപ്പമാണ്. കുറച്ചൊന്ന് യൂസ് ചെയ്താൽ മതി, കിട്ടും. Let us see the next one. Which one of the following statement is correct? Correct statement, chapter body fluids and circulation. The atrioventricular node generates an action potential to stimulate atrial contraction. SA node ആണ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന്റെ പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് എന്ന് പറയുന്നത്. അടുത്ത ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൾവ് ഓപ്പൺ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് പ്രഷർ എക്സർട്ടഡ് ബൈ ദ സൈമൾട്ടേനിയസ് കൺട്രാക്ഷൻ ഓഫ് ആട്രിയ. രണ്ട് ആട്രിയ കൺട്രാക്ട് ചെയ്യുമ്പോഴാണ് ട്രൈകസ്പിഡ് വാൾവും ബൈകസ്പിഡ് വാൾവും ഓപ്പൺ ആകുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ കറക്റ്റ് ആയിട്ടുള്ളത് ഇതാണ്. മറ്റു നോക്കിയേ, ബ്ലഡ് മൂവ്സ് ഫ്രീലി ഫ്രം ആട്രിയ ടു വെൻട്രിക്കിൾ ഡ്യൂറിംഗ് ജോയിന്റ് ഡയസ്റ്റോൾ. ഇല്ല, ജോയിന്റ് ഡയസ്റ്റോളിൽ ആട്രിയ മാത്രം തുറന്നു കിടക്കും, വെൻട്രിക്കിൾ അടഞ്ഞ കിടക്കാം. ഇൻക്രീസ്ഡ് വെൻട്രിക്കുലർ പ്രഷർ ക്ലോസിംഗ് ഓഫ് സെമി ലൂണാർ വാൾവ്. അല്ല, ഇവിടെ വെൻട്രിക്കിളിലെ പ്രഷർ കുറയുമ്പോഴാണ് സെമി ലൂണാർ വാൾവ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ സെക്കൻഡ് വൺ ആണ്. അടുത്തതിലേക്ക് വരാം. Which of the following is not a desirable feature of a cloning vector? Chapter biotechnology. വീണ്ടും presence of origin of replication, അതേപോലെ തന്നെ presence of a marker gene, presence of single restriction enzyme site, presence of 2 or more recognition site. ആൻസർ വരുന്നത് presence of single restriction enzyme site എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. അടുത്തതിലേക്ക് വരാം. 196. Given below are two statements. ഇതും ബോട്ടണിയാണ്. Statement 1, in a scrubber the exhaust from the thermal plant is passed through the electric wire to change the dust particles. Statement 2, particulate matter cannot be removed by scrubber but can be removed by an electrostatic precipitator. ഇവിടെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ്. ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റും സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റുമാണ് വരിക. ഓക്കെ, this is the right answer. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. Question number 197. Which of the following are not the effect of parathyroid hormone? തൈറോയ്ഡ് ഹോർമോണിന്റെ ബാക്കിലായിട്ട് പാരാതൈറോയ്ഡ് ഹോർമോൺ നമുക്കറിയാം. ആ പാരാതൈറോയ്ഡ് ഹോർമോണിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പേജ് നമ്പർ 332. അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും പാരാതൈറോയ്ഡ് ഹോർമോൺ എങ്ങനെയാണ് അതിന്റെ ഫംഗ്ഷൻ. ഇതിൽ പാരാതൈറോയ്ഡ് ഹോർമോണിന്റെ ഫംഗ്ഷൻ അല്ലാത്ത സ്റ്റിമുലേറ്റ് ദ പ്രോസസ് ഓഫ് ബോൺ റിസോപ്ഷൻ. അതെ, കാൽഷ്യം കൂട്ടണമെങ്കിൽ ബോണിൽ നിന്ന് കാൽഷ്യം വലിച്ചെടുക്കണം. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ കറക്റ്റായി. എ വരുന്നതിലാണ്, 1 ഉണ്ട് 3 ഉണ്ട് അല്ലേ. അടുത്ത് നോക്കിയാൽ ഡിക്രീസ് കാൽഷ്യം ലെവൽ ഇൻ ബ്ലഡ്. തെറ്റല്ലേ, കാൽഷ്യം ലെവൽ കൂട്ടാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാരാതൈറോയ്ഡ് ഹോർമോൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്ന ആൻസർ റോങ് ആണ്. ഇവിടെ നോട്ട് ദ എഫക്റ്റ് ആണ് കേട്ടോ. എ എന്ന് പറയുന്ന ആൻസർ കറക്റ്റ് ആണ്, കാരണം നോട്ട് ദ എഫക്റ്റ് വരുമ്പോൾ ബി ആണ് ഇവിടെ റോങ് ആൻസർ. ഇനി റീ അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ബൈ റീനൽ ട്യൂബ്യൂൾ, അതും കറക്റ്റ് ആണ്. ഡിക്രീസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ഫ്രം ഡൈജസ്റ്റഡ് ഫുഡ്. ശരിക്ക് കാൽഷ്യം ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്ന് വലിച്ചെടുക്കുക ചെയ്യുക ബ്ലഡിൽ കാൽഷ്യം ലെവൽ കൂട്ടണമെങ്കിൽ. അപ്പോൾ ബി തെറ്റാണ്, ഡി തെറ്റാണ്. പിന്നെ ഇൻക്രീസ് മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്, അതും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ 2 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. 2 is the right answer. B, D, E ഇത് 3 റോങ് ആണ്, ബാക്കി 2 കറക്റ്റ് ആണ്. Let us see the next one. Which of the following is correct statement? Cyanobacteria group of autotrophic organism classified under kingdom Monera. ഫസ്റ്റ് നമുക്ക് ബോട്ടണി തുടങ്ങുന്ന ചാപ്റ്റർ തന്നെയാണ് ഫസ്റ്റ് ഇയറിലെ ബയോളജി ക്ലാസിഫിക്കേഷൻ. അതിൽ വരുന്ന ഒരു ക്വസ്റ്റൻ ആണിത്. അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻസർ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ കറക്റ്റ് ആണ്. ബാക്ടീരിയ എക്സ്ക്ലൂസീവ്ലി ഹെറ്ററോട്രോഫിക് ഓർഗാനിസം അല്ല. Slime molds are saprophytic organism classified under kingdom Monera. Mycoplasma have DNA, ribosome and cell wall. So the right answer here it is first one. ഇനി വീണ്ടും ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിലെ മറ്റൊരു ചോദ്യം. ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നതും നമുക്ക് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആണ്. സ്ട്രക്ചറൽ ഓർഗനൈസേഷനിൽ വരുന്നത് ബ്രോങ്കിയോൾസ് സീലിയേറ്റഡ് എപ്പിത്തീലിയമാണ്. അങ്ങനെ A4 വരുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ മതി. ആകെ ഒരൊറ്റ ഓപ്ഷനിലേ ഉള്ളൂ, ഫസ്റ്റ് വൺ, വേറെ ഒന്നിലുമില്ല.
അപ്പോൾ നമുക്ക് വേറെ ഒന്നിലേക്കും പോകണ്ട, ഞാൻ പറഞ്ഞുതരാം. ഗോബ്ലെറ്റ് സെല്ല് ഗ്ലാൻഡുലാർ ടിഷ്യൂ ആണ്, കാരണം ഗോബ്ലെറ്റ് സെല്ല് സിംഗിൾ സെല്ലുലാർ ഗ്ലാൻഡ് ആണ്. ടെൻഡൻ, ഓക്കെ, ഇത് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പോൾ ഇവിടെ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ തന്നിട്ടുണ്ട്. അഡിപ്പോസ് ടിഷ്യൂ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്നതാണ്. സോ ദ ആൻസർ 199 കറക്റ്റ് ആൻസർ ഫസ്റ്റ് വൺ ആണ്. ഇനി നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 200. ഇഫ് എ കളർ ബ്ലൈൻഡ് ഫീമെയിൽ മാരീസ് എ മാൻ whose mother was also color blind, what are the chances of her progeny having color blind? ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നോക്കിയേ. കളർ ബ്ലൈൻഡ് ഫീമെയിൽ കളർ ബ്ലൈൻഡ് ആണ്. അപ്പോൾ കളർ ബ്ലൈൻഡ് ഫീമെയിലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക XC എന്നാണ്. ഓക്കെ, കളർ ബ്ലൈൻഡ് ഫീമെയിൽ മാരീസ് എ മാൻ, ഓക്കെ, മാൻ വിത്ത് XY ആണല്ലോ മെയിൻ എന്ന് പറയുന്നത്. ഹൂസ് മദർ വാസ് ഓൾസോ കളർ ബ്ലൈൻഡ്, പക്ഷേ ഈ XYന്റെ മദർ ആണ് കളർ ബ്ലൈൻഡ് കേട്ടോ. ഓക്കെ, വാട്ട് ആർ ദ ചാൻസസ് ഓഫ് ഹെർ പ്രൊജനി ഹാവിംഗ് കളർ ബ്ലൈൻഡ്? നമുക്ക് ചെയ്ത് നോക്കിയാൽ കിട്ടും. ഓക്കെ, XC ഫസ്റ്റ് വൺ, ഇത് കളർ ബ്ലൈൻഡ് അല്ല, ക്യാരിയർ ആണ്. അടുത്ത് നോക്കാം, XCY എന്ന് പറയുന്നത്, XCY എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ XC, അടുത്ത് നോക്കിയേ XCY. അപ്പോൾ ഇവിടെ ആർക്കൊക്കെ കളർ ബ്ലൈൻഡ് ഉണ്ട്? ഉണ്ടാകുന്ന മെയിൽസിനൊക്കെ കളർ ബ്ലൈൻഡ് ആയിരിക്കും, 50% വരിക. സോ ദിസ് ഈസ് എ റൈറ്റ് ആൻസർ ഹിയർ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് സുവോളജിയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമുക്ക് 2013 തുടങ്ങി ഇങ്ങോട്ടേക്കുള്ള എല്ലാ വർഷവും നമ്മൾ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, എല്ലാം തന്നെ NCERT മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ്. അതിൽ NCERTയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ക്വസ്റ്റ്യൻസുകൾ വളരെ കുറവാണ്. എല്ലാ വർഷവും നമുക്ക് വീണ്ടും തെളിയിച്ചു തരികയാണ് ഈ NCERT മാത്രമാണ്. നമ്മൾ ഇതിന് മുൻപൊക്കെ നമ്മൾ ഈ ടാർഗറ്റിന്റെ ക്ലാസ്സുകളിലും ലൈവ് ക്ലാസ്സുകളൊക്കെ വന്ന് പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ നമ്മൾ NCERT ഫോക്കസ് ചെയ്യുക എന്നുള്ളതിൻ്റെ 100% ഒരു പ്രൂഫാണ് ഈ പ്രാവശ്യത്തെയും കൂടെ എക്സാം. ഓക്കെ, സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് യാസീൻ സാർ കെമിസ്ട്രി ആണ്. സോ വി ക്യാൻ സി കെമിസ്ട്രി. ഓക്കെ, താങ്ക് യു. ഹലോ സ്റ്റുഡൻസ്, good evening. യെസ്, ഹലോ സ്റ്റുഡൻസ്, എല്ലാവരും എക്സാം ഒക്കെ എഴുതി നല്ല മാർക്ക് കിട്ടുന്നുള്ള എക്സ്പെക്റ്റേഷനിലായിരിക്കും. ബോട്ടണി ടഫായി എന്ന് പറയുന്നവരുണ്ട്, ബയോളജി കുറച്ച് ടഫാണെന്നൊക്കെ പറയുന്നവരുണ്ട്. കുഴപ്പമില്ല മക്കളെ, നമുക്ക് കെമിസ്ട്രിയിലേക്ക് കിടക്കാം. കെമിസ്ട്രി പൊതുവെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് ക്വസ്റ്റ്യനൊക്കെ വായിച്ച് ആലോചിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, പെട്ടെന്ന് നമുക്ക് ആൻസറിലൂടെ ഒന്ന് കടന്നു പോവാം. ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് എൻസൈംസ് ഈസ്. എൻസൈംസുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. എൻസൈംസ് ആർ ബയോ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് അറിയാം. നമ്മളോട് ചോദിച്ചത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ലൈക്ക് കെമിക്കൽ കാറ്റലിസ്റ്റ്, എൻസൈംസ് ആർ റിഡ്യൂസ് ദ ആക്ടിവേഷൻ എനർജി ഓഫ് ബയോ പ്രോസസ്. വളരെ ശരിയാണ്. കെമിക്കൽ റിയാക്ഷൻസിന്റെ അല്ലെങ്കിൽ ബയോളജിക്കൽ പ്രോസസ്സിന്റെ റിയാക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യുന്നത് ബൈ ഡിക്രീസിങ് ആക്ടിവേഷൻ എനർജി ആണ് എന്ന് വളരെ കൃത്യമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി എൻസൈംസ് ആർ പോളിസാക്കറൈഡ്സ്, അത് ശരിയാണോ? നോ, അതാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സോ ദിസ് ഇസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയുന്നത്? എൻസൈംസ് ഒരിക്കലും എന്തല്ല, പോളിസാക്രൈഡ്സ് അല്ല. പിന്നെ ആരാണ് എൻസൈംസ്? എൻസൈംസ് പ്രോട്ടീൻസ് ആണ്. എസ്പെഷ്യലി ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആണ് ആരെന്ന് പറയുന്നത്? എൻസൈംസ്. അപ്പൊ അത് പോളിസാക്രൈഡ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് അല്ലേ? അല്ല,
അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എൻസൈംസ് ആർ വെരി സ്പെസിഫിക് ഫോർ എ പെർട്ടിക്കുലർ റിയാക്ഷൻ ആൻഡ് സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് സർഫസ് കെമിസ്ട്രിയിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻസൈം കറ്റാലിസിസിൽ കൃത്യമായിട്ട് നോട്ട് ചെയ്തൊരു പോയിന്റും കൂടെയാണ് അല്ലേ. യെസ്, സിമ്പിൾ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് തേർഡ് ഓപ്ഷൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The IUPAC name of the complex. ഈ കോംപ്ലക്സിന്റെ IUPAC നെയിം ആണ്. ഇതൊരു കാറ്റയോണിക് ആൻഡ് അനയോണിക് കോംപ്ലക്സ് ആണ്. നിങ്ങൾക്ക് അറിയാം, ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണ്, +1 -1 ആണുള്ളത്. അതാണ് ഈ കോംപ്ലക്സിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ രണ്ട് വാട്ടർ ഉണ്ട്. അപ്പൊ ഡൈ അക്വാ സിൽവർ എന്നാ പറയേണ്ടത് അല്ലെ. ഡൈ അക്വാ സിൽവർ എന്ന് വരുന്നത് അപ്പോൾ 1 അല്ല എന്ന് മനസ്സിലായി, 2 3 അല്ല എന്ന് മനസ്സിലായി, 2 4 ആണ്. അപ്പൊ ഡൈ അക്വാ സിൽവർ 2 ആണോ 1 ആണോ? 1 ആണ് വരേണ്ടത്. സോ ഓപ്ഷൻ 4 ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇത് ആനയോണിക് കോംപ്ലക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സിൽവർ എന്ന് പറയാൻ പറ്റില്ല. അത് എന്താ പറയേണ്ടത്? അർജന്റേറ്റ് എന്നാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുന്നതാണ്. പക്ഷെ ഇവിടെ അർജന്റേറ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം ഇത് കാറ്റയോണിക് കോംപ്ലക്സും ഇത് എന്ത് കോംപ്ലക്സും ആണ്? അനയോണിക് കോംപ്ലക്സും ആണ്. കോംപ്ലക്സിന് നെഗറ്റീവ് ചാർജ് വരുമ്പോഴാണ് മെറ്റലിന്റെ പേര് 8 എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ് വരുന്നത്. ഓക്കെ, ഇനി മക്കളെ 53ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. അസേഷൻ ആൻഡ് റീസൺ ആണ്. സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ശരിയാണോ അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ എണ്ണം ഈ പ്രാവശ്യം കുറച്ച് കൂടുതലാണ്. അത് നന്നായിട്ട് വായിക്കാനും പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനും ഒക്കെ നല്ല പ്രാക്ടീസിംഗ് ഉള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ ചില കുട്ടികളെങ്കിലും അവിടെ ചെറിയ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എനിവേ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ഇൻ എ പെർട്ടിക്കുലർ പോയിന്റ് എന്താണ്? ഇൻ എ പെർട്ടിക്കുലർ പോയിന്റ് ഡിഫക്റ്റ് an ionic solid is electrically neutral even if its cations are missing from its unit cell. Okay, അതായത് പോയിന്റ് അയോണിക് സോളിഡുകളിൽ ഉണ്ടാവുന്ന പോയിന്റ് ഡിഫക്റ്റിനെ കുറിച്ചാണ് ചോദ്യം. അയോണിക് സോളിഡ്സിൽ ഉണ്ടാവുന്ന പോയിന്റ് ഡിഫക്ട്സിന്റെ പ്രത്യേകത അത് എന്തിന് കാരണമാവുന്നില്ല? ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി നഷ്ടപ്പെടുന്നതിന് കാരണമാവുന്നില്ല. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് ഷോർട്ട് കീ ഡിഫക്റ്റ് ആവട്ടെ, ഫ്രങ്കൽ ഡിഫക്റ്റ് ആവട്ടെ, അവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം ഷോർട്ട് കീ ആണെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് അനയോൺസ് മിസ് ആവുന്നുണ്ട്, ഫ്രങ്കൽസിൽ നിന്ന് അയോൺസ് മിസ് ആവുന്നില്ല, ഡിസ്ലൊക്കേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അസേഷൻ എന്താണ്? ഒരു ശരിയായ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഇനി അതിന്റെ റീസൺ നമുക്ക് നോക്കാം. എന്താണ്? ഇൻ an ionic solid, Frenkel defect arises due to dislocation of cations from its lattice site to interstitial site, maintaining overall electrical neutrality. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. അപ്പോ എയും ശരിയാണ്, ബിയും ശരിയാണ്. പക്ഷേ ഈ റീസൺ എന്ന് പറയുന്നത് അസേഷന്റെ കറക്റ്റ് ആയിട്ടുള്ള റീസൺ അല്ല. സ്റ്റേറ്റ്മെന്റ് വൈസ് അതെന്താണ്? ശരിയാണ്. പക്ഷെ എക്സാക്ട് റീസൺ ആണോ? എക്സാക്ട് റീസൺ അല്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നത് ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. But R is not the correct explanation for A. അസേഷന്റെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല ഇവിടെ തന്നിട്ടുള്ളത്. പക്ഷെ ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്തല്ല? തെറ്റല്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നിങ്ങൾ പറയേണ്ടത് ഓപ്ഷൻ 2 ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നന്നായി ശ്രദ്ധിക്കൂ, പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞു പോവാം. നോക്കൂ, ഈ ചോദ്യം എന്ന് പറയുന്നത് 54th ക്വസ്റ്റ്യൻ വരുന്നത് ഗഡോലിനിയവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. GD-യുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗഡോലിനിയം ഹാസ് ദ ലോ വാല്യൂ ഓഫ് തേർഡ് അയണൈസേഷൻ എൻതാൽപി ബിക്കോസ്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണ്. ഗഡോലിനിയത്തിന് പെട്ടെന്ന് തേർഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് അഥവാ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. കാരണം 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അതിന് 4f7 കോൺഫിഗറേഷൻ കിട്ടും. ഈ f7 കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആണ്. ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അതിന് ഹൈ എക്സ്ചേഞ്ച് എനർജി ഉണ്ടാവും, അഥവാ ഹൈ എക്സ്ചേഞ്ച് എൻതാൽപ്പി ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റും. നമ്മൾ +1 തേർഡ് ചാപ്റ്ററിൽ ഫുൾഫിൽഡ് ആൻഡ് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ടാവാനുള്ള 2 കാരണങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. ഒന്ന് ഹൈ സിമെട്രി, 2 ഹൈ എക്സ്ചേഞ്ച് എനർജി. ഇവിടെ സിമെട്രിയുടെ കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല, എക്സ്ചേഞ്ച് എനർജിയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ആൻസർ ഏതാണ്?
ഓപ്ഷൻ 2 ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ്. പക്ഷേ പീരിയോഡിക് ടേബിളിലുള്ള ഓരോ എലമെന്റും നമുക്ക് ഫെമിലിയർ ആയിരിക്കണം, അതിന്റെ കോൺഫിഗറേഷനും ഫെമിലിയർ ആയിരിക്കണം. അതാണ് പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? 55ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് പോളിമർ ഇസ് നോട്ട് കറക്റ്റ്? പോളിമറുമായി ബന്ധപ്പെട്ട് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഉണ്ട്, ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ്. ഏതാണ് എന്ന് നോക്കാം നമുക്ക്. ഏതാണ് എന്ന് നോക്കാം. ഇലാസ്റ്റോമേഴ്സ് ഹാവ് പോളിമർ ചെയിൻസ് ഹെൽഡ് ടുഗദർ ബൈ വീക്ക് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് വളരെ ശരിയാണ്. ഇലാസ്റ്റോമേഴ്സിൽ വീക്ക് വാണ്ടർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ തന്നെയാണുള്ളത്. പോളിമേഴ്സിന്റെ അട്രാക്റ്റീവ് ഫോഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ വളരെ കൃത്യമായി പഠിച്ചതാണ്. ഫൈബേഴ്സ് പൊസസ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അതും വളരെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. The thermoplastic polymer are capable of repeatedly softening and hardening on heating and cooling. വളരെ കൃത്യമാണ്. എത്ര തവണ വേണമെങ്കിലും നമുക്ക് ചൂടാക്കിയിട്ട് അതിനെ എന്ത് ചെയ്യാം, മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാം. ഏത് ഷേപ്പിലേക്കും അതിനെ മാറ്റിയെടുക്കാം. കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഹാർഡ് സബ്സ്റ്റൻസ് നമുക്ക് കിട്ടും. വീണ്ടും ചൂടായി കഴിഞ്ഞാൽ വീണ്ടും മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് വരും. വീണ്ടും അതിനെ നമുക്ക് കൂൾ ചെയ്തിട്ട് സോളിഡ് ആക്കി മാറ്റാൻ പറ്റും. അത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. തെർമോസെറ്റിംഗ് പോളിമേഴ്സ് ആർ റീയൂസബിൾ എന്ന് പറഞ്ഞാൽ അത് അബ്സല്യൂട്ട്ലി റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. തെർമോസെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു തവണ അതിനെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ സെറ്റായി, പിന്നെ നമുക്ക് അതിനെ ഒരിക്കലും റീമോൾഡ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? നമ്മൾ എന്താ പറയാ, മെലാമിൻ റെസിൻസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്, അല്ലേ? യെസ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് റീയൂസബിൾ ആണെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി 56ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. വിച്ച് ഇസ് നോട്ട് കറക്റ്റ് മാത്തമെറ്റിക്കൽ ഇക്വേഷൻ ഫോർ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ? ഈ ചോദ്യം ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറുമായി ബന്ധപ്പെട്ടതാണ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ വളരെ കൃത്യമായി നമ്മൾ പഠിച്ചതാണ്. ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണോ മക്കളെ? അബ്സല്യൂട്ട്ലി ശരിയാണ്. എന്താ പറയുക, പരസ്പരം മിക്സ് ചെയ്യാത്ത, ഐ മീൻ നോൺ റിയാക്ടിംഗ് ആയിട്ടുള്ള ഗ്യാസുകളുടെ മിക്സർ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ പ്രഷർ ഓരോ ഇൻഡിവിജ്വൽ ഗ്യാസിന്റെയും പാർഷ്യൽ പ്രഷറിന്റെ സമ്മിന് ഈക്വൽ ആണ് എന്നല്ലേ ഡാൾട്ടൺ പറയുന്നത്. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ റെപ്രസെന്റേഷൻ തന്നെയാണ് ഇത്. ഇനി രണ്ടാമത്തെ നോക്കൂ. ഇത് നിങ്ങൾക്ക് പരിചയമുള്ള ഇക്വേഷൻ ആണോ? ഇതും വളരെ ശരിയാണ്. കാരണം എന്താണ്? ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ഇൻ ടേംസ് ഓഫ് മോൾ ഫ്രാക്ഷൻ നമ്മൾ പഠിക്കുന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV=nRT യിൽ നിന്ന് പ്രഷറിന്റെ ഇക്വേഷൻ എടുത്തുകൊണ്ടാണ്. ശരിയായ സ്റ്റേറ്റ്മെന്റ്. ഇനി നോക്കൂ മക്കളെ, ഈ PI = KI into ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ അത് വളരെ കൃത്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. ഒരു ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ആ ഗ്യാസിന്റെ മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ ആണ്. ഓക്കെ ആണല്ലോ? പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ മക്കളെ? ഈ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വേണമെങ്കിൽ നമുക്ക് റൗൾസ് ലോയിൽ അപ്ലൈ ചെയ്യാം. നമ്മൾ സൊല്യൂഷനിൽ പഠിച്ച റൗൾസ് ലോയിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അല്ലാതെ ഇതിന് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, മാത്തമെറ്റിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് 4th ഓപ്ഷൻ ആണ് എന്നത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ അധിക സമയം എടുക്കാതെ തന്നെ പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോവാം. 57ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കൂ മക്കളെ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് മാസ് ഓഫ് 95% pure calcium carbonate will be required to neutralize 50 ml of 0.5 molar HCl solution according to the following reaction എന്നാണ്. റിയാക്ഷൻ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ റിയാക്ഷനിൽ നിന്ന് വളരെ കൃത്യമാണ്. എന്ത്? 2 മോൾ HCl ആണ് എന്തിനാവശ്യമുള്ളത്? 1 മോള് കാൽസ്യം കാർബണേറ്റിന് ആവശ്യമുള്ളത്, അല്ലെ? അപ്പൊ 2 മോള് HCl ആണ് എന്തിനാവശ്യമുള്ളത്? 1 കാൽസ്യം കാർബണേറ്റിന് ആവശ്യമുള്ളത്. ഇവിടെ 2 മോളാണ്. ഇത് എത്ര ഗ്രാം? നമ്മളോട് മാസം അല്ലേ ചോദിച്ചത്? വാട്ട് മാസ് എന്നല്ലേ ചോദിച്ചത്? അപ്പൊ എത്ര മാസാണ് കാൽസ്യം കാർബണേറ്റ്? അത് 100 ഗ്രാം ആണ്. 100 ഗ്രാം ആണ്. അപ്പൊ 2 മോളിനാണ് 100 ഗ്രാം വേണ്ടത്. 1 മോളിനാണെങ്കിൽ 50 ഗ്രാം മതി എന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്നതിൽ എത്ര HCl മോൾ ഉണ്ട് എന്ന് കണ്ടെത്താൻ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ ഉപയോഗിക്കാൻ പറ്റും. എന്താണ്? 0.5 ഇൻറ്റു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇക്വേഷൻ 0.5 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ എന്താണ്? 1000 ആണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെ? 1000 ആണ് ചെയ്യേണ്ടത്. ഇനിയോ ഇത് എന്താ പറയാ, 2 മോളിനാണ് 100,
അപ്പോൾ 1 മോളിന് എന്ത് മതി? 50 മതി. അപ്പോൾ നമുക്ക് ഇതിനെ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ കിട്ടുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്മൾ എടുക്കുന്ന മാസ് ഓഫ് കാൽസ്യം കാർബണേറ്റിന് ഈക്വൽ ആയിരിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ 100% പ്യൂർ ആയിട്ടുള്ള കാൽസ്യം കാർബണേറ്റ് അല്ല എടുക്കുന്നത്. 95% പ്യൂരിറ്റി ഉള്ളൂ, 5% ഇമ്പ്യൂരിറ്റി അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? 95/100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇനി നിങ്ങൾ ജസ്റ്റ് W കാണാൻ ഈ 100നെ മുകളിലേക്ക് കൊണ്ടുവരിക, 95നെ താഴേക്ക് കൊണ്ടുവന്നാൽ മതിയല്ലോ, പ്രശ്നമില്ലല്ലോ. ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് 1.32 ഗ്രാം നമുക്ക് അവിടെ ആൻസർ ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ആ കോൺസെപ്റ്റ് ആണ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അടുത്ത 58ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാത്ത ആരും ഉണ്ടാവില്ല. ഇതിന്റെ IUPSC നെയിം 119 ആണ്. എണ്ണിയമാണ്, ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ 1 ആണ് എന്ന് പറയേണ്ടതില്ല. എല്ലാവരും അത് കൃത്യമായിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മക്കളെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? 59. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. 2 സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് സ്റ്റേറ്റ്മെന്റ് 1? ഇൻ ദ കൊയാഗുലേഷൻ ഓഫ് നെഗറ്റീവ് സോള്. അപ്പൊ സോളിന്റെ അല്ലെങ്കിൽ കൊളോയിഡിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. ഫ്ലോക്കുലേഷൻ പവർ അഥവാ കൊയാഗുലേറ്റിംഗ് പവർ ആർ ഗിവൺ ഇൻ ദ ഓർഡർ Al3+, Barium2+, Na+. അത് വളരെ ശരിയാണ്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹാഡി ഷൂൾസ് റൂൾ ആണ്. എന്താ മക്കളെ? ഹാഡി ഷൂൾസ് റൂൾ ആണ് എന്ന് നിങ്ങൾക്ക് അറിയാം. ഹാഡി ഷൂൾസ് റൂൾ പറയുന്നത് എന്താണ്? ഒരാളുടെ കൊയാഗുലേറ്റിംഗ് പവർ എന്ന് പറയുന്നത് വാലൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നല്ലേ? അത് കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 നോക്കാം. ഇൻ ദ കൊയാഗുലേഷൻ ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾ. പോസിറ്റീവ്ലി ചാർജ്ഡ് സോളിന്റെ കൊയാഗുലേറ്റിംഗ് പവറിന്റെ ഓർഡർ ഇങ്ങനെയാണോ വരിക? അല്ല. ഇവിടെ Cl- ആണുള്ളത്, ഇവിടെ SO2 2- ആണുള്ളത്, ഇവിടെ PO4 3- അല്ലേ? അപ്പൊ ഫോസ്ഫേറ്റിനല്ലേ മക്കളെ കൂടുതൽ വരേണ്ടത്, പിന്നെ സൾഫേറ്റ്, പിന്നെ ക്ലോറൈഡ് അല്ലേ? അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. അപ്പൊ അതിന്റെ ആൻസർ എന്താ? ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ് ആണോ? അല്ല. സ്റ്റേറ്റ്മെന്റ് 1 and സ്റ്റേറ്റ്മെന്റ് 2 ആർ ഇൻകറക്റ്റ് അല്ല. സ്റ്റേറ്റ്മെന്റ് 1 is correct but statement 2 is incorrect. Option 3 is the correct answer for this question. ക്ലിയർ ആണല്ലോ മക്കളെ പറഞ്ഞത്? യെസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? pH of the solution containing 50 milliliter each of 0.10 molar sodium acetate and 0.01 molar acetic acid എന്നുള്ളതാണ്. മക്കളെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ആരാ ഉള്ളത്? ഇവിടെ ഉള്ളത് അസറ്റിക് ആസിഡും ഉണ്ട്, സോഡിയം അസറ്റേറ്റും ഉണ്ട്. അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ വീക്ക് ആസിഡ് ആണ്. സോഡിയം അസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആ വീക്ക് ആസിഡിന്റെ സോഡിയം സാൾട്ട് ആണ്. അതിൽ നിന്ന് തന്നെ ഇതൊരു അസിഡിക് ബഫർ ആണ് എന്ന് മനസ്സിലാവും. ഇതൊരു അസിഡിക് ബഫർ ആണ് എന്ന് മനസ്സിലാവും. അസിഡിക് ബഫറിന്റെ pH കാണാനുള്ള ഇക്വേഷൻ എന്താ മക്കളെ? അതറിയാത്ത ആരുമില്ലല്ലോ. pKa+. അതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. pKa വാല്യൂ മക്കളെ ഇക്വേഷൻ ഓർമ്മയില്ലേ? എന്താണ്? pKa+ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ട് ഡിവൈഡഡ് ബൈ ആസിഡ് അല്ലേ? ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ട് ഡിവൈഡഡ് ബൈ എന്താണ്? ആസിഡ് ആണ്. ഇക്വേഷൻ കൃത്യമായിട്ട് പഠിക്കുക, ഇക്വേഷൻ വളരെ കൃത്യമായിട്ട് പഠിക്കുക. ഇനി എന്താ? pKന്റെ വാല്യൂ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. സാൾട്ടിന്റെ വാല്യൂ എങ്ങനെയാ കിട്ടുക? സിമ്പിൾ. 50 ഇൻറ്റു എന്താണ്? 0.10 ചെയ്താൽ മതി. ഇനി ആസിഡിന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാ കിട്ടുക? 50 ഇൻറ്റു 0.01 ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാ? 4.57 കൂടുതലുള്ള വാല്യൂ കിട്ടും. അത് 5.57 ആണ്. 5.57 ആണ്. സിമ്പിൾ ആണ്. അപ്പൊ ഇക്വേഷൻ എടുക്കുക, ഇക്വേഷൻ എടുത്ത് അപ്ലൈ ചെയ്ത് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടാവണം. അത്ര മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. എന്താണ്? ഗിവൺ ബിലോ. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഇവിടെ അതിന്റെ മുന്നേ ക്വസ്റ്റ്യൻ മിസ്സായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ഡൈബോറൈൻ? ഇത് പറയേണ്ടതില്ലല്ലോ മക്കളെ. ഡൈബോറൈനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? there are 3 center 2 electron bond. വളരെ ശരിയായ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ബനാന ബോണ്ട് എന്നൊക്കെ പഠിച്ചത്. ആ 3 center 2 electron bond ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയതുകൊണ്ടാണ് ഈ ഡൈബോറൈൻ ലൂയിസ് ആസിഡ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്നത്, നമുക്കറിയാം. ഇനി 4 terminal BH ബോണ്ട്സ്, അതേപോലെ 2 center 2 electron bond വളരെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്.
നമ്മൾ എന്താ പറയാ BH-B ബോണ്ടാണ് 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. പക്ഷെ ടെർമിനൽ ആയിട്ടുള്ള BH ബോണ്ടുകളൊക്കെ 2 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ടാണ്. ഇനി the 4 terminal hydrogen atoms and the 2 boron atoms are lie in the plane എന്ന് പറഞ്ഞാൽ വളരെ ശരിയാണ്. both the boron atoms are sp2 hybridized. അതാണ് തെറ്റ്. ഡൈബോറയിലുള്ള ബോറോണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ആണ് എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തതാണ്, പഠിച്ചതാണ്, വളരെ കൃത്യമായി പഠിച്ചതാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. മക്കളെ നിങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ എഴുതിയിട്ടുള്ളത് അല്ലേ? യെസ്, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി നോക്കൂ മക്കളെ, ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്നുള്ള മനോഹരമായ ഒരു ചോദ്യമാണിത്. ഗിവൺ ബിലോ ആർ ദ ഹാഫ് റിയാക്ഷൻസ്. കുറച്ച് ഹാഫ് റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. ചോദ്യം എന്താണ്? ചോദ്യം എന്താ മക്കളെ? ചോദ്യം വിൽ ദ പെർമാംഗനേറ്റ് അയോൺ MnO4- liberate O2 from water in the presence of an acid എന്നുള്ളതാണ്. തീർച്ചയായും ഇത് തെർമോഡൈനാമിക്കലി ആക്ച്വലി എന്താണ്, ഫീസിബിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഇവിടെ H2O-യിൽ നിന്ന് O2 ഉണ്ടാവുന്നെങ്കിൽ ഈ പ്ലസ് മൈനസ് ആക്കിയാൽ മതി അല്ലേ, -1.223. ഓക്കെ, അതേപോലെ തന്നെ ഈ MnO4- Mn2+ ആയി മാറുന്നോ? എന്താണ് അത്? ഇവിടെ മൈനസ് ആണ്, അപ്പൊ നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ പ്ലസ് എടുക്കണം, 1.510. ഇത് നിങ്ങൾ മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇവിടെ നിങ്ങൾക്കൊരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുക അല്ലെ? പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതെന്താണ്, തെർമോഡൈനാമിക്കലി ഫീസിബിൾ ആണ് എന്നാണ്. തെർമോഡൈനാമിക്കലി ഫീസിബിൾ ആണെങ്കിൽ ആ പ്രോസസ്സ് തീർച്ചയായിട്ടും അവിടെ നടക്കും എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുക +0.287 വോൾട്ട് ആയിരിക്കും. ഓക്കെ, പക്ഷേ ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത എക്സ്പീരിയൻസ് വളരെ പ്രധാനമാണ്. അല്ലാതെ പെട്ടെന്ന് ഒരു തവണ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ആൻസറിലേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതും ഓർത്തു വെക്കുക. ഇനി മക്കളെ നോക്ക്, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. 2 സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്? ഇവിടെ അസിഡിക് സ്ട്രെങ്ത് ഓഫ് ദ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് നൈട്രോബെൻസീൻ ഈസ് ഹയർ ദാൻ ഫിനോൾ. ഫിനോളിനേക്കാളും അസിഡിക് സ്ട്രെങ്ത് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് നൈട്രോഫിനോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താണ്, ഈ നൈട്രോ ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്, അത് അസിഡിക് സ്ട്രെങ്ത് കൂട്ടുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ ശരിയാണ്. ഓർത്തോ നൈട്രോഫിനോൾ, മെറ്റാ നൈട്രോഫിനോൾ, പാരാ നൈട്രോഫിനോൾ വിൽ ഹാവ് ദ സെയിം അസിഡിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. സെയിം അസിഡിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. പാരക്കാണ് അസിഡിക് സ്ട്രെങ്ത് കൂടുതൽ നമുക്കറിയാം, പിന്നെ ഓർത്തോയാണ്, പിന്നെയാണ് മെറ്റാ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്, പക്ഷെ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്, ശരിയാണ്. അപ്പോ നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1 is correct, സ്റ്റേറ്റ്മെന്റ് 2 is incorrect എന്ന് പറയുന്ന ആൻസർ ആണ് നമുക്ക് അവിടെ എടുക്കാൻ പറ്റുക. ഓക്കെ, ഇനി 64ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഇതും നിങ്ങൾ 2 സ്റ്റേറ്റ്മെന്റ് വായിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റ് എന്താണ്? പ്രൈമറി ആലിഫാറ്റിക് അമൈൻസ് റിയാക്ട് വിത്ത് HNO2 ടു ഗിവ് അൺസ്റ്റേബിൾ ഡൈസോണിയം സാൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ ശരിയാണ്. ആലിഫാറ്റിക് അമൈൻസ് ഒരിക്കലും നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള എന്ത് തരില്ല, ഡൈസോണിയം സാൾട്ട് തരില്ല. NCERT-ൽ നിന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇനി എന്താ? പ്രൈമറി ആരോമാറ്റിക് അമൈൻ റിയാക്ട് വിത്ത് എന്താണ്, HNO2 to form diazonium salt which are stable even above 300 Kelvin എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം എന്താണ്, ഇത് ഡൈസോട്ടൈസേഷൻ റിയാക്ഷൻ ആണ്. ഡൈസോട്ടൈസേഷൻ റിയാക്ഷൻ നമ്മൾ ഐസ് കോൾഡ് കണ്ടീഷനിലാണ് നടത്തുക, 0 to 5 ഡിഗ്രി സെൽഷ്യസിലാണ് നടത്തുക, അഥവാ 273 മുതൽ 278 കെൽവിനിലാണ് നടത്തുക. ഇവിടെ എബവ് 300 സ്റ്റേബിൾ ആണെന്നാ പറയുന്നത്. എബവ് 300 എന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിലും പോവാം. ഹൈ ടെമ്പറേച്ചറിൽ അത് സ്റ്റേബിൾ ആണോ? അല്ല. ഹൈ ടെമ്പറേച്ചറിൽ അത് എന്തായിട്ട് മാറുന്നുണ്ട്, ഫിനോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് നമുക്കറിയാം. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്തല്ല, ശരിയല്ല. അപ്പൊ 1 ശരിയാണ്, 2 ശരിയല്ല. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 is correct but സ്റ്റേറ്റ്മെന്റ് 2 is incorrect എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരുന്നു. ഓക്കെ മക്കളെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി നോക്കൂ, ഇനി എന്താ അടുത്തത്? among the following which one will have maximum lone pair electron repulsion? എവിടെയാണ് ഏറ്റവും കൂടുതൽ ലോൺ പെയർ റിപ്പൾഷൻ ഉണ്ടാവുക? എവിടെയാണ് ഏറ്റവും കൂടുതൽ ലോൺ പെയർ ഇലക്ട്രോൺ നോക്കിയാൽ മതി. ഇത് ClF3 ഉണ്ട്, IF5 ഉണ്ട്, SF4 ഉണ്ട്, XCF2 ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റും XCF2 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ. 3 ലോൺ പെയർ അവിടെ ഉണ്ട് അല്ലേ? XCF2ന്റെ പിക്ചർ എങ്ങനെയാണ്? ഇവിടെ ലോൺ പെയർ ഉണ്ട്, ഇവിടെ ലോൺ പെയർ ഉണ്ട്, ഇവിടെ ലോൺ പെയർ ഉണ്ട്, ഇവിടെ ഒരു F ഉം ഇവിടെ ഒരു F ഉം.
ഇതല്ലേ F(x)(F2) എന്ന് പറയുന്നത്. അപ്പൊ 3 ലോൺ പെയറുകൾ പരസ്പരം നല്ല റിപ്പൾഷനിൽ അവിടെ ഏർപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. സോ ആൻസർ എന്ന് പറയുന്നത് 4 ആണ് എന്ന് പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോയാൽ എന്താണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് കൈറാലിറ്റി. കൈറാലിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ, സോറി, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. SN1 റിയാക്ഷൻ yield 1:1 മിക്സർ ഓഫ് ബോത്ത് ഇനാൻഷോമേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. SN1 ഇൻവേർഷൻ മാത്രമല്ല റിട്ടൻഷനും നടക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയുന്നതാണ്. ഇനി ദ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് ബൈ SN2 റിയാക്ഷൻ ഓഫ് ഹാലോ ആൽക്കൈൻ ഹാവിംഗ് കൈറാലിറ്റി അറ്റ് ദ റിയാക്റ്റീവ് സൈറ്റ് ഷോ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. ഇനി ഇനാൻഷോമേഴ്സ് ആർ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഇനാൻഷോമേഴ്സിന്റെ ഡെഫിനിഷൻ തന്നെ എന്താണ്? സൂപ്പർ ഇമ്പോസിബിൾ എന്നല്ല, നോൺ സൂപ്പർ ഇമ്പോസിബിൾ എന്നാണ്. നോൺ സൂപ്പർ ഇമ്പോസിബിൾ എന്നാണോ പറഞ്ഞത്? അല്ല, സൂപ്പർ ഇമ്പോസിബിൾ എന്നാ പറഞ്ഞത്. അപ്പോൾ അതെന്തല്ല, അതൊരിക്കലും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. സോ ഇതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അഥവാ 66ന്റെ ആൻസർ എന്ന് പറയുന്നത് തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നോക്കൂ മക്കളെ, 67ലേക്ക് നമ്മൾ പോകുമ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സ്യൂട്ടബിൾ ടു സിന്തസൈസ് ക്ലോറോബെൻസീൻ. ക്ലോറോബെൻസീൻ ഉണ്ടാക്കണം, ബെൻസീനെ ക്ലോറിനേഷൻ നടത്തിയാൽ മതിയോ ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് ഫെറിക് ക്ലോറൈഡ്? ഓഫ് കോഴ്സ്, ഇത് വളരെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിലൂടെ നമുക്ക് എന്തുണ്ടാക്കാൻ കഴിയും? ക്ലോറോബെൻസീൻ ഉണ്ടാക്കാൻ പറ്റും. ക്ലോറിനേഷൻ നടത്തിയാൽ മതി ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് ഫെറിക് ക്ലോറൈഡ്. ഓക്കെ, സിമ്പിൾ ആണ്. ഇനി 68ാമത്തെ ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. എന്താ മാച്ച് ചെയ്യേണ്ടത്? അന്റാസിഡ്. അന്റാസിഡിനെ നമുക്ക് പെട്ടെന്ന് തന്നെ മക്കളെ സിമെറ്റിഡിലേക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ലേ? സിമെറ്റിഡിലേക്ക് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നോക്കൂ, എ കറക്റ്റ് ആവേണ്ടത് 3യുമായിട്ടാണ്. അപ്പൊ ഇവിടെ അത് വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്, പിന്നെ ഇവിടെ വരുന്നുണ്ട്. അവിടെ നിന്ന് 3യും 4ഉം അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് 3യും 4ഉം അല്ല എന്ന് അവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? യെസ്. ഇനി എന്താ മക്കളെ? ആന്റി ഹിസ്റ്റമിൻ. ഇതിൽ ആരാ മക്കളെ ആന്റി ഹിസ്റ്റമിൻ? അത് സെൽഡെയിൻ ആണെന്ന് പഠിച്ചിട്ടില്ലേ? ആന്റി ഹിസ്റ്റമിൻ ആരാണ്? അത് സെൽഡെയിൻ ആണ്. അപ്പോൾ ബി കണക്ട് ആവേണ്ടത് 4ഉമായിട്ടാണ്. ബി ഇവിടെയാണ് കണക്ട് ആയിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എല്ലാം വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. എന്താണ്? The given graph is a representation of the kinetics of the reaction. X and Y axis for 0 and first order reactions respectively. Okay, നോക്കൂ, 0 order reaction. Y എന്താണ്? കോൺസെൻട്രേഷൻ. ഓക്കെ, X ടൈം. അതൊരു സ്റ്റേറ്റ്മെന്റ്. അതായത് ടൈം പോകുമ്പോൾ എന്താ പറയാ, കോൺസെൻട്രേഷനിൽ ഒരു മാറ്റമുണ്ട്. അത് ശരിയാണോ? ഒരിക്കലും അല്ല. അവിടെ നിന്ന് തന്നെ അത് ശരിയല്ല എന്ന് മനസ്സിലായി. ഇനി 0യുടെ റിയാക്ഷനിൽ Y എന്താണ്? കോൺസെൻട്രേഷൻ ആണ്, X ടൈം ആണ്. അതിനോട് എന്താ ചേർത്ത് വെക്കാനുള്ളത്? Y എന്ന് പറഞ്ഞാൽ റേറ്റ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ Y എന്താണ്? റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ആൻഡ് X എന്താണ്? കോൺസെൻട്രേഷൻ ആണ്. ശരിയാണോ? അല്ല. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്ക്. 0യുടെ റിയാക്ഷൻ Y എന്താണ്? റേറ്റ് ആണ്, എക്സ് കോൺസെൻട്രേഷൻ. ശരിയാണോ? വളരെ ശരിയാണ്. കാരണം എന്താ? 0യുടെ റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ റേറ്റ് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് പീരീഡ്, അതേപോലെ കോൺസെൻട്രേഷൻ, അതും ശരിയാണ്. കാരണം എന്താ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് പീരീഡ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ടി ഹാഫ് എന്താണ്? 0.693 ഡിവൈഡഡ് ബൈ കെ അല്ലേ? അതിലെവിടെയെങ്കിലും R ഉണ്ടോ? അപ്പൊ ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ 3 ആണ് എന്ന് മനസ്സിലാക്കുക. ഓപ്ഷൻ 3 ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി 70ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എത്തിയാൽ അതും എന്താണ്? ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അസേർഷൻ റീസൺ ക്വസ്റ്റ്യനിൽ വരുന്ന അസേർഷൻ? ICl is more reactive than I2 എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് കറസ്പോണ്ടിങ് ഹാലജൻ മോളിക്യൂളിനേക്കാളും റിയാക്റ്റീവ് ആണ്. അത് ശരിയാണ്. ഇനി ICl ബോണ്ട് is weaker than II ബോണ്ട്, അതും ശരിയാണ്. അസേർഷനും റെഡിയാണ്, റീസണും റെഡിയാണ്. ആ റീസൺ അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അതുകൊണ്ട് ഓപ്ഷൻ 1 തന്നെയാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി 71ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ മക്കളെ 71ാമത്തെ ക്വസ്റ്റ്യനിലുള്ളത്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആവേണ്ടത് ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ് ഹാവ് 2 dimension. നോ, 3 dimensional അല്ലേ? ആണ്. ഡയമണ്ട് ഇസ് കൊവാലന്റ് ബട്ട് ഗ്രാഫൈറ്റ് ഇസ് അയോണിക്. അല്ല,
രണ്ടുപേരും കൊവാലന്റ് അല്ലേ മക്കളെ? ഇനി ഡയമണ്ട് sp3 ആണ്, ഗ്രാഫൈറ്റ് sp2 എന്ന് പറഞ്ഞാൽ that is a correct statement. ഇനി ബോത്ത് ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ് is used as dry lubricant. ഒരിക്കലുമില്ല ഗ്രാഫൈറ്റിനെ ഡ്രൈ ലൂബ്രിക്കന്റ് ആയിട്ട് ഉപയോഗിക്കാം, ഡയമണ്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. ഡയമണ്ട് sp3 ആണ്, ഗ്രാഫൈറ്റ് sp2 ഹൈബ്രിഡൈസേഷൻ ആണ് എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ മക്കളെ പറയുന്നത്? ക്ലിയർ ആണല്ലോ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 72ാമത്തെ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. ഓൾ ദ 5d orbitals are different in size when compared to the corresponding 4d. വളരെ ശരിയാണ്. എന്തുകൊണ്ട് വളരെ ശരിയാണ്? സൈസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറുമായി ബന്ധപ്പെട്ടതാണ്. ഇത് 5d ആണ്, 4d ആണ്. അപ്പോൾ സൈസ് ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞാൽ വളരെ ശരിയാണ്. All the 5 4d orbitals have shape similar to the respective 3d orbit. അത് ശരിയാണ്. 4d-ന്റെയും 3d-ന്റെയും ഷേപ്പ് സെയിം ആണ്. ഇൻ ആൻ ആറ്റം ഓൾ ദ 5 3d orbitals are equal in energy in phase state. അതും ശരിയാണെന്ന് പറയാം. ഓക്കെ. ഇൻ ദ ഷേപ്പ് ഓഫ് dxy dyz dxz orbitals are similar to each other and dx2 z2 are similar in each other. അത് തെറ്റാണ്. അതായത് ഈ ആദ്യം പറഞ്ഞ മൂന്നെണ്ണത്തിന്റെയും ഷേപ്പ് നിങ്ങൾക്ക് അറിയാം. ഇങ്ങനെയല്ലേ മക്കളെ ഷേപ്പ് ഉണ്ടാവുക? ആദ്യത്തെ മൂന്നെണ്ണം. പക്ഷേ dx2 - y2 z2 അങ്ങനെയാണോ? അല്ല. dx2 - y2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർബിറ്റിലൂടെയാണ്. dz2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇങ്ങനെയല്ലേ വരുന്നത്? ഒരേപോലെയാണോ? അല്ല. ഈ ആദ്യത്തെ മൂന്നെണ്ണം മാത്രം പറഞ്ഞു വെച്ചിരുന്നെങ്കിൽ അത് ശരിയാണ്. പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് തെറ്റാണ്. സോ ദാറ്റ് ഇസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദിസ്. ദ ആൻസർ ഇസ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. 72ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി 73ലേക്ക് വന്നാൽ ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. ഇതിൽ നിന്ന് എന്താ കണ്ടെത്തേണ്ടത്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ. ആൽക്കലി മെറ്റൽസ് വിത്ത് വാട്ടർ ടു ഫോം ദർ ഹൈഡ്രോക്സൈഡ്സ്. ശരിയാണ്. അവർക്ക് എന്ത് ഫോം ചെയ്യാൻ പറ്റും? ഹൈഡ്രോക്സൈഡുകൾ ഫോം ചെയ്യാൻ പറ്റും. ഇനിയോ ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് പൊട്ടാസ്യം in KO2 is +4. ഒരിക്കലും പോസിബിൾ അല്ല. ആൽക്കലി മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മക്കളെ +1 അല്ലേ? പൊട്ടാസ്യം +4 ആവോ? ഒരിക്കലും +4 ആവില്ല. ഒരിക്കലും +4 ആവില്ല. ഓക്കെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി എന്താ മക്കളെ ഒരു ക്വസ്റ്റ്യൻ? എന്താണ്? തെർമോഡൈനാമിക്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് PV curve represents a maximum work done? PV എന്താ പറയുക, ഗ്രാഫില് മാക്സിമം വർക്ക് ഡൺ കാണാൻ മാക്സിമം എന്ത് നോക്കിയാൽ മതി? വോളിയം നോക്കിയാൽ പോരെ മക്കളെ? ഇതിലെവിടെയാ മാക്സിമം വോളിയം ഉള്ളത്? ഇവിടെ തന്നെയല്ലേ മാക്സിമം വോളിയം ഉള്ളത്? ആണ്. ഇവിടെ തന്നെയല്ലേ വോളിയം ഉള്ളത്? നോക്ക്. ഇത് 4 നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം വോളിയം ഓപ്ഷൻ 2-ലാണുള്ളത്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഇനി എന്താ മക്കളെ 75ാമത്തെ ക്വസ്റ്റ്യൻ. അത് ജെൽദാസ് മെത്തേഡ്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് നൈട്രജനിലാണല്ലോ നമ്മൾ ജെൽദാസ് മെത്തേഡ് പഠിച്ചത്. ദ ജെൽദാസ് മെത്തേഡ്സ് ഫോർ ദ estimation of nitrogen can be used to estimate the amount of nitrogen in which of the following compound. Okay. ഇതിൽ എവിടെയാണ് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുക? എവിടെയാണ് നമ്മുടെ നൈട്രജന്റെ എസ്റ്റിമേഷൻ പോസിബിൾ ആവുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നോക്കൂ, ഇത് ഒറ്റയടിക്ക് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ മക്കളെ യെസ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് അനിലിൻ ആണ്. ഏതാണ് ആൻസർ? അനിലിൻ. കാരണം ഇതിനകത്തുള്ള NH2 വളരെ പെട്ടെന്ന് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? അമോണിയ ആയിട്ട് മാറാൻ പറ്റും. ഇവിടെയുള്ള ഈ ഡയസോ കോമ്പൗണ്ടുകളൊന്നും എന്ത് ചെയ്യുന്നില്ല. ഇതേപോലെ തന്നെ ഹെട്രോസൈക്ലിക് നൈട്രജൻ അടങ്ങിയ കോമ്പൗണ്ടുകളിലൊന്നും നമ്മുടെ എന്താ പറയാ ജെൽദാസ് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നറിയാം. അപ്പൊ ഒറ്റയടിക്ക് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും അതിന്റെ ആൻസർ ഏതാണ്? 3 ആണ് എന്ന്. ഇനി നോക്കൂ നിങ്ങൾ, 76ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 76ാമത്തെ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതും എന്താണ്? ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ്ങില് നമുക്ക് മെഗ്നീഷ്യത്തിന്റെ ഹൈഡ്രൈഡ് ഒരു അയോണിക് ആണ് എന്ന് പെട്ടെന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ജർമേനിയത്തിന്റെ ഹൈഡ്രൈഡ് ഇലക്ട്രോൺ പ്രിസൈസ് ആണെന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ B2H6 ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണെന്ന് അറിയാം. HF എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിച്ച് ആണെന്ന് അറിയാം. അപ്പോൾ A കണക്ട് ആവേണ്ടത് 4ഉമായിട്ടാണ്. ഇവിടെ കണക്ട് ആയിട്ടുണ്ട്, വേറെ ഒന്നും കണക്ട് ആയിട്ടില്ല. അപ്പൊ ആദ്യത്തെ കണക്ഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നെ ആൻസർ ഏതാണ്? 1 ആണ് എന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. കാരണം A4 വേറെ മാച്ചിങ് ഒന്നും അവിടെ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് the following hydrides of group 16 are in the increasing order. മക്കളെ ഗ്രൂപ്പ് 16ന്റെ ഹൈഡ്രൈഡുകൾ എടുത്താൽ
അവിടെ ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉള്ളത് വാട്ടറിനാണ്. വാട്ടറിനേക്കാൾ കൂടുതൽ ബോയിലിംഗ് പോയിന്റ് അതിനകത്ത് ആർക്കും ഇല്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നിരിക്കുന്ന ഓർഡർ തെറ്റാണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2, ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദിസ് ഹൈഡ്രേറ്റ്സ് ആർ ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഓഫ് മോളിക്കുലാർ മാസ്. ആ സ്റ്റേറ്റ്മെന്റ് ജനറലി ശരിയാണ്, പക്ഷേ ഈ ഗ്രൂപ്പ് 16മായി ബന്ധപ്പെട്ട് അത് ശരിയല്ല. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ്, തെറ്റാണ് എന്ന് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഇൻകറക്റ്റ് എന്ന് ഇവിടെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, പറയേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് 78ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ദ ബോണ്ട് ഓർഡർ ഓഫ് O2 പ്ലസ് O2+ന്റെ ബോണ്ട് ഓർഡർ 2.5 ആണെന്ന് പറഞ്ഞാൽ വളരെ ശരിയാണ്. O2 2 ആണ്, 1.5 ആണ്, 1 ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. C2 molecule has 4 electron in its 2 degenerate pi orbitals പറഞ്ഞാൽ ശരിയാണ്. ഹൈഡ്രജൻ മോളിക്കൂൾ ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ശരിയാണ്. O2+ is diamagnetic എന്ന് പറഞ്ഞാൽ തെറ്റാണ്. നമുക്കറിയാലോ O2 എന്ന് പറഞ്ഞാൽ π* 2p x ഒരു ഇലക്ട്രോൺ, π* 2p y ഒരു ഇലക്ട്രോൺ. അങ്ങനെ 2 അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ലേ? ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാലും അവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ അതെന്തായിട്ടാണ് മാറേണ്ടത്? പാരാമാഗ്നറ്റിക് ആയിട്ടാണ് മാറേണ്ടത്. അപ്പൊ ഡയാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. അതും മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതും എന്താണ്? മാച്ച് ദ ഫോളോയിങ് ആണ്. എന്താ മാച്ച് ദ ഫോളോയിങ്ങിൽ ഉള്ളത്? മാച്ച് ദ ഫോളോയിങ്ങില് സയനോഹൈഡ്രിൻ എന്ന് പറയുമ്പോൾ തന്നെ മക്കളെ HCl എന്ന് മാർക്ക് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ 1 4 കണക്ട് ആയത് ഇവിടെ 4 മാത്രമല്ലേ ഉള്ളൂ. ജസ്റ്റ് ഒരു കണക്ഷനോട് നമുക്ക് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്, പറയേണ്ട ആവശ്യമില്ല. ഇനി മക്കളെ ഇതില് ആരാണ് എന്ത് അരോമാറ്റിക് അല്ലാത്തത് എന്നുള്ളതാണ്. ഒറ്റയടിക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ ചിലർ ഇത് മാർക്ക് ചെയ്തേക്കാം. അല്ല, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. ഈ കാർബൺ നോക്കിക്കേ നിങ്ങൾ, അത് എന്താണ്? sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. sp2 ഹൈബ്രിഡൈസ്ഡ് അല്ലേ വേണ്ടത്? എന്നാലല്ലേ അവിടെ കോൺജുഗേഷൻ ഉണ്ടാവുകയുള്ളൂ. ഹക്കിൾസ് റൂൾ ഓഫ് അരോമാറ്റിസിറ്റി പ്രകാരം കോൺജുഗേറ്റഡ് ആവണ്ടേ? കോൺജുഗേറ്റഡ് ആവണം. ഇവിടെ ഒരു പ്ലസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആലോചിക്കായിരുന്നു, പക്ഷെ ഇത് അരോമാറ്റിക് അല്ല. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി 81ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഇവിടെ ഒക്കെ എന്ത് തന്നിട്ടുണ്ട്? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പ്രെഡിക്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ക്യാൻ നോട്ട് ഒക്കർ. മക്കളെ വളരെ സിമ്പിൾ അല്ലേ? നോക്ക്, കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ സിങ്കിന് കഴിയില്ലേ? ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതല്ലേ അത് ആണ്. കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ അയണിന് പറ്റുമോ? അയണിന് പറ്റും, ബിക്കോസ് അയൺ ഇസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. ഫെറസ് സൾഫേറ്റിൽ നിന്ന് സിങ്കിന് അയണിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ സിങ്കിന് പറ്റുമോ? പറ്റും, ബിക്കോസ് സിങ്ക് ഇസ് മോർ റിയാക്റ്റീവ് ദാൻ അയൺ. കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പർ ഡിസ്പ്ലേസ് ചെയ്യാൻ സിൽവറിന് പറ്റുമോ? പറ്റില്ല, ബിക്കോസ് സിൽവർ ഇസ് ലെസ് റിയാക്റ്റീവ് ദാൻ കോപ്പർ. സോ ഇതാണ് ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്താണ്? ഗ്രിഗ്നാർഡ് റിയേജന്റ് കാർബൺ ഡൈ ഓക്സൈഡുമായി റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു അഡീഷൻ പ്രോഡക്റ്റ് കിട്ടും, പറയേണ്ടതില്ലല്ലോ. ഗ്രിഗ്നാർഡ് റിയേജന്റ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ സാധനം? ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ ഇവിടെ നെഗറ്റീവ് വരും, ഇവിടെ പ്ലസ് ഇങ്ങോട്ടേക്ക് വരും. ഇനി RMgX 6 പോസിറ്റീവ് അല്ലേ? അപ്പൊ 6 ഇങ്ങോട്ട് വരും. അപ്പൊ എന്താണ്? RCOO മൈനസ് MgX. അപ്പൊ ഓപ്ഷൻ 1 ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ഇനി എന്താ മക്കളെ 83ാമത്തെ ക്വസ്റ്റ്യൻ. In 1 molar solution that contain 0.5 mole of the solute, therefore 0.5 mole ആണ്. 0.5 mole ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നോർമൽ കേസിൽ 1 മോളാല് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക? 1 മോള് 1000 ഗ്രാം സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുക. ഇവിടെ 0.5 കിട്ടേണ്ടത്. അപ്പൊ 500 ഗ്രാമിൽ ഡിസോൾവ് ചെയ്താൽ മതി. അപ്പൊ 500 ഗ്രാം സോൾവെന്റ്. അപ്പൊ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ 2 ആണ്. ഇനി മാച്ച് ദ ഫോളോയിങ്. മാച്ച് ദ ഫോളോയിങ് എന്താ മക്കളെ വരുന്നത്? ഇവിടെ ഉള്ളത് ലിത്തിയം ആരുമായിട്ട് മാച്ച് ചെയ്യാം? ലിത്തിയം നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ഉപയോഗിക്കാം. സോഡിയം നമുക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാം? സോഡിയം നമുക്ക് എന്താ പറയാ, ഫാസ്റ്റ് ബ്രേക്കർ റിയാക്ഷൻസിൽ കൂളന്റ് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, പിന്നെന്താ? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. സീഷ്യം ഫോട്ടോ ഇലക്ട്രിക് സെല്ലിൽ ഉപയോഗിക്കുന്നുണ്ട്. സോ A കണക്ട് ചെയ്യുന്നത് 2 ആയിട്ട് അല്ലേ?
അപ്പോൾ A2 ആയിട്ടുള്ള ഒരു കണക്ഷൻ ഇവിടെ ഉള്ളൂ. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ 4 ആണ് എന്ന് അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. എന്താണ്? ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺസ് ആർ ഹയർ ദാൻ ഹൈഡ്രോകാർബൺസ് ഓഫ് കമ്പയറബിൾ മോളിക്കുലാർ മാസസ് ബിക്കോസ് ഓഫ് ദ വീക്ക് മോളിക്കുലാർ അസോസിയേഷൻ ഇൻ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ഡ്യൂ ടു ഡൈപോൾ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് വളരെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ആർ ലോവർ ദാൻ the alcohols of similar molecular mass due to absence of hydrogen bond എന്ന് പറഞ്ഞാൽ അതും എന്താണ്? വളരെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? കറക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ ആണല്ലോ മക്കളെ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി 86ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ഓർഡർ ഓഫ് എനർജി അബ്സോർബ്ഡ് വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ കളർ ഓഫ് ദി കോംപ്ലക്സ്. അപ്പൊ ഇവിടെ ഓർഡർ ഓഫ് എനർജി അബ്സോർബ്ഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്തിലീൻ ഡൈഅമൈൻ എന്ന് പറയുന്ന ലിഗാൻഡ് അവിടെ ഉണ്ടോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. എത്തിലീൻ ഡൈഅമൈൻ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് കൂടും? എനർജി കൂടും. അപ്പൊ നമുക്ക് എത്തിലീൻ ഡൈഅമൈൻ ഇല്ലാത്തതിനായിരിക്കും ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഇവിടെ ഉണ്ടാവുക. അപ്പൊ എത്തിലീൻ ഡൈഅമൈൻ ഇല്ലാത്തത് സിയിലാണ്, പിന്നെ ഒന്നുള്ളത് എവിടെയാണ്? ബിയിലാണ്, പിന്നുള്ളത് എവിടെയാണ്? എയിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 2 എന്തായിട്ട് മാർക്ക് ചെയ്യാം? ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. ഇനി നോക്കൂ, ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. 2 സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇൻ ലുക്കാസ് ടെസ്റ്റ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾസ് ആർ ഡിസ്റ്റിംഗ്വിഷ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ റിയാക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് സിങ്ക് ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ, അഥവാ ലുക്കാസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി പ്രൈമറി ആൽക്കഹോൾസ് ആർ മോസ്റ്റ് റിയാക്റ്റീവ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി പ്രൊഡ്യൂസ് ടെർബിഡിറ്റി എന്ന് പറഞ്ഞാൽ അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താ? ടേർഷറി ആൽക്കഹോൾ ആണ് ഇമ്മീഡിയറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്ത് തരുന്നത്? ടെർബിഡിറ്റി തരുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? ഇൻകറക്റ്റ് ആണ്. അപ്പൊ അതിന്റെ ആൻസർ ഏതാ വരിക മക്കളെ? ഓപ്ഷൻ 3 ആണ് വരിക. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? തെറ്റാണ്. ഇനി in which of the following is not formed when the acetone reacts with 2-pentanone? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് വലിയ എന്തോ സംഭവമാണെന്ന് തോന്നും. വളരെ സിമ്പിൾ ആണ്. അസറ്റോൺ ആണ് ഇവിടെ റിയാക്ട് ചെയ്യുന്നത്. എന്താണ്? പ്രൊപ്പൻ 2-on. അതാരുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? 2-pentanone റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ജോയിനിങ് ആണ് അവിടെ നടക്കുക. അപ്പൊ ആ ജോയിനിങ്ങിൽ ഇതിൽ ഒരേ ഒരു സാധനം മാത്രമേ പോസിബിൾ അല്ലാത്തതുള്ളൂ. അത് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവേണ്ടതാണ്. ഓർഗാനിക് റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതേതാണ്? ഓപ്ഷൻ 2 ആണ്. ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ തന്നെ അസറ്റോൺ പ്ലസ് 2-pentanone എന്ന് ജസ്റ്റ് എഴുതി നോക്കിയാൽ തന്നെ ഇതിന് പോസിബിലിറ്റി ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ 2 ആണ് എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ മക്കളെ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോയാൽ ഇവിടെ എന്താണ് വരുന്നത്? 89th ക്വസ്റ്റ്യൻ ആണ്. 89th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10 ലിറ്റർ ഫ്ലാസ്ക് കണ്ടെയ്ൻ 64 gram ഓഫ് ഓക്സിജൻ അറ്റ് 27 degrees Celsius. ഓക്കെ, O2 എന്താണ്? ഐഡിയൽ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന പ്രഷറാണ് ചോദ്യം. ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന പ്രഷറാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പ്രഷർ കാണാൻ നമുക്ക് ഐഡിയൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് കൊണ്ട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV = nRT എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രഷർ = nRT/V ചെയ്താൽ മതി. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും. ആൻസർ നമുക്ക് 4.9 തന്നെയാണ് കിട്ടുന്നത്. 4.9 തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. യെസ്. ഇനി നമ്മൾ 19th ക്വസ്റ്റ്യനിലേക്ക് എത്തുന്ന സമയത്ത് ദ കറക്റ്റ് IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ആണ്. ഇതിന്റെ IUPAC നെയിം. അപ്പൊ ഇതിന്റെ IUPAC നെയിം കാണുന്ന സമയത്ത് നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ട് നമ്പർ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നമുക്ക് OH ആണ് പ്രയോറിറ്റി കൂടുതലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്. ആ പ്രയോറിറ്റി കൂടുതലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിന് ലീസ്റ്റ് നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല, അവിടുന്ന് ഇങ്ങോട്ടാണ്. 1 2 3 ആണ്. അപ്പോ എന്താ പറയാ, ഒന്നാമത്തെ പൊസിഷനിൽ ബ്രോമിൻ വരണം. അപ്പൊ 1 ബ്രോമോ അല്ലെ? അപ്പൊ 1 ബ്രോമോ വരുമ്പോൾ തന്നെ 2ഉം 4ഉം അല്ല എന്ന് മനസ്സിലായി. 1 ബ്രോമോ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മീത്തൈൽ ഉണ്ട്, ക്ലോറിൻ ഉണ്ട് അല്ലെ? 4 5. അപ്പൊ 5 ക്ലോറോ, ആൽഫബറ്റിക് ഓർഡറിൽ ക്ലോറിൻ അല്ലേ പിന്നെ വരേണ്ടത്. അപ്പൊ 5 ക്ലോറോ വരണമെങ്കിൽ ഓപ്ഷൻ 1 തന്നെയാണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി 91
91ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓക്സിഡൈസ് അയോഡൈഡ് ടു അയോഡേറ്റ്. ദ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എന്താണ്? മാംഗനീസ് ഇൻ ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ മാംഗനീസ് വരുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. നമുക്കറിയാം, അത് നമ്മൾ DNF പഠിച്ചതാണ്. MnO4 മൈനസ് MnO2 ആയിട്ടാണ് മാറുന്നത് അല്ലെ. MnO4 മൈനസ് MnO2 ആയിട്ട് മാറുക എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ എന്താ വരുന്നത്? അതിന്റെ ആൻസർ +7 +4 ആണ് വരിക. +7 +4 ആണ് കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഒരു ഓർഗാനിക്കിൽ നിന്നുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ഉള്ളവർക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. The product formed from the following reaction sequences. ഒരു സയനൈഡ് ആണ് അഥവാ ഒരു നൈട്രൈൽ ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ നൈട്രൈലിനെ നമ്മൾ ഒരു സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള ലിത്തിയം അലുമിനിയം ഹൈഡ്രേറ്റ് ഉപയോഗിച്ചിട്ടാണ് റെഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ CN എന്ന് പറയുന്ന ആൾ എന്തായിട്ട് മാറും? CN എന്ന് പറയുന്ന ആൾ എന്തായിട്ട് മാറും? അത് NH2 അമിനോ ഗ്രൂപ്പ് ആയിട്ട് മാറും. ഓക്കെ, അതിന് നമ്മൾ സോഡിയം നൈട്രേറ്റും HCl-ഉമായി ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഡൈസോട്ടൈസേഷൻ റിയാക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ടെമ്പറേച്ചർ ലോ കണ്ടീഷനിൽ കീപ്പ് ചെയ്യാത്തത് കൊണ്ട് അത് ആൽക്കഹോൾ ആയിട്ടാണ് മാറുക. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഒരേ ഒരു ആൽക്കഹോളേ ഉള്ളൂ. അതേതാണ്? അത് ഓപ്ഷൻ D ആണ്. ഐ മീൻ 4th ഓപ്ഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. വേറെ ഒരു ആൽക്കഹോളും തന്നിട്ടില്ല, ഒരേ ഒരു ആൽക്കഹോളേ ഉള്ളൂ. സോ ദാറ്റ് ഇസ് എ കറക്റ്റ് ആൻസർ കേട്ടോ. യെസ്. ഇനി എന്താണ്? 93ാമത്തെ ക്വസ്റ്റ്യൻ എൻവിറോൺമെന്റൽ കെമിസ്ട്രിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ പൊല്യൂഷൻ ഡ്യൂ ടു ഓക്സൈഡ്സ് ഓഫ് സൾഫർ ഗെറ്റ് എൻഹാൻസ്ഡ് ഡ്യൂ ടു ദ പ്രസൻസ്. ഓക്കെ, ഇതിൽ ആരുടെ പ്രസൻസ് ഉണ്ടാവുമ്പോഴാണ് സൾഫർ ഡയോക്സൈഡ് എന്താണ്? The pollution due to oxide of sulfur get enhanced due to the presence of what? അതായത് സൾഫറിന്റെ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ സൾഫർ ഡയോക്സൈഡ്. ഇതിനേക്കാളും സീരിയസ് ആയിട്ടുള്ള ഹാംഫുൾ കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓക്സൈഡ് ആണ് സൾഫർ ട്രയോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ സൾഫർ ഡയോക്സൈഡിനെ ട്രയോക്സൈഡ് ആക്കി മാറ്റുന്നത് ആരാണ് എന്നുള്ളതാണ് ഇവിടെ ആക്ച്വലി ചോദ്യം. അത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ NCERT വായിച്ച് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, ഇവിടെ പർട്ടിക്കുലേറ്റ് മാറ്റർ സൾഫർ ഡയോക്സൈഡിനെ സൾഫർ ട്രയോക്സൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നുണ്ട് എന്ന് NCERT പറഞ്ഞതാണ്. ഓസോണും അതിനെ കാറ്റലൈസ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രോ കാർബൺ കാറ്റലൈസ് ചെയ്യുന്നില്ല, ഹൈഡ്രജൻ പെറോക്സൈഡ് കാറ്റലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എയും ബിയും ഡിയും കിട്ടണം. എയും ബിയും ഡിയും കിട്ടുന്നത് എവിടെയാണ്? ഓപ്ഷൻ 2-ലാണ്. ഹൈഡ്രോ കാർബൺ മാത്രമാണ് സൾഫർ ട്രയോക്സൈഡിന്റെ ഫോർമേഷനെ കാറ്റലൈസ് ചെയ്യാത്തത്. നമുക്കറിയാം, അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആ ഫോർമേഷൻ അത്ര സിമ്പിൾ അല്ല. ഈ കാറ്റലിസ്റ്റുകളാണ് അത് എന്ത് ചെയ്യുന്നത്? ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി കോമ്പൗണ്ട് എക്സ് ഓൺ റിയാക്ഷൻ വിത്ത് ഓസോൺ, അതായത് ഓസോണോളിസിസുമായി ബന്ധപ്പെട്ട എന്താണ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? തന്നിട്ടുള്ളത്. അപ്പൊ ഓസോണോളിസിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സോൾവ്? പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ നമ്മൾ പറഞ്ഞിരുന്നു. അതെന്ത് ചെയ്താൽ മതി? ആ ആൽക്കീനിലുള്ള ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് രണ്ട് സ്ഥലത്തും ഓക്സിജൻ കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ കിട്ടുന്ന എന്താണ്? 2-മീഥൈൽ പ്രൊപ്പനാൽ ആണ് പ്രൊഡക്റ്റ് കിട്ടുന്നത്. അതേപോലെ ഫോർമാൽഡിഹൈഡ്. അപ്പൊ ഫോർമാൽഡിഹൈഡും 2-മീഥൈൽ പ്രൊപ്പനാളും പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട ആൽക്കീൻ എന്ന് പറയുന്നത് 3-മീഥൈൽ ബ്യൂട്ട്-1-ene ആണ്. ജസ്റ്റ് 3-മീഥൈൽ ബ്യൂട്ട്-1-ene എടുത്ത് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് 2 ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഫോർമാൽഡിഹൈഡും അതേപോലെ തന്നെ 2-മീഥൈൽ പ്രൊപ്പനാളും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ മക്കളെ? ഇനി എന്താണ് ഇത്? ഈ ക്വസ്റ്റ്യന്റെ 95ാമത്തെ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനത് പറയുന്നില്ല. കാരണം ഈ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യപ്പെടും? ക്യാൻസൽ ചെയ്യപ്പെടും. ക്യാൻസൽ ചെയ്യപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. അത് 10.5 എന്നാണ് തന്നിട്ടുള്ളത്. അത് ആക്ച്വലി 1.05 ആണ് വേണ്ടിയിരുന്നത്. 1.05 വോൾട്ട് വെച്ച് ചെയ്താലേ നമുക്ക് ഇവിടെ എന്ത് കിട്ടുള്ളൂ? ആൻസർ കിട്ടുള്ളൂ. പക്ഷെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ തെറ്റായതുകൊണ്ട് തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യപ്പെടും? ക്യാൻസൽ ചെയ്യപ്പെടും എന്നുള്ളതാണ് കേട്ടോ. ഇനി മക്കളെ നോക്കൂ, 96th ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഈ റിയാക്ഷന്റെ KC-യുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ KC കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. KC കാണാൻ എന്താ ചെയ്യേണ്ടത്? പ്രോഡക്റ്റിന്റെ മോളാർ കോൺസെൻട്രേഷൻ, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഓസോൺ ആണ്. അപ്പോൾ O3/2 ഡിവൈഡഡ് ബൈ O2/3 ആണ് നമുക്ക് ഉണ്ടാവുക. ഇവിടെ KC-യുടെ വാല്യൂ 3.10⁻⁻15 തന്നിട്ടുണ്ട്. ഇത് അതേപോലെ തന്നെ എന്താണ്? O2ന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് കാണാവുന്നതേ ഉള്ളൂ? O3യുടെ കോൺസെൻട്രേഷൻ കാണാവുന്നതേ ഉള്ളൂ. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 4 point something ആണ് കിട്ടുക. ഒരേ ഒരു ആൻസറേ ഉള്ളൂ, ഓപ്ഷൻ 1 ആണ്.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പെട്ടെന്ന് പോവാം. ഇഫ് ദ റേഡിയസ് ഓഫ് ദ സെക്കൻഡ് ബോർ ഓർബിറ്റ് ഓഫ് ദ ഹീലിയം പ്ലസ് അയോണേഴ്സ്, ഹീലിയം പ്ലസിന്റെ എന്ത് തന്നിട്ടുണ്ട്, ഓർബിറ്റിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്, പൈക്കോമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലിത്തിയം 2+ൻ്റെതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം റേഡിയസ് തമ്മിൽ കാണാനുള്ള, ഹൈഡ്രജൻ ലൈക്ക് ആറ്റങ്ങളുടെ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ അറിയാം. അതിന്റെ പ്രത്യേകത nth ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോണിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n² ഡിവൈഡഡ് ബൈ എന്താണ്, z ആണ്. ഈ ഇക്വേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് 158.7 പൈക്കോമീറ്റർ കിട്ടും. നമ്മൾ ബോറിന്റെ ആറ്റം മോഡലിന്റെ പോസ്റ്റുലേറ്റിൽ ഹൈഡ്രജൻ ലൈക്ക് ആറ്റങ്ങളുടെ എനർജി കാണാനും റേഡിയസ് കാണാനുള്ള ഇക്വേഷനിലുള്ള ഡിഫറൻസ് പഠിച്ചിരുന്നു. അറ്റോമിക് നമ്പർ ഡിവൈഡ് ചെയ്യണം, റേഡിയസ് കാണാൻ, എനർജി കാണാൻ അറ്റോമിക് നമ്പറിന്റെ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യണം. അത് ഓർമ്മയുള്ളവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി നോക്കൂ മക്കളെ, അടുത്ത ക്വസ്റ്റ്യന് 98th ക്വസ്റ്റ്യൻ ആണ്. ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ്, നമ്മുടെ മെറ്റലർജിയിൽ നിന്നുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മെറ്റലും അതിന്റെ കറസ്പോണ്ടിങ് ഓറുമാണ് ഇവിടെ അറിയേണ്ടത്. ഇവിടെ ഹെമറ്റൈറ്റിന്റെ ഓർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് Fe2O3 കൊടുക്കാവുന്നതാണ്. മാഗ്നറ്റൈറ്റിന്റെ ഓർ എന്ന് പറയുന്നത് Fe3O4 ആണ്. അപ്പോൾ A3യിലേക്ക് കണക്ട് ആവണം. A3യിലേക്ക് കണക്ട് ആവുന്നത് ഇവിടെ രണ്ട് സ്ഥലത്തുള്ളത്. 2 1ലേക്ക് കണക്ട് ആവണം. രണ്ടും കണക്ട് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കലാമിൻ നോക്കണം. കലാമിൻ എന്ന് പറയുന്നത് സിങ്കിന്റെ കാർബണേറ്റ് ആണ്. അപ്പൊ C2ലേക്ക് കണക്ട് ആവണം. C ഇവിടെ മാത്രമേ കണക്ട് ആയിട്ടുള്ളൂ. സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ 2 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോപ്പർ ക്രിസ്റ്റലൈസ് ഇൻ FCC യൂണിറ്റ്സിൽ വിത്ത് എഡ്ജ് ലെങ്ത് എന്നിട്ട് ഡെൻസിറ്റി ഓഫ് ദ കോപ്പർ എന്നിട്ട് കാൽക്കുലേറ്റ് ദ അറ്റോമിക് മാസ് ആണ്. ഏത് ഇക്വേഷനാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്? ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. അത് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു Zm/A³ Na എന്ന് പറയുന്നതാണ്. സെഡിന്റെ വാല്യൂ FCC ക്രിസ്റ്റൽ ആയതുകൊണ്ട് 4 ആണ്. M ആണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. ഡെൻസിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. Na എന്ന് പറഞ്ഞാൽ അവോഗാഡ്രോ നമ്പർ ആണെന്ന് അറിയാം. ജസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 63.1 കിട്ടും. ഇനി അതിന്റെയും ആക്ച്വലി ആവശ്യം വരുന്നില്ല. ഇവിടെ ആരെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്, കോപ്പറിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അത് ചിലപ്പോൾ നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. വെച്ചിട്ടില്ലെങ്കിൽ കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്. ഇക്വേഷൻ അപ്ലൈ ചെയ്യാതെ തന്നെ നമുക്ക് ഓപ്ഷൻ 1 അവിടെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കെമിസ്ട്രിയിലുള്ള ക്വസ്റ്റ്യൻ. അതെന്താണ്, ഫോർ ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ A gives product initial concentration of A is 0.1 molar which becomes 0.001 molar after 5 minutes. റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ദ റിയാക്ഷൻ ആണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞത്, കാണാൻ പറഞ്ഞത്. അപ്പോൾ റേറ്റ് കോൺസ്റ്റന്റ് കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. റേറ്റ് കോൺസ്റ്റന്റ് K is equal to 2.303 divided by P log R0/R ആണ്. R0/R ആണ്. R0 എന്താണ്, 0.1 ആണ്. R കോൺസെൻട്രേഷന്റെ ടൈം T എത്രയാണ്, 0.001 ആണ്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആൻസർ 0.9 കിട്ടും കേട്ടോ. ലാർജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എവിടെ ഉള്ളത്, നമ്മുടെ കെമിസ്ട്രിയിലുള്ളത്. കെമിസ്ട്രിയുടെ മുഴുവൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 2-3 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, സ്റ്റേറ്റ്മെന്റ് വായിച്ച് ആൻസർ പറയേണ്ട ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടുതലാണ്. അവിടെ തന്നെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ടെസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് ഒരുപാട് സമയം അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതേസമയം ഓർഗാനിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത ചെയ്ത് പ്രാക്ടീസ് ഉള്ളവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പിന്നെ പല ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് NCERT-ൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റിപ്പീറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഈ രൂപത്തിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി വേദി ഞാൻ സച്ചിൻ സാറിന് കൈമാറുകയാണ്. ഫുഡുണ്ട്. ഹലോ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മളെ പിന്നെ നീറ്റിന്റെ 2022 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലാണ് അല്ലെ. അതിൽ ബയോളജിയും കെമിസ്ട്രിയും ഓൾറെഡി കംപ്ലീറ്റ് ആയി. എനിക്ക് തോന്നുന്നത് ബയോളജിയേക്കാളും കെമിസ്ട്രി, കെമിസ്ട്രി എന്താ അവസ്ഥ, ഒരു മീൻസ് ജസ്റ്റ് അബോ അല്ലെ. ഫിസിക്സ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് ഒരു 3 സ്റ്റെപ്പിൽ കൂടുതൽ എന്ത് വേണ്ട, പിന്നെ സ്റ്റെപ്പുകൾ വേണ്ട ആൻസറിലേക്ക് എത്താൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു ഫിസിക്സിന്റെ കേസിൽ. നമുക്ക് നോക്കാം. ഓക്കെ,
സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അധികം എന്താ പറയാ സംസാരത്തിൽ നിൽക്കുന്നില്ല. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ അല്ല സീനു. യെസ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ യെസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സമയം ഇത്ര വൈകിയാണ്, പെട്ടെന്ന് സോൾവ് ചെയ്ത് പോവാണ്, ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ ഡയമെൻഷൻ ഫോർമുല ഓഫ് എന്താണ് MLT⁻², A⁻², belong to the magnetic flux, self inductance, magnetic permittivity. ഇത് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഡയമെൻഷൻ ഫോർമുല എല്ലാവരും കണ്ട ഒരു ഡയമെൻഷൻ ഫോർമുലയാണ്. അതാരുടെ മക്കളെ? മാഗ്നറ്റിക് പെർമിബിലിറ്റിയുടെ എന്താണ് ഡയമെൻഷൻ ഫോർമുലയാണ്. ഓക്കെ, സോ മാഗ്നറ്റിക് പെർമിബിലിറ്റി വരുന്ന ഏതെങ്കിലും സിമ്പിൾ ഇക്വേഷൻ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ മീൻസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് പിന്നെ മൂവിംഗ് ചാർജിൽ വരുന്ന രണ്ട് പാരലൽ കറണ്ട് ക്യാരിങ് കണക്ടേഴ്സ്, അവിടെ വരുന്ന ഫോഴ്സ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഫോഴ്സിന്റെ ഇക്വേഷൻ വളരെ എളുപ്പത്തിൽ ഈ ഡയമെൻഷൻ ഫോർമുലയിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഈസ് തേർഡ് വൺ ഈസ് ദ റൈറ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ മക്കളെ, എല്ലാ ക്വസ്റ്റ്യൻസും വളരെ സിമ്പിൾ ആണ്, ചിന്തിക്കാൻ മാത്രമൊന്നുമില്ല. നമുക്ക് നോക്കാം. Let T1 and T2 be the energy of an electron. T1 T2 കാണുമ്പോൾ തന്നെ വിചാരിക്കും ടൈം പീരീഡ് എന്ന് വിചാരിക്കും, പക്ഷെ ടൈം പീരീഡ് അല്ല. അതെന്താ മക്കളെ? എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ആണ് അല്ലെ? ഇലക്ട്രോണിന്റെ എന്താണ്? എനർജിയാണ്. ഇൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേജ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർബിറ്റ് അല്ല, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എന്താണ്? എക്സൈറ്റഡ് സ്റ്റേറ്റിലെ എന്താണ്? എനർജീസ് ആണ് T1 ഉം T2 എങ്കിൽ are the of hydrogen atom. Okay, fine. According to the Bohr model of an atom, ratio of T1 is to T2. So we want to find T1 by T2 കണ്ടാ മതി, ആൻസർ ആകും. T1 എന്താ? എനർജി ആണ്. എത്രാമത്തെ ഷെല്ലിത്താ? രണ്ടാമത്തെ ഷെല്ല്. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് ഷെല്ലാണ്. മക്കളെ നമുക്കറിയാം എനർജി ഓഫ് എൻ ഷെല്ല്, nth എനർജി ലെവൽ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? n സ്ക്വയർ ആണ്. ശരിയല്ലേ? n എന്താ? എത്രാമത്തെ ഷെല്ലാണ് അല്ലെ? പ്രിൻസിപ്പൽ കോൺ നമ്പർ ആണ്. സോ ഇവിടെ വെച്ച് പറയുകയാണെങ്കിൽ മക്കളെ എന്താണ്? T1 എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് എന്താണ്? ഓർബിറ്റ് ആയതുകൊണ്ട് അവിടെ നമുക്ക് പറയാം 1/2² divided by 1/3² എന്ന് വരും. സോ 9:4 ഉണ്ടാവും. ആൻസർ 9:4. T1 is to T2 is 9:4. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഈസ് 9:4. ഒന്നുമില്ല, ഈ ഒരു കാര്യം അറിഞ്ഞാൽ മതി. nth ഓർബിറ്റ് ആണെങ്കിൽ അവിടുത്തെ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് എനർജി ആ n സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. നമുക്ക് പഠിച്ച കാര്യമാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. as the temperature increases, the electrical resistance, temperature കൂടുമ്പോൾ റെസിസ്റ്റൻസിന് എന്താ സംഭവിക്കുക മക്കളെ? increases for both conductors and semiconductors അല്ല. ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റൻസ് കൂടും, സെമി കണ്ടക്ടേഴ്സിന്റെ എന്ത് ചെയ്യും? കുറയാണ് ചെയ്യുക. സോ ഫസ്റ്റ് തെറ്റാണ്. ഡിക്രീസസ് ഫോർ തെറ്റാണ്. ഇൻക്രീസ് ഫോർ കണ്ടക്ടേഴ്സ് ബട്ട് ഡിക്രീസ് ഫോർ യെസ്. ആൻസർ ഈസ് തേർഡ് വൺ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ മക്കളെ നോക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആ. A long solenoid of radius 1 mm. So just solenoid വരച്ചേക്കുക. റേഡിയസ് എത്ര മക്കളെ? 1 × 10⁻³ മീറ്റർ ആണ്. As 100 turns, എത്ര ടേൺസ് ഉണ്ട്? 100 ടേൺസ് പെർ മില്ലിമീറ്റർ. യെസ്, അപ്പൊ ക്യാപിറ്റൽ N അല്ല, സ്മോൾ n ആണ്. 100 ടേൺസ് പെർ മില്ലിമീറ്റർ. അപ്പൊ മക്കളെ 100 ടേൺസ് പെർ mm ആണ്. അത് നമുക്ക് ഇങ്ങനെ എഴുതാം, 100 ടേൺസ് പെർ 10⁻³ മീറ്റർ എന്ന് എഴുതാം. അത് മുകളിൽ കയറുമ്പോൾ 10⁻²ഉം 10⁻³ എന്താവും? 10⁵ ആകും. 10⁵ ടേൺസ് പെർ എന്തായി? മീറ്റർ ആയി. ഓക്കെ, ഇനി അടുത്തത് എന്താ? ഇഫ് 1 ആംപിയർ കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്, 1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ the magnetic field strength at the center of the solenoid, solenoid സെന്ററിലെ ഇന്റൻസിറ്റി കാണണം മക്കളെ. എന്താ ഇക്വേഷൻ? B is equal to μ0 Ni ആണ്. μ0 എന്താ? 4π10⁻⁻7 ആണ്. ഇൻറ്റു n എത്ര? 10⁵ ആണ്. I എത്ര? 1 ആണ്. മക്കളെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആ. അപ്പൊ ഈ R എന്തിനാ? വെറുതെ നിങ്ങൾ പറ്റിക്കാൻ വേണ്ടി തന്നാ കേട്ടോ. ആൻസർ എന്താ മക്കളെ വരിക? 4π. അപ്പൊ ഇത് ചെയ്യുമ്പോൾ എന്താ അവിടെ? 10⁻² ആവും. സോ 4π എന്താണ്? 12.56 ആണ്. എന്തെന്ന് പറഞ്ഞാൽ 4π. ഇപ്പൊ 4π എന്ന് പറയുമ്പോൾ 12.56 into 10⁻² ഉണ്ടാകും. സോ 12.56 into 10⁻². സോ ദിസ് ഈസ് 12.56 10⁻² is the right answer. രണ്ടാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ.
ഇതൊക്കെ ഡയറക്റ്റ് ഒരു ബോർഡ് എക്സാം ലെവൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് വെരി വെരി സിമ്പിൾ, ഡയറക്റ്റ്. നെക്സ്റ്റ്, when two monochromatic lights of frequency nu and nu by 2 are incident on a photoelectric metal, their stopping potential becomes Vs by 2. ഇവിടുത്തെ Vs by 2 ആ stopping potential, ഇവിടുത്തെ എന്താണ് Vs ആണ് respectively. The threshold frequency for this metal is, okay, അങ്ങനെയാണെങ്കിൽ ആ മെറ്റലിന്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി കാണണം. ഒരു മെറ്റലിലേക്ക് ഈ ഫ്രീക്വൻസി വന്ന് തട്ടിയപ്പോൾ അവിടുന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എന്ത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ Vs/2 ആണ്. ഫ്രീക്വൻസി പകുതി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ Vs ആയി മാറി. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ നമുക്കറിയാം. എന്തറിയാം? h nu is equal to എന്താണ്? എനർജി ഓഫ് ഇൻസിഡന്റ് ഫോട്ടോൺ is equal to എന്താ മക്കളെ? h nu 0 പ്ലസ് വർക്ക് ഫംഗ്ഷൻ പ്ലസ് എന്താണ്? കൈനറ്റിക് എനർജി ആണ്. കൈനറ്റിക് എനർജി നമുക്ക് EV0 എന്ന് എഴുതാം. Now listen, ഈ കേസിലേക്ക് ഒന്നാമത്തെ കേസ് ഇത് എന്താ? രണ്ടാമത്തെ കേസ്. ഒന്നാമത്തെ കേസിലേക്ക് ഞാൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ എന്താ വരിക? h nu is equal to h nu 0 പ്ലസ് എന്താ മക്കളെ വരിക? E into V0 സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആ വേണ്ടത്. അതിന് പകരം എന്താ? Vs/2 എന്ന് കൊടുത്തു. ഇനി ഇവന് ഇതേ ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിലോ h nu by 2 is equal to h nu 0 മാറ്റല്ല. കാരണം എന്താ? നമ്മൾ മെറ്റൽ മാറ്റിയിട്ടില്ല, അതിലേക്ക് വരുന്ന ഫോട്ടോൺസിന്റെ ഫ്രീക്വൻസിയാ മാറ്റിയല്ലേ. ഓക്കെ, സോ h nu 0 പ്ലസ് എന്താ മക്കളെ? E into V0 ക്ക് പകരം ഇവിടെ Vs ആണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താ? ത്രെഷോൾഡ് ഫ്രീക്വൻസി ആണ്. nu 0 ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ മക്കളെ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസൺ, നമ്മൾ ഈ ഒരു ഇക്വേഷനെ കംപ്ലീറ്റ്, ഓക്കെ, ഇവിടെ കംപ്ലീറ്റ് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാ ഇത് 2h nu എന്നാകും, ഇതെന്താകും? 2 എന്നാകും. അപ്പൊ ഈ ടേം എന്താവും? കട്ടായി പോകും. എന്നിട്ട് ഈ രണ്ട് ഇക്വേഷൻസും അങ്ങ് സബ്ട്രാക്ട് ചെയ്യും. ഈ രണ്ട് ഇക്വേഷൻസും അങ്ങ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് സാധനവും എന്താവും? കട്ടായി പോകും. ക്ലിയർ ആണല്ലോ? ഓക്കെ, നൗ ലിസൺ, ഈ രണ്ട് സംഭവം സബ്ട്രാക്ട് ചെയ്യാണ്. 2h nu 0 മൈനസ് h nu 0 ഈസ് h nu 0 എന്ന് വരും. 2h nu by h nu by 2, 2 h nu ന്ന് അര h nu പോയാൽ എത്രയാ മക്കളെ? 3/2 h nu, 1.5 h nu എന്നുണ്ടാവും. ഇവിടുന്ന് h-ഉം h-ഉം എന്താവൂടാ? ക്യാൻസൽ ആകും. ചോദിച്ചത് എന്താ? ത്രെഷോൾഡ് ഫ്രീക്വൻസിയാ ചോദിച്ചത്. എന്താ ആൻസർ? 3/2 nu is the right answer. നമുക്ക് ഓക്കെ അല്ലേ? യെസ് യെസ് യെസ്. കമന്റിലാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. റെഡി? യെസ് യെസ് യെസ്. ഓക്കെ, now listen, അപ്പോൾ ആൻസർ ഈസ് 3/2 nu ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നി ഇത് തന്നെ ഉള്ളൂ. പിന്നെ വേറെ 1-2 ക്വസ്റ്റ്യൻസും, ബാക്കി ഒരു 40-42 ക്വസ്റ്റ്യൻസ് പക്ക സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ഇത് കഴിഞ്ഞു. ആൻസർ ഈസ് 4th one is the right answer. നെക്സ്റ്റ് വൺ മാച്ച് ലിസ്റ്റ് ആണ്. ഓക്കെ, ഈ മാച്ച് ദ ഫോളോയിങ് നിങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ ചെന്നെന്ന് വെച്ചാൽ വേവ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലെ ഒരു ടൈപ്പ് വേവ്സും അതിന്റെ കറസ്പോണ്ടിങ് വേവ് ലെങ്ത്തും തന്നിട്ടുണ്ട്. ഓക്കെ, സോ ലിസൺ മക്കളെ, AM റേഡിയോ വേവ്സ് അല്ലെ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റർ എന്താണ്? റേഡിയോ വേവ്സ് ആണെങ്കിൽ അതിന്റെ കേസിൽ ഏതാണ്? ഏത് വേവ് ലെങ്ത് ആണ് അതിന്റെ കറസ്പോണ്ടിങ് വരിക മക്കളെ? യെസ്, 10⁻² മീറ്റർ ആണ് അതിന്റെ എന്ത് വരിക? വേവ് ലെങ്ത് റേഞ്ച് വരുന്നത് അല്ലെ. മൈക്രോവേവ്സിലേക്ക് പോവുകയാണെങ്കിൽ 10⁻² ആണ്. IR-ലേക്ക് വരികയാണെങ്കിൽ 10⁻⁴ ആണ്. എക്സ്റേസിലേക്ക് വരികയാണെങ്കിൽ 10⁻10 ആണ്. സോ A 2 B 3 C 4 D 1. ആൻസർ ഈസ് A2 ഒന്നേ ഉള്ളൂ. അപ്പൊ ഒറ്റൊന്ന് കണ്ടാൽ മതി അല്ലെ. ആൻസർ ഈസ് 4th one is the right answer. Ready? Next, 2 resistors of resistance 100 ohm and 200 ohm are connected in parallel. Yes, അവരെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു. ആരൊക്കെ? 100 ohmനെയും 100 ohmനെയും പിന്നെ 200 ohmനെയും എങ്ങനെ കണക്ട് ചെയ്യാടാ? പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താ? ദ റേഷ്യോ ഓഫ് thermal energy developed in 100 ohm that in 200 ohm is. അപ്പോൾ 100 ഓമിലും 200 ഓമിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന തെർമൽ എനർജിയുടെ എന്ത് കാണണം? റേഷ്യോ കാണണം. അപ്പൊ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന തെർമൽ എനർജി നമുക്ക് H1 കൊടുക്കാം. H1 എന്താണ്? V²/R into T ആണ് വരിക. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എന്താ മക്കളെ? H2 is equal to V²/R into T ആണ് വരിക.
അപ്പോൾ H1/H2 ആണ് കാണാൻ ചോദിച്ചത്. എടാ മക്കളെ രണ്ട് പാരലൽ ആയതുകൊണ്ട് രണ്ടാൾക്ക് വോൾട്ടേജ് എന്തായിരിക്കും സെയിം ആയിരിക്കും. അതുകൊണ്ട് V²/R/T ഉപയോഗിച്ചു കേട്ടോ. നൗ H1/H2 എന്താ മക്കളെ വരിക നോക്ക്. ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് V²T കട്ടാവും. 200 മുകളിലും 100 താഴെ ഉണ്ടാവും. സോ ആൻസർ ഈസ് 2/1. ആൻസർ ഈസ് 2:1 ഈസ് ദ റൈറ്റ് ആൻസർ. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സോ 7th one ഈസ് 2:1. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ഇലക്ട്രിക് ലിഫ്റ്റ്, ഒരു ലിഫ്റ്റ് ഉണ്ട് കയ്യിൽ വിത്ത് എ മാക്സിമം ലോഡ് ഓഫ് 2000. ആൻ ഇലക്ട്രിക് ലിഫ്റ്റ് ഉണ്ട്, അതിന്റെ മാക്സിമം ലോഡ് എത്രയാണ്? 2000 കിലോഗ്രാം ആണ്. 2000 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ മക്കളെ അത് ലിഫ്റ്റും പാസഞ്ചറും ഒക്കെ അടക്കാണ്. സോ 2000 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 2000 അല്ല 20,000 ന്യൂട്ടൺ ആ വെയിറ്റ് വരിക എം ജി ചെയ്യുമ്പോൾ. അപ്പൊ അതിന്റെ വെയിറ്റ് കിട്ടി 20,000 ന്യൂട്ടൺ. നൗ ഈസ് മൂവിംഗ് അപ്പ് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ്. മുകളിലേക്ക് എത്ര സ്പീഡിൽ പോവാണ്? 1.5 മീറ്റർ പെർ സെക്കൻഡിൽ പോവാണ്. ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒപ്പോസിംഗ് ദ മോഷൻ ഈസ് 3000 ന്യൂട്ടൺ. ഇതിന്റെ മോഷൻ മുകളിലേക്കാണ്, അതിന്റെ മോഷന് ഒപ്പോസ് ചെയ്യുന്ന ഫ്രിക്ഷൻ എത്ര ഉണ്ട്? 3000. എങ്ങോട്ടേക്ക്? താഴേക്ക്. സോ താഴേക്ക് എന്തുണ്ട്? 3000 ന്യൂട്ടൺ ഉണ്ട്. ഓക്കെ, നൗ the minimum power delivered by the motor to lift the lift in watts is. അപ്പോൾ ഇതിനെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാണ് നമ്മുടെ ഈ ഒരു മോട്ടർ. മിനിമം എത്ര പവർ കൊടുക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. എടാ മക്കളെ ശ്രദ്ധിക്കുക, ആ മോട്ടർ എത്ര ഫോഴ്സ് കൊടുക്കേണ്ടി വരും മുകളിലേക്ക് പൊക്കാന്? ഇത് പ്ലസ് ഇത് 23,000 അല്ലേ? ഓക്കെ, അപ്പൊ ഫോഴ്സ് കിട്ടി. മോട്ടർ കൊടുക്കേണ്ട ഫോഴ്സ് 23,000 ന്യൂട്ടൺ ഫോഴ്സ് ആണ്. അപ്പൊ ഈ ലിഫ്റ്റ് പോകുന്ന സ്പീഡ് എത്ര? കോൺസ്റ്റന്റ് സ്പീഡ് എത്ര? 1.5 മീറ്റർ പെർ സെക്കൻഡ്. പവറിന്റെ ഇക്വേഷൻ എന്താ? P is equal to F dot V ഉണ്ട്. എഫും വിയും മുകളിലേക്ക് ആയതുകൊണ്ട് F into V ആണ്. That is equal to 23,000 into 1.5. So the answer is 34,500. കാരണം ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന്റെ വാല്യൂ ഓപ്ഷൻസ് നോക്കിയാൽ മനസ്സിലാക്കാം. 23,000 into 1.5 23,000 അല്ല, 20,000 അല്ല, ഇതും അല്ല. സോ ആൻസർ ഈസ് തേർഡ് വൺ. ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ ആൻസറിലേക്ക് എത്താൻ പറ്റൂ. റൈറ്റ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ദ പീക്ക് വോൾട്ടേജ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ പീക്ക് വോൾട്ടേജ് ഓഫ് ദ AC source is equal to value of peak voltage എന്നാൽ V maximum voltage. So the value of voltage supplied to circuit അല്ല. The RMS value of AC source അല്ല. √2 times VRMS. Simple question എന്താ മക്കളെ? Yes, V maximum is equal to √2 VRMS എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതാ, ഡയറക്റ്റ് ഇക്വേഷൻ. സോ ആൻസർ ഈസ് തേർഡ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മക്കളെ എന്ത് പെട്ടെന്ന് ബയോളജി പറഞ്ഞ മാതിരിയാ പറഞ്ഞു പോണ്. അത്രക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസാ. ദ റേഷ്യോ ഓഫ് മക്കളെ അടുത്ത് എന്താ? We want to find the ratio of radius of gyration of a thin uniform disc. മക്കളെ ആദ്യം ആരാ? ഡിസ്ക് about an axis passing through its center and normal to its plane. Okay, ഇതാണ് ആക്സിസ് എന്നുള്ളത് പറഞ്ഞു. Now to the radius of gyration of the disc about its diameter is. അടുത്ത ആരാ? The disc radiation of disc about its diameter. അപ്പൊ ഡിസ്ക് തന്നെയാണ്, അത് ഡയമീറ്ററും ആണ്. ഓക്കെ, രണ്ടും ഡിസ്ക് ആണ്. അപ്പൊ ഈ ഡിസ്കിന്റെ ആദ്യത്തെ ആക്സിലേക്ക് കടന്നു പോകുന്ന സെന്റർ കൂടെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട്, രണ്ടാമത്തെ ആക്സിലേക്ക് കടന്നു പോകുന്ന ഡയമീറ്റർ കൂടെ. ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? ഈ രണ്ടാളുടെയും റേഡിയസ് ഓഫ് ഗൈറേഷൻ തമ്മിലുള്ള റേഷ്യോ ചോദിച്ചു അല്ലേ? സോ മക്കളെ ഇവന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താ? I is equal to mr²/2 ആണ്. ഇവന്റെ എന്താ? I is equal to mr²/4. ഇതിന്റെ പകുതിയാണ് ഉണ്ടാവുക. ഇനി റേഡിയസ് ഓഫ് ഗൈറേഷൻ എങ്ങനെ കാണാം മക്കളെ? റേഡിയസ് ഓഫ് ഗൈറേഷന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ m ഒഴിവാക്കി ബാക്കിയുള്ള ആളാ. ഇവിടെ റേഡിയസ് ഓഫ് ഗൈറേഷന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ m ഒഴിവാക്കി ബാക്കിയുള്ള ആളാ. അപ്പൊ ഇവന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ബൈ ഇത് ചെയ്യണം. അപ്പൊ ഞാൻ എങ്ങനെ എഴുതാണ്? k1²/k2² is equal to ഇത് m ഒഴിവാക്കിയുള്ള സാധനം എന്താ? r²/2 ബൈ അവിടെ എന്താ? r²/4. പോയി ആൻസർ പോയി 2. ആൻസർ ഈസ് 2/1 കിട്ടും. സോ വാട്ട് ഈസ് k1/k2? k1/k2 is equal to √2 എന്ന് കിട്ടും. സോ ആൻസർ ഈസ് k1:k2 is √2:1. സോ ദ ആൻസർ ഈസ് സെക്കൻഡ് വൺ ഈസ് ദ റൈറ്റ് ആൻസർ. എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്, ഒരു ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിയാമെങ്കിൽ അതിന്റെ ടോട്ടൽ മാസം ഒഴിവാക്കിയാൽ ബാക്കി കിട്ടുന്ന എന്തായിരിക്കും? k² ആയിരിക്കും. അല്ലെങ്കിൽ വേറെ ഇക്വേഷൻ ഉണ്ട്, k is equal to √(I/m) എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ബൈ ടോട്ടൽ മാസ് എന്ന ഇക്വേഷൻ ഉണ്ട്. അതിലും കൊടുക്കുക, എങ്ങനെയും ചെയ്യാം. ആൻസർ ഈസ് വെരി സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 11th one. If the initial tension on a structural string, മക്കളെ നോക്കടാ, if the initial tension on a structural string, okay, is doubled, okay, fine, then the ratio of initial and final speeds of transverse wave along with the string is. എടാ, അപ്പോൾ ഇവിടെ ടെൻഷൻ T ആണ്, ഈ കേസിൽ ടെൻഷൻ 2T ആണ്.
ടെൻഷൻ ഡബിൾ ആക്കി എന്നാ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിൽ കൂടെ കടന്നു പോകുന്ന ട്രാൻസ്വേഴ്സ് വേവിന്റെ സ്പീഡ് എന്താണ്? എന്നാ മക്കളെ ട്രാൻസ്വേഴ്സ് വേവിന്റെ സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? 2π√T/μ ആണ്. എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T ആണ്. സോ ഇവിടുന്ന് എന്താ മക്കളെ എന്താക്കിയത്? യെസ്, അപ്പൊ റേഷ്യോ കാണണം. സോ V1/V2 is equal to √T1/√T2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് T1 T ആണെങ്കിൽ T2 2T ആണ്. സോ ആൻസർ ഈസ് √1/2. ആൻസർ ഈസ് 1:√2 is the right answer. Ratio 1:√2 is the right answer. Simple question. അടുത്ത് നെക്സ്റ്റ് പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ നമ്മൾ പഠിച്ച കാര്യം അല്ലേ? സപ്ലിമെന്ററി ഇതാണ്, പിന്നെ ആംഗിൾസ് ആണ്, സോ ക്വാണ്ടിറ്റീസ് ആണ്. അതിൽ പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളിലും യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ല എന്നല്ല നമ്മൾ പഠിച്ചിരുന്നു. യെസ്, അപ്പൊ എന്താ യൂണിറ്റ് ബട്ട് നോ ഡയമെൻഷൻസ്. അവൻ എന്തുണ്ട്? യൂണിറ്റ്സ് ഉണ്ട്, പക്ഷെ എന്തില്ല? ഡയമെൻഷൻസ് ഇല്ല. ഓക്കെ അല്ലേ? യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം, ആംഗിളിന്റെ എന്താ? റേഡിയൻ. സോളിഡ് ആംഗിളിന്റെ എന്താ? സ്റ്റെറേഡിയൻ. നമ്മൾ പഠിച്ച കാര്യം, പക്ഷെ എന്തില്ല മക്കളെ? ഡയമെൻഷൻസ് ഇല്ല. യൂണിറ്റ്സ് ബട്ട് നോ ഡയമെൻഷൻസ്. സോ ആൻസർ ഈസ് ഫസ്റ്റ് വൺ ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത് നോക്കടാ മക്കളെ. അടുത്തെന്താ? എ ബൈ കോൺവെക്സ് ലെൻസ് അല്ലെ? സോ ബൈ കോൺവെക്സ് എന്ന് പറഞ്ഞ സാധനം ഇതാണ്. ഓക്കെ, ബൈ കോൺവെക്സ് ലെൻസ് ഹാസ് റേഡിയസ് ഓഫ് കർവേച്ചർ 20 സെന്റിമീറ്റർ ഈച്ച്. അപ്പൊ R1 എന്ന് പറഞ്ഞാൽ ഇവന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ അത് എത്ര? +20 സെന്റിമീറ്റർ ഉണ്ടാകും. R2 എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ ഇവന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ അതെന്താ? -20 സെന്റിമീറ്റർ ഉണ്ടാകും. ആയിക്കോട്ടെ. ഇനി if the refractive index of the material of lens is 1.5, ഇവന്റെ refractive index 1.5 ആണെങ്കിൽ power of the lens കാണും. It's very simple. Power is equal to 1/f is equal to n21 minus 1 into 1/r1 minus 1/r2 is the expression. From here power is equal to n21 എന്ന് പറഞ്ഞാൽ എന്താ? ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിത്ത് റെസ്പെക്ട് ടു പുറത്തുള്ള മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. പുറത്ത് എയർ ആയതുകൊണ്ട് n21 എന്ന് പറഞ്ഞാൽ n2/n1 വരും. n1 എയർ ആയതുകൊണ്ട് സോ n2 എന്താ? ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ? അപ്പോൾ എന്ത് വരും? ഇതിന് പകരം 1.5 വരും. -1 into 1/r1 എന്താ? +20. ഓക്കെ, ഇത് 10⁻² ചെയ്യണം. മൈനസ് എന്താണ്? മറ്റെന്താ? -1/20 into 10⁻² വരും. അത് എന്താക്കാൻ വേണ്ടി? മീറ്റർ ആക്കാൻ വേണ്ടി. സെന്റിമീറ്റർ എന്താക്കാൻ വേണ്ടി? മീറ്റർ ആക്കാൻ വേണ്ടി. കാരണം പവർ പറയുമ്പോൾ ഇവിടെ സെന്റിമീറ്ററിൽ പറയാൻ പാടില്ല, മീറ്ററിലെ പറയാൻ പറ്റുള്ളൂ അല്ലേ? നമുക്കറിയാം. സോ ലിസൺ, അപ്പോ ഇത് പ്ലസ് ആയി മാറും. സോ ആൻസർ ഈസ് 1.5 minus 1 is 0.5. സോ 0.5 into ഇതെന്താ? 2 times 1/20 into 10⁻² വരും. സോ കട്ട് 10 10⁻² മോൾ +2 ആവും. സോ into 10 വരും. സോ ആൻസർ ഈസ് എത്രയാണ്? 0.5 into 20 1 second സെന്റിമീറ്റർ അല്ലേ? 20 centimeter. Yes, answer is 10⁻3. So 0.55 50 അല്ലല്ലോ, അവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 1.5 1/20 സെന്റിമീറ്റർ 0.5 into 10 2 into 1/. sorry ഇവിടെ മിസ്റ്റേക്ക് പറ്റി. Sorry, that is equal to 0.5 into 2 into 1/20 into 10⁻² വരും. cut ഇത് 10 10⁻², 10⁻1 നമ്മൾ പ്ലസ് ആവും. So answer is 5 diopter is the right answer. Clear? Okay. Now listen, answer is +5 diopter. Okay, simple mistakes ആണ്. Okay, പെട്ടെന്ന് ചെയ്യുമ്പോൾ തെറ്റാൻ പാടില്ല. Okay, so listen, വളരെ simple questions ആണ്. വേഗം നോക്കാം. അടുത്ത question. When light propagates through a material medium of relative permittivity epsilon r and relative permeability mu r, the velocity of light v is given by direct ആണ്. So v is equal to c/√epsilon r into mu r. ഇതാണ് റൈറ്റ് ആൻസർ. എടാ മക്കളെ വേറെ ഇക്വേഷൻ ഉണ്ട്. v is equal to 1/√epsilon into mu എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ c ന്റെ ഇക്വേഷൻ എന്താ? 1/√epsilon 0 mu 0 എന്ന റിലേഷൻ ഉണ്ട്. ഈ റിലേഷനും അതുപോലെ ഈ റിലേഷനെ എന്താക്കി? എപ്സിലോൺ 0 എപ്സിലോൺ r നാക്കി, mu 0 mu r നാക്കിയിട്ട് ഇതിലേക്ക് കൊണ്ടുവന്ന ഇക്വേഷൻ ആണ് ഇത്, ഈ ഇക്വേഷൻ. ഓക്കെ, സിമ്പിൾ ആണ്. ഈ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് ആയി പഠിക്കുന്നതാണ്. ഇതെന്താണ്? വെലോസിറ്റി ഓഫ് വെലോസിറ്റി ഓഫ് വേവ് ത്രൂ എന്താണ്?
സ്പേസ് ആണ്, അല്ലെങ്കിൽ വാക്യൂം ആണ്, എയർ ആണ്. ഇതൊരു മീഡിയത്തിലൂടെയുള്ള എന്താണ് സ്പീഡ് ആണ്. ദാറ്റ്സ് ഓൾ. ഓക്കെ, സോ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ 4th ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ ആണ്. 15th ക്വസ്റ്റ്യനിൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്സ് ഓഫ് ടു മൂവിംഗ് പാർട്ടിക്കിൾസ് മേക്സ് ആംഗിൾസ് 30 and 45 with the x-axis as shown in the figure. The ratio of their respective velocity is. Okay, അപ്പൊ ഈ രണ്ടിന്റെയും വെലോസിറ്റികളുടെ റേഷ്യോ കാണണം. ആദ്യം 30ന്റെ പിന്നെ 45. അപ്പൊ ആൻസർ എന്താ? v1 by v2 is equal to tan 30 by tan 45. tan 30 എത്ര? 1 by root 3. ശരിയല്ലേ? 1 by root 3. റൈറ്റ്. സോ ഇനി എന്താണ്? പിന്നെ tan 45 1. ആൻസർ ഈസ് 1 is to root 3. So ആൻസർ ഈസ് 1 is to root 3 is the right answer. ക്ലിക്ക് അല്ലേ മക്കളെ? വേഗം 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 വേഗം. യെസ്, വേഗം ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, ഞാൻ വേഗം വേഗം പറഞ്ഞു പോവാണ്. ബിക്കോസ് എന്താ പറയാ, നിങ്ങൾക്ക് സമയം വഹിക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? റെഡി ആണോ? ക്ലിയർ? യെസ്, ഒന്ന് കമന്റ് ചെയ്തേ. ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലിസൺ. An ideal gas undergoes 4 different processes. Okay, from the same initial state as shown in figure. Those processes are adiabatic, isothermal, isobaric and isochoric. The curve which represent the adiabatic process among 1, 2, 3, 4 is. മക്കളെ ഇതിൽ ഏതാണ് adiabatic? മക്കളെ സിമ്പിൾ ആണ്. This process is isochoric, വോളിയം മാറുന്നില്ല. This process is isobaric, പ്രഷർ മാറുന്നില്ല. ആൻഡ് 2 പ്രോസസ് ഉണ്ട്. അതിൽ ഒന്ന് ഐസോതെർമലും ഒന്ന് അഡിയബാറ്റിക്കും ആണ്. ക്ലിയർ? ഏറ്റവും കൂടുതൽ സ്ലോപ്പ് കൂടിയതാണ് എന്ത്? അഡിയബാറ്റിക് വരിക. സോ ദിസ് വൺ ഈസ് അഡിയബാറ്റിക് പ്രോസസ്. സ്ലോപ്പ് കുറഞ്ഞ ഏതാ മക്കളെ? ഐസോ തെർമൽ പ്രോസസ് ആയിരിക്കും. സോ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഈ ടൈപ്പ് വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ആൻസർ ഈസ് 2. സെക്കൻഡ് വൺ ഈസ് ദ റൈറ്റ് ആൻസർ. റെഡി? അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താലും മതി. വർക്ക് ഡൺ. വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ് ആണ് വർക്ക് ഡൺ ഇൻ അഡിയബാറ്റിക് പ്രോസസ്സിനേക്കാളും എന്ത്? കൂടുതൽ. അപ്പൊ മക്കളെ ഇവന്റെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ? ഈ താഴേക്കുള്ള ഏരിയ ആണ്. ഓക്കെ, ഇനി ഇവന്റെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ? ഈ താഴേക്കുള്ള ഏരിയ ആണ്. ആർക്കുള്ള വർക്ക് ഡൺ ആ കൂടുതൽ ഉണ്ടാവുക? ഐസോതെർമൽ വർക്ക് ഡൺ ആ കൂടുതൽ ഉണ്ടാവുക. ഐസോതെർമൽ വർക്ക് ഡൺ കൂടുതൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഏരിയ ഉണ്ടാവേണ്ടി ആർക്കാ? ഐസോതെർമലില്ല. അപ്പൊ അഡിയബാറ്റിക്കിന്റെ ഏരിയ എന്താവണം? കുറവാവണം. അഡിയബാറ്റിക്കിന്റെ ഏരിയ കുറവാണെങ്കിൽ താഴത്തെ ഗ്രാഫ് ആയിരുന്നേക്കണം അഡിയബാറ്റിക്, നേരെ മുകളിലത്തായിരുന്നു ഐസോതെർമൽ. സോ അങ്ങനെ ഇത് അഡിയബാറ്റിക് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. 3 എന്താണ്? ഐസോതെർമൽ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഡിഫറെന്റ് വേസിൽ നമുക്ക് കാരണം എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? മനസ്സിലാക്കാൻ പറ്റും. യെസ് യെസ്. റംസ്, താങ്ക് യു വെരി മച്ച്. ഓൾമോസ്റ്റ് 90% were those discussed in class or in series exam. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അതാ പറഞ്ഞ റംസ് പറഞ്ഞു. എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത ഓൾമോസ്റ്റ് ഇത് വന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ആയി നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. വളരെ സിമ്പിൾ ആയിരുന്നു കേട്ടോ. ഫൈൻ. സോ ആൻസർ ഈസ് സെക്കൻഡ് വൺ. നെക്സ്റ്റ് 17th ക്വസ്റ്റ്യൻ ആണ്. 17th ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ മക്കളെ. Given below are 2 statements. 2 statements ആണ്. Biot-Savart law gives as the expression for the magnetic field strength, intensity of magnetic field of an infinitesimal current element, ideal of current carrying. ഒന്നുമില്ല, സംഭവം സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആണ്. ബയോട്ട്-സവാർട്ടിൽ നമുക്ക് പറഞ്ഞത് എന്താണ്? ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്മോൾ കറന്റ് എലമെന്റ് ആണ്. ശരിയല്ലേ? നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. So statement 2, Biot-Savart law is analogous to Coulomb's inverse square law. അതൊക്കെ ഓക്കെയാണ്. Of charge Q, with the former being related to the field produced by a scalar source IDL. അതൊക്കെ, while the later being produced by a vector source. Okay, ഈ Q എന്ന് പറയുന്ന മക്കളെ എന്ത് സോഴ്സാ? Q ഒരു വെക്ടർ സോഴ്സ് ആണോ? Q ചാർജ് വെക്ടർ ആണോ? അല്ല. So this statement is wrong. അപ്പോ statement 1 is correct, second one is wrong. So answer is both statement 1 and 2 അല്ല, statement 1 is correct and statement 2 is incorrect. Yes. So answer is third one is the right answer. Simple question. അടുത്ത next. Two hollow conducting spheres of radii R1 and R2 have equal charges. The potential would be മക്കളെ എന്താടാ ഒരു സാധനം എന്താ? ഹോളോ എന്താണ്? കണ്ടക്ടിങ് സ്ഫിയർ ആണ്, ഷെല്ലാണ്. ഷെല്ലിന്റെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഷെൽ എന്താ? 1/4πε0 into Q/R ആണ്. സോ പൊട്ടൻഷ്യൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താ? റേഡിയസ്. റേഡിയസ് കൂടിയാക്കി പൊട്ടൻഷ്യൽ കുറവ്. സോ മക്കളെ എന്താണ്? ആർക്കാ കൂടുതൽ? R1 എന്താ കൂടുതൽ റേഡിയസ് ഉണ്ട്. അപ്പൊ R1ന്റെ പൊട്ടൻഷ്യൽ എന്താ?
കുറവാണ്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ട് മോർ, പൊട്ടൻഷ്യൽ എന്താവുന്ന ചോദിച്ച് മോർ ഓൺ ബിഗർ സ്ഫിയർ അല്ല, മോർ ഓൺ സ്മോളർ സ്ഫിയർ. കറക്റ്റ്. ചെറിയ സ്ഫിയർ ആവുമ്പോ എന്താ റേഡിയസ് കുറവാ, റേഡിയസ് കുറഞ്ഞാൽ എന്താ പൊട്ടൻഷ്യൽ കൂടുതലാ. സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ സെക്കൻഡ് വൺ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A body of mass 60 gram experiences. മക്കളെ ശ്രദ്ധിക്കേ, a body of mass, മാസ് എത്ര, മാസ് എത്രയാടാ 60 grams അല്ലേ. 60 gram എന്ന് പറഞ്ഞാൽ എന്താ 60/1000 കിലോഗ്രാം ആണ്. യെസ്, ആൻസർ ഈസ് 6 × 10⁻² എന്താണ്, കിലോഗ്രാം ആണ്. നൗ ഈ മാസ് ഉള്ള ഒരു ബോഡി എക്സ്പീരിയൻസസ് എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് 3 ന്യൂട്ടൺ. അതിന്റെ മുകളിൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, 3 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. when placed at a particular point, okay, the magnitude of the gravitational field intensity. So we want to find the intensity of gravitational field at that point. ആ പോയിന്റിലെ intensity of gravitational field കാണണം. എടാ മക്കളെ, intensity of gravitation fieldും acceleration to gravity എന്താണ്, സെയിം ആണ് എന്ത്, ന്യൂമറിക്കലി. റൈറ്റ്. അപ്പൊ ജി വാല്യൂം ഇ വാല്യൂ ശരിക്കും എന്താ, സെയിം ആ. എടാ മക്കളെ, നിങ്ങൾക്ക് ഇത്രയും മാസ് ഉള്ള ബോഡിന്റെ എന്തറിയാം, മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അറിയാം. ദാറ്റ് മീൻസ് വെയിറ്റ് അറിയാം. അപ്പൊ ഫോഴ്സ് അവിടെ വെയിറ്റ് ആണ്. വെയിറ്റ് എന്താ, mg ആണ്. ജി എന്താ, F/m ആണ്. ആൻസർ എന്താ, 3/6 × 10⁻² ആണ്. അപ്പൊ എന്താ 300/6 ആണ് ആൻസർ. എത്ര, 300/6, 50 എന്ത്, പിന്നെ ന്യൂട്ടൺ പെർ കിലോഗ്രാം is the right answer. Okay, so 50. ഇതിപ്പോ ശരിക്കും യൂണിറ്റ് നോക്കി വേണമെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. എങ്ങനെ, മോൾ ന്യൂട്ടൺ താഴെ കിലോഗ്രാം, അപ്പൊ ന്യൂട്ടണും കിലോഗ്രാം ഡിവൈഡ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട് ആൻസറിലേക്ക് എത്താൻ കേട്ടോ. പോട്ടെ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. In a Young's double slit wave optics അല്ലെ, Young's double slit experiment, a student observe 8 fringes in a certain segment. Okay, അപ്പോൾ ഒരു certain segmentൽ എത്ര fringes, 1 2 3 4 5 6 7 8 ഫ്രിഞ്ചസ് കണ്ടു എന്ന് പറഞ്ഞു. ഓക്കെ, 8 ഫ്രിഞ്ചസ് കണ്ടു. ഇൻ എ സർട്ടൻ സെഗ്മെന്റ് ഓഫ് സ്ക്രീൻ വെൻ എ മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് 600 നാനോമീറ്റർ വേവ് ലെങ്ത് ഈസ് യൂസ്ഡ്. 600 നാനോമീറ്റർ വേവ് ലെങ്ത് യൂസ് ചെയ്തപ്പോൾ 8 എന്ത് കണ്ടു, പിന്നെ ഫ്രിഞ്ചുകൾ കണ്ടു ഒരു സെഗ്മെന്റിൽ. ഓക്കെ, അടുത്ത്, ഇഫ് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഈസ് ചേഞ്ച്ഡ് ടു 400 നാനോമീറ്റർ, 600 ഉള്ളത് 400 നാനോമീറ്റർ ആക്കി കഴിഞ്ഞാൽ then the number of fringes he would observe in the same region of the screen is. എടാ മക്കളെ, എക്സ് നോക്കണം, ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഇക്വേഷന് λd/d ആണ് അല്ലെ, λd/d ഒരു ഫ്രിഞ്ചിന്റെ വിഡ്ത്തിന്റെ ഇക്വേഷൻ. സോ മക്കളെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒന്നാമത്തെ കേസിൽ n ഫ്രിഞ്ചുകൾ കണ്ടു എന്ന് പറഞ്ഞാൽ ഒരു ഫ്രിഞ്ചിന്റെ വിഡ്ത്ത് λd/d. അപ്പൊ n ഫ്രിഞ്ചിന്റെ വിഡ്ത്ത് എത്ര, n λd/d. അപ്പൊ n λd/d എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അയാൾ കൺസിഡർ ചെയ്ത ആ ഒരു എന്ത് സെർട്ടൈൻ സെഗ്മെന്റിന്റെ മൊത്തം ലെങ്ത് ആണെന്ത്, n λd/d എന്ന് പറഞ്ഞ്. ഓക്കെ, ഇനി അതേ സെഗ്മെന്റിൽ ഇനി എന്ത് മാറ്റുമ്പോൾ, വേവ് ലെങ്ത് മാറ്റുമ്പോൾ അതേ സെഗ്മെന്റിൽ എത്ര ഫ്രിഞ്ചസ് കാണുന്നല്ലേ ക്വസ്റ്റ്യൻ, n' ഫ്രിഞ്ചസ് കാണും വിചാരിക്കാം. ഇൻടു ലാംഡ മാറ്റി ലാംഡ ഡാഷ് ആക്കിയിട്ടുണ്ട്, പക്ഷെ ക്യാപിറ്റൽ ഡിയും സ്മോൾ ഡിയും തൊട്ട് കളിച്ചിട്ടില്ല. അപ്പൊ എന്താ, ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി എഴുതാം. സോ ഈ ഡിയും കട്ട്. അപ്പൊ എന്താ, n ലാംഡ എന്താ, n ഡാഷ് ലാംഡ ഡാഷ്. n എത്ര, ഇവിടുത്തെ ഫസ്റ്റ് കേസിൽ 8 ഫ്രിഞ്ചാ. അപ്പൊ n എത്ര, 8 ഇൻറ്റു ഒന്നാമത്തെ കേസിൽ ലാംഡ 600 ഇൻറ്റു n ഡാഷ് ഇൻറ്റു ലാംഡ ഡാഷ് എന്താ, സെക്കൻഡ് കേസിൽ വേവ് ലെങ്ത് എത്ര, 400. മക്കളെ വളരെ സിമ്പിൾ, പോയി. ഓക്കെ, സോ 6 × 48 12. സോ ആൻസർ ഈസ് 12 ഈസ് ദ റൈറ്റ് ആൻസർ. കിട്ടി. ഇത്രയേ ഉള്ളൂടാ ചെയ്യാൻ. ഇതൊക്കെ സിമ്പിൾ ടാ. ഫ്രിഞ്ച് വിടുത്തും പിന്നെ ലോജിക്കും അത് ചെയ്യാൻ, വേറെ ഒരു സാധനവും വേണ്ട, വെറും ലോജിക് എന്നാണ് ഈ ഒരു ആൻസർ ചെയ്ത്. ഫ്രിഞ്ച് വിടുത്തിന്റെ ആ ഒരു കോൺസെപ്റ്റും പിന്നെ കുറച്ച് ലോജിക്കും, ഇത്രയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ്, a spherical ball is dropped. മക്കളെ ശ്രദ്ധിക്കുക, a spherical ball is dropped in a long column of a highly viscous liquid. ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും സ്റ്റോക്സ് ലോ. Okay, next, the curve in the graph shown which represent the speed of the ball v and with time. അപ്പൊ ഗ്രാഫ് കാണണം. അപ്പൊ ഒരു വിസ്കസ് ഫ്ലൂയിഡ് കൂടെ എന്താണ് നോക്ക്, ഒരു ഹൈലി വിസ്കസ് ഫ്ലൂയിഡ് കൂടെ ലിക്വിഡ് കൂടെ ഒരു സ്ഫെറിക്കൽ ബോഡി എന്ത് ചെയ്യാണ്, നമ്മൾ ബോൾ എന്ത് ചെയ്യാണ്, താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത്, അത് താഴേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മുകളിൽ ഡ്രാഗ് ഫോഴ്സ് ആക്ട് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ഫോഴ്സ്, അതിന്റെ വെലോസിറ്റി ടെർമിനൽ വെലോസിറ്റിയിലേക്ക് എത്തും. ടെർമിനൽ വെലോസിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വെലോസിറ്റി എന്ത് ചെയ്യൂല, കൂടൂല. അതുവരെ വെലോസിറ്റി എന്ത് ചെയ്യും, കൂടും. അപ്പൊ കുറച്ച് സമയത്തേക്ക് വെലോസിറ്റി കൂടി വരണം. പിന്നെ വെലോസിറ്റി എന്താവണം, കോൺസ്റ്റന്റ് ആകണം, സ്റ്റാഗ്നന്റ് ആവണം. സോ ഇതിൽ ഏത് ഗ്രാഫാണ് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡും ടൈമുള്ള ഗ്രാഫ് എന്നാണ് ചോദിച്ചത് അല്ലേ മക്കളെ? ഈ ഗ്രാഫാണോ? അല്ല. വെലോസിറ്റി എന്ത് ചെയ്യണം, കൂടി വരണം. ഇത് കുറഞ്ഞു വരുന്ന ഗ്രാഫാണ്.
ഓക്കെ, ഇതും എന്താ വെലോസിറ്റി കുറഞ്ഞു വരുന്ന ഗ്രാഫാ? അല്ല. ഇതെന്താ വെലോസിറ്റി കൂടുന്നുണ്ട്, പക്ഷെ വെലോസിറ്റി എന്താവുന്നില്ല, കോൺസ്റ്റന്റ് ആവുന്നില്ല. സോ ആൻസർ ഈസ് ബി ഈസ് ദ റൈറ്റ് ആൻസർ. അത് മാത്രമല്ല വി ടി ഗ്രാഫ് ഉണ്ട്, അറിയുന്നതാണ്. ഓക്കെ, ഷേപ്പ് എങ്ങനെയാണ്? ഇങ്ങനെ കയറി വന്നിട്ട് ഇങ്ങനെ ഇത് കോൺസ്റ്റന്റ് ആവണം. വെലോസിറ്റി കണ്ടോ ഇവിടെ കോൺസ്റ്റന്റ് ആയി. ഈ വെലോസിറ്റി ഏതാ? ഈ കറസ്പോണ്ടിങ് വെലോസിറ്റി ഏതാ? ടെർമിനൽ വെലോസിറ്റി ആണ്, നമുക്കറിയാം. സോ ആൻസർ ഈസ് ഏതാ? B is the right answer. Okay, second one is the right answer. Okay, next question. 22nd. The angle between the electric lines of force and equipotential surface is very simple one മക്കളെ. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കൂടെ ഫീൽഡ് ലൈൻസ് എങ്ങനെ പോവാ? സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാ പോവാ. അതുകൊണ്ടുമാണ് അതിൽ കൂടെ മൂവ് ചെയ്യിക്കുന്ന ചാർജ്, ഇലക്ട്രിക് ചാർജിനെ ആ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കൂടെ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് വർക്ക് ഡൺ 0 ആവുന്നു. അതുകൊണ്ടും കൂടിയാണ്. ഓക്കെ, എന്തായാലും ഇത് ഡയറക്റ്റായി പഠിക്കുന്ന കാര്യമാണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും പെർപെൻഡിക്കുലർ ആണ്. സോ ആൻസർ ഈസ് 3 is the right answer. 3 is the right answer. Okay, next question. In half wave rectification, okay, half wave rectifier, if the input frequency is 60 hertz, then output frequency would be makale 60. എന്താ സംശയം? ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ 60 ഉള്ള എന്താകും? 120 ഹെർട്സ് ആകുമായിരുന്നു. എടാ മക്കളെ എത്രയേ ഉള്ളൂ? ഒരു എ സി സോഴ്സ്, ഇത് എ സി ആണ്. ഓക്കെ, ഇത് എ സി ആണ്. സോ ഈ എ സിനെ ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ നടത്തിയാൽ ഇങ്ങനെ പോകും. ഓക്കെ, സോ ഇവിടെ എത്ര സൈക്കിൾസ് ഉണ്ട് മക്കളെ നോക്ക്. ഇവിടെ എത്ര സൈക്കിൾസ് ഉണ്ട് നോക്ക്. ഇവിടെ എത്ര സൈക്കിൾസാ? 1 സൈക്കിൾ, 2 സൈക്കിൾ, 3 സൈക്കിൾസ്. ഇവിടെ 1 സൈക്കിൾ, 2 സൈക്കിൾ, 3 സൈക്കിൾ. ഓക്കെ, ഒരു സെക്കൻഡിൽ ഇത് 60 സൈക്കിൾസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെയും ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് ഉണ്ട്? 60 സൈക്കിൾസ് ഉണ്ട്. ഇതല്ലേ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട്? ഇതല്ലേ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഇൻപുട്ട്? ആണ്. ഇനി ഇതേ സാധനം നമ്മൾ ഫുൾ ഇതിലേക്ക് മാറ്റിയാലോ? ഇത് ഇങ്ങനെ. അപ്പൊ ഇതാണ് ഇങ്ങനൊരു സൈക്കിള്. അപ്പൊ എന്താ മക്കളെ, ഇങ്ങനത്തെ 3 സൈക്കിൾ ഉണ്ടാവുമ്പോൾ എത്ര സൈക്കിൾ ഉണ്ടാവും അറിയോ? 6 സൈക്കിൾസ് ഉണ്ടാവും. 1 2 3 4 5 6 സൈക്കിൾസ് ഉണ്ടാവും. അപ്പൊ അവിടെ ഫ്രീക്വൻസി ഇരട്ടിയാവും. ഓക്കെ, അപ്പൊ ഹാഫ് വേ റെക്ടിഫയർ ആയതുകൊണ്ട് ഫ്രീക്വൻസിക്ക് മാറ്റൊന്നുമില്ല. ഇൻപുട്ട് ഫ്രീക്വൻസി തന്നെ എന്തുണ്ടാവുക? ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഉണ്ടാവുക. ചെയ്യാനൊന്നുമില്ല, ലോജിക്കാ, സിമ്പിളാ. ഓക്കെ, ഇതൊക്കെ ശരിക്കും പണ്ട് 10th വരെ പഠിക്കാണ്ടിരുന്നു പണ്ടൊക്കെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 24th question. 24th one is in the given nuclear reaction the element X is. ഈ X ഏതാണെന്നുള്ളത് കാണണം മക്കളെ. ഇത് ശരിക്കും ബീറ്റാ ഡികെയിൽ പോയതാരാ? പോസിട്രോൺ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഇതിൽ നിന്നും NAയിൽ നിന്ന് ഒരു പ്രോട്ടോൺ എന്താവും? പോസിട്രോണും പിന്നെ ന്യൂട്രോണുമായിട്ട് മാറും. ഓക്കെ, നിങ്ങൾക്ക് അറിയാം. അങ്ങനെ ഈ പോസിട്രോൺ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രോട്ടോൺ തകരുമ്പോൾ അറ്റോമിക് നമ്പർ 11 കുറയും. ഓക്കെ, പ്രോട്ടോൺ തകരുമ്പോൾ ആരും കുറയും? മാസ് നമ്പറും 1 കുറയും. ശരിയല്ലേ? പക്ഷെ ഈ പ്രോട്ടോൺ തകർന്ന് ഈ പോസിട്രോൺ പുറത്തുപോയി, പിന്നെ ഉണ്ടായതാരാ? ന്യൂട്രോൺ. അപ്പോൾ ആരാ അവശേഷിക്കുന്നുണ്ട്? ഒരു ന്യൂട്രോൺ അവശേഷിക്കുന്നുണ്ട്. അപ്പൊ ഒരു ന്യൂട്രോൺ വന്നത് കൊണ്ട് മാസ് നമ്പർ 1 കുറഞ്ഞോ 1 കൂടി. പക്ഷെ അറ്റോമിക് നമ്പർ എന്ത് ചെയ്യൂല? കുറഞ്ഞോ കൂടൂല. കാരണം ന്യൂട്രോൺ വന്നു വിചാരിച്ച അറ്റോമിക് നമ്പർ കൂടുവോ? ഇല്ല. സോ എന്താ മക്കളെ വരിക? ഇവിടെ മാസ് നമ്പറിന് മാറ്റല്ലാണ്ടായി. ഓക്കെ, അറ്റോമിക് നമ്പർ 1 കുറഞ്ഞു. അറ്റോമിക് നമ്പർ 10ഉം മാസ് നമ്പർ 22ഉം. അറ്റോമിക് നമ്പർ 10 ഉള്ള ആരാ? നിയോൺ. സോ നിയോൺ ആ വരിക 10 22. നിയോൺ 10 22 is the right answer. That's all. Simple. Okay, next അടുത്ത question. If a soap bubble expands, the pressure inside the bubble. മക്കളെ ചെയ്യാനൊന്നുമില്ല. ഒരു സോപ്പ് ബബിൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിലത്തെ പ്രഷർ എന്താകും? എടാ മക്കളെ, എക്സസ് പ്രഷറിന്റെ ഇക്വേഷൻ എന്താണ്? എക്സസ് പ്രഷർ എന്താ? 4s/r ആണ് എന്ത് വരിക? സോപ്പ് ബബിളിന്റെ കേസ് വരിക 4s/r. 2s/r വരും എപ്പം? അത് ഡ്രോപ്പ് ആണെങ്കിൽ. സോ 4s/r എന്തായാലും എക്സസ് പ്രഷറും റേഡിയസും എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇത് റേഡിയസ് കൂടുകയല്ലേ? എക്സ്പാൻഡ് ചെയ്യാൻ റേഡിയസ് കൂടുകയല്ലേ? പ്രഷർ എന്ത് ചെയ്യും? കുറയും. സോ ആൻസർ ഈസ് പ്രഷർ ഡിക്രീസസ്. അടുത്ത ക്വസ്റ്റ്യൻ 26. A square loop of side 1 meter. മക്കളെ, സ്ക്വയർ ലൂപ്പ് ഓഫ് സൈഡ് 1 meter അല്ലെ? ഒരു സ്ക്വയർ ലൂപ്പ് ഉണ്ട്, സൈഡ് 1 meter ആണ്. ആൻഡ് റെസിസ്റ്റൻസ് ഈസ് 1 ohm. ഇതിന്റെ റെസിസ്റ്റൻസ് 1 ohm ആണ്. ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 0.5 ടെസ്ല. അപ്പൊ ഇതിനെ ബി എത്ര? 0.5 ടെസ്ല ഫീൽഡ് ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി. ഓക്കെ, ഇനി if the plate of loop is perpendicular to the direction of magnetic field. So magnetic field എന്താണ്? ഈ പ്ലേറ്റ് എന്താണ്? perpendicular. അപ്പോൾ ഉള്ളിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് ഫീൽഡ് ലൈൻസ് perpendicular ആയിട്ട്. Okay, now the magnetic flux through the loop is ഫ്ലെക്സ് അല്ലേ കാണാൻ പറഞ്ഞത്?
ഫ്ലെക്സിന്റെ ഇക്വേഷൻ എന്താ ബി ഡോട്ട് എ. ഓക്കെ, ഇവിടെ ബിയും എയും ഏരിയ വെക്ടറും ബി വെക്ടറും പാരലൽ ആയതുകൊണ്ട് ബി ഡോട്ട് എ എന്നുള്ളത് ബി ഇൻറ്റു എ ഇൻറ്റു കോസ് 0 കോസ് 0 ഉണ്ടാവും ബി ഇൻറ്റു എ എന്ന് വരും. സോ ബി ഇൻറ്റു എ വരും. ബി എത്ര 0.5, ഏരിയ എത്ര 1 മീറ്റർ, 1 മീറ്റർ എന്താ 1 മീറ്റർ സ്ക്വയർ. സോ 1 സ്ക്വയർ. ആൻസർ ഈസ് 0.5 into 1 എന്താ 0.5. ആൻസർ ഈസ് 0.5 വെബർ ഈസ് ദ ടോട്ടൽ ഫ്ലെക്സ്. എന്താ മക്കൾ ഇതൊക്കെ ചെയ്യാനുള്ളത്? നെക്സ്റ്റ്, എ ഷെൽ ഓഫ് മാസ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇത് എപ്പോഴും ഞാൻ ക്ലാസ്സിൽ പറയുന്നു, ചോദിക്കുന്നു. എടാ മക്കളെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എ ഷെൽ ഓഫ് മാസ് എം ഈസ് അറ്റ് റെസ്റ്റ് ഇനീഷ്യലി. ഒരു ഷെൽ ഉണ്ട്, ആ ഷെല്ല് എന്താ, ഇനീഷ്യലി എന്താ റെസ്റ്റിലാണ്. ഇറ്റ് എക്സ്പ്ലോഡ്സ് ഇൻടു 3 fragments having masses in the ratio 2:2:1. അപ്പോൾ 2:2:1 റേഷ്യോയിൽ ഇത് എക്സ്പ്ലോഡ് ചെയ്യുന്നു. സോ 3 പീസുകൾ 2:2:1 എന്ന ഇതിൽ ഇത് എക്സ്പ്ലോഡ് ചെയ്ത് തെറിച്ചു പോകുന്നു. അടുത്ത്, if the fragments having equal mass fly off along mutually perpendicular directions with speed v. അപ്പൊ എന്താണ്, ഒരേ മാസ് ഉള്ള, അപ്പൊ 2:2 എന്ന് പറയുമ്പോൾ ഇത് രണ്ടും എന്താ ഒരേ മാസ് ഉള്ള, അവരെങ്ങനെയാ പോണത്, പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നു. സോ ഇത് രണ്ടും എന്താ പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നു. നൗ വിത്ത് സ്പീഡ് വി, രണ്ടാളും ഇതും വി സ്പീഡിൽ എന്ത് ചെയ്യുന്നു, പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നു. സ്പീഡ് ഓഫ് തേർഡ് ഫ്രാഗ്മെന്റ്, ഇവന്റെ സ്പീഡ് വി ഡാഷ് ആയിക്കോട്ടെ, അത് നിങ്ങൾ കാണണം. സോ യു വാണ്ട് ടു ഫൈൻഡ് വി ഡാഷ്. നൗ ഇവന്റെ മാസ് എത്ര, ഇവന്റെ മാസ് എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം മാസ് എം ആണ്, അതിൽ 2:2:1 എന്നുള്ള റേഷ്യോയിൽ തന്നെ പൊട്ടിക്കണം. അപ്പൊ എന്താ m/5 ചെയ്തു. 2 + 2 + 1 m/5. അതിൽ 2 പീസാണ് ഇയാള്, അതിൽ 2 പീസാണ് മറ്റേ ആള്, ഇതിന്റെ ഒരു പീസാണ് ലാസ്റ്റത്തെ ആള്. സോ മാസുകൾ എത്രയൊക്കെ, m/5 × 2 ആണ് ഇതിന്റെ മാസ്. ഈ പോണതോ m/5 × 2 ആണ് ഇതിന്റെ മാസ്. ഇത് എത്ര മക്കളെ, ഇത് m/5 × 1 ആണ്. ഓക്കെ, സോ ഈ മൊമെന്റും ഇവിടെ ശരിക്കും എക്സ്പ്ലോഷൻ പ്രോസസ്സിൽ മൊമെന്റം കൺസേർവ് ചെയ്യണം. സോ ഇനീഷ്യൽ മൊമെന്റം 0 ആയിരുന്നു. മീൻസ് എക്സ്പ്ലോഷന് മുമ്പ് മൊമെന്റം എന്താ 0, എക്സ്പ്ലോഷന് ശേഷം മൊമെന്റം എന്താവണം 0 ആവണം. എക്സ്പ്ലോഷന് ശേഷമുള്ള മൊമെന്റം നിങ്ങൾ 0 ആക്കണം എന്ന്. സോ ഈ മൊമെന്റും കൂട്ടിയാൽ എന്ത് കിട്ടണം, 0 കിട്ടണം. നോക്കടാ, ഈ മൊമെന്റം എത്ര, ഈ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഈ പോകുന്ന ആളെ മൊമെന്റം മാസ് ഇൻറ്റു വെലോസിറ്റിയാ. സോ മാസ് ഇൻറ്റു വെലോസിറ്റി ചെയ്യുമ്പോൾ 2m/5 × v ആണ് എന്ത്, ഇവന്റെ മൊമെന്റം എന്താ മക്കളെ, എന്താ 2m/5 × v ആണ്. ഈ മൊമെന്റും ഈക്വലാ, അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ആ. രണ്ട് ഈക്വൽ വെക്ടേഴ്സ് അവർക്കിടയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ആണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് വരിക √2 ടൈംസ് ഒരു വെക്ടർ എന്നാ വരിക. അപ്പൊ ഈ രണ്ടിന്റെ റിസൾട്ടന്റ് എന്തായിരിക്കും, √2 ടൈംസ് ഒരാളെ മൊമെന്റം. എന്താ √2 ടൈംസ് 2m/5 × v എന്ന് വരും. അതെന്തിന് ഈക്വൽ ആവണം, ഈ പോകുന്ന ആളെ മൊമെന്റത്തിന് ഈക്വൽ ആവണം. അതായത് ഈ രണ്ട് മൊമെന്റം വെക്ടേഴ്സിന്റെയും റിസൾട്ടന്റ് ഈ മൊമെന്റം വെക്ടറിന് ഈക്വൽ ആകണം, ഓപ്പോസിറ്റ് ആകണം. വരച്ച പ്രകാരം ഓപ്പോസിറ്റാ, ഈക്വലും കൂടി ആയാൽ മതി. സോ അവരെ ഈക്വൽ ആക്കാൻ പോവാണ്. സോ ഈ രണ്ട് വെക്ടേഴ്സിന്റെയും റിസൾട്ടന്റ് ആണ് √2 ടൈംസ് 2m/5 × v. ഓക്കെ, അതും ഇനി ഈ പോകുന്ന ആളെ മൊമെന്റം എന്താണ്, അയാളെ മൊമെന്റം എന്ന് പറഞ്ഞാൽ അയാളുടെ മാസ് m/5 ഇൻറ്റു അയാളുടെ വെലോസിറ്റി എന്താ v ഡാഷ്. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. എന്താ മക്കളെ, m/5 കട്ട്, v ഡാഷ് എന്താ 2√2v. ആൻസർ എന്താ 2√2v. 2√2v. 31 is the right answer. സിമ്പിൾ ക്വസ്റ്റ്യൻ, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത് 28th one. എന്താ മക്കളെ 28th PN junction diodes ആണ്, ആയിക്കോട്ടെ. In the given circuits A, B and C, the potential drop across the two PN junction are equal in. എടാ മക്കളെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് രണ്ട് PN ജംഗ്ഷൻ ഡയോഡിന്റെയും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഏതിലാണ് ഈക്വൽ എന്ന്. സർക്യൂട്ട് A ഓൺലി, B ഓൺലി, C ഓൺലി, സർക്യൂട്ട് A ആൻഡ് C എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ നോക്കടാ, ഇത് ഫോർവേഡ് ബയസ് അല്ലേ, പോസിറ്റീവ് ടു P, നെഗറ്റീവ് ടു N. സോ ഫോർവേഡ് ബയാസ്. ഇതും എന്താ മക്കളെ, ഫോർവേഡ് ബയാസ്. സോ ഇത് രണ്ടും ഒരേ ടൈപ്പ് ഡയോഡാണ്. സോ ഈ വോൾട്ടേജ് രണ്ടാക്കും എന്ത് ചെയ്യും, ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, രണ്ടാക്കും സെയിം വോൾട്ടേജ് കിട്ടും. സോ ഇവിടെ രണ്ടാക്കും സെയിം വോൾട്ടേജ് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത് ഇതെന്താ മക്കളെ, ഇത് ഫോർവേഡ് ബയസ് ആണ്. പക്ഷെ ഇതെന്താ റിവേഴ്സ് ബയസ്, ബിക്കോസ് മൈനസ് പിയുമായിട്ട് കണക്ട് ആക്കിയിട്ടുണ്ട്. സോ ഇത് റിവേഴ്സ് ബയസ് ആണ്. സോ ആ സർക്യൂട്ട് നിങ്ങൾ നോക്കന്നെ വേണ്ട, രണ്ടാക്കും വോൾട്ടേജ് കിട്ടൂല. അപ്പൊ ഇനി മൂന്നാമത്തേക്ക് വരുമ്പോഴോ, ഇത് ഫോർവേഡ് ബയസ് പോസിറ്റീവ് ടു പി, ഇതും ഫോർവേഡ് ബയാസ് നെഗറ്റീവ് ടു N. സോ രണ്ടും ഫോർവേഡ് ബയാസ് ആണ്. ഈ കൊടുക്കുന്ന വോൾട്ടേജ് രണ്ടൊക്കെ ഈക്വൽ ആയി ഷെയർ ചെയ്യും. സോ ഈ കേസിലും എന്താ മക്കളെ, പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ ടു PN ജംഗ്ഷൻ ആർ എന്താ ഈക്വൽ. സോ ആൻസർ ഈസ് ബോത്ത് സർക്യൂട്ട്സ് A ആൻഡ് C. കഴിഞ്ഞു. അടുത്ത്
Simple questions are 29th one. Energy that will be ideally radiated by a 100 kilowatt transmitter in 1 hour is. മക്കളെ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? പവർ ഇൻറ്റു ടൈം. എനർജി എന്താ? എപ്പോഴും പവർ ഇൻറ്റു ടൈം. പവർ എന്താ? എനർജി ബൈ ടൈം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പവർ എത്ര മക്കളെ? 100 kilowatt. സോ 100 into 1000 watts. ഓക്കെ, ഇൻറ്റു ടൈമോ 1 hour. അപ്പോൾ 1 hour എന്ന് പറഞ്ഞാൽ എത്ര? 60 into 60 ഉണ്ടാവും. സോ ആൻസർ ഈസ് 6 into 6 36 into 10 raised to 1 2 3 4 5 6 7 10 raised to 7 10 raised to 7 joules is the right answer. So 36 10 raised to 7, first one is the right answer. Okay, simple questions. പെട്ടെന്ന് ചെയ്യാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ്, two objects. നോക്കാം. Two objects of mass 10 kg and 20 kg respectively are connected to the two ends of a rigid rod. So ഇത് 10 kg and this one is 20 kg. 10 kg 20 kg ഇങ്ങനെ വെച്ചിട്ടുണ്ട്. Now are connected to two ends. Okay, length 1 meter ആണ്. So ഇതിന്റെ total length 10 meter. Sorry, 10 meter ആണ് with negligible mass. ഇതിന് mass ഇല്ല. The distance of the center of mass of system from 10 kg mass is. എടാ മക്കളെ, ഇവിടെയാണ് സെന്റർ ഓഫ് മാസ് എന്ന് വിചാരിക്കുക. 10 കിലോഗ്രാം മാസിൽ നിന്നും സെന്റർ ഓഫ് മാസിലേക്കുള്ള അകലം ചോദിച്ചു. അപ്പൊ മക്കൾ ചെയ്യേണ്ട എന്താ അറിയോ? ഇവിടെ കോർഡിനേറ്റ് ആക്സ് ഇങ്ങനെ കാണിച്ചിട്ട് കോർഡിനേറ്റ് ആക്സിന്റെ ഒറിജിനില 10 kg എന്ന് വിചാരിക്കുക. നൗ 10 kg ന്റെ കോർഡിനേറ്റ്സ് എന്താ? 0 0. 10 kg ന്റെ കോർഡിനേറ്റ്സ് എന്താ? 0 0. ഇയാളുടെ കോർഡിനേറ്റ്സ് എന്താ? ഈ 20 kg ന്റെ കോർഡിനേറ്റ്സ് എന്താ? 20 kg ന്റെ കോർഡിനേറ്റ്സ് 10 0 എന്നാ വരിക അല്ലെ. ഇനി ഈ സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ്സോ അത് XCM, 0, y കോർഡിനേറ്റ് 0. X ഉള്ള ആൾക്കാരെ y കോർഡിനേറ്റ് എപ്പോഴും എന്താ? 0. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണേണ്ടത് എന്താ? XCM, സെന്റർ ഓഫ് മാസിന്റെ x കോർഡിനേറ്റ് കാണാം. എന്താ മക്കളെ ഇക്വേഷൻ? XCM is equal to m1 x1 plus m2 x2 by m1 plus m2 ആണ്. that is equal to ഇവിടെ എഴുതാം. m1 എത്ര മക്കളെ? 10 into അവിടുത്തെ കോർഡിനേറ്റ്സ് 0 ആണ്, ഇവിടുത്തെ കോർഡിനേറ്റ് 0 0 ആണ്. സോ അവന്റെ x കോർഡിനേറ്റ് അപ്പൊ എന്താ? 10 into 0 പ്ലസ് ഇനി അടുത്ത ഇവിടെ 20 into 10 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് 30 ഉണ്ടാവും. സോ ആൻസർ ഈസ് 200 by 30. 200 by 30 എന്ന് പറഞ്ഞാൽ എന്താ? 20 by 3 is the right answer. So 10 kilogram എന്ന് 20 by 3 ഡിസ്റ്റൻസ് അകലെയാണ് എന്തുണ്ടാവുക? സെന്റർ ഓഫ് മാസ് ലൊക്കേഷൻ ഉണ്ടാവുക. സോ ആൻസർ ഈസ് 20 by 3. answer is 20 by 3 is the right answer. ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. മക്കളെ ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A light ray എല്ലാ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വേഗം ചെയ്യാം. A light ray falls on a glass surface of refractive index √3. മക്കളെ ഗ്ലാസ് സർഫസ് ആണ്. ഈ ഗ്ലാസ് സർഫസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √3 ആണ് അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അറ്റ് ആൻ ആംഗിൾ 60 ഡിഗ്രി. ഓക്കെ, അപ്പൊ 60 ഡിഗ്രിയിലാണ് ഇത് ലൈറ്റ് വരുന്നത്. ദ ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്രാക്റ്റഡ് ആൻഡ് റിഫ്ലക്റ്റഡ് റേസ് വുഡ് ബി. അങ്ങനെയാണെങ്കിൽ റിഫ്ലക്റ്റഡ് റേയും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള എന്ത് കാണണം? ആംഗിൾ കാണണം. നൗ ലിസൺ, നിങ്ങൾ tan 60 എടുത്തു കഴിഞ്ഞാൽ √3 കിട്ടുന്നുണ്ട്, ഇയാളുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മക്കളെ, അവിടെ വേവ് ഒപ്റ്റിക്സിൽ ബ്രൂസ്റ്റേഴ്സ് ലോയിൽ പഠിച്ചിട്ടുണ്ട്. ഈ ആംഗിളിന്റെ ടാൻ ഈ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആകുമ്പോൾ ബ്രൂസ്റ്റേഴ്സ് ലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അവിടെ അങ്ങനെ ആകുമ്പോൾ ഈ റേയും റിഫ്ലക്റ്റഡ് റേയും റിഫ്രാക്റ്റഡ് റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ലിസൺ, അപ്പൊ ആൻസർ കിട്ടി. ആൻസർ ചെയ്യാനൊന്നുമില്ല. ആൻസർ എന്താ? ലോജിക്കൽ ആൻസർ പറയാൻ പറ്റും. എന്താ ആൻസർ? ഈസ് 90 ഡിഗ്രി, 90 ഡിഗ്രിയാണ്. കാരണം ഇത് പോളറൈസിംഗ് ആംഗിൾ ആയി മാറി. ഓക്കെ, സോ ടാൻ ഓഫ് പോളറൈസിംഗ് ആംഗിൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആവുമല്ലോ. അപ്പൊ tan 60 √3 അല്ലേ? അപ്പൊ അത് പോളറൈസിംഗ് ആംഗിൾ അല്ലേ വരുന്നത്? അവിടെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ടാവൂലേ? ഉണ്ടാവും. ആ സമയത്ത് റിഫ്ലക്റ്റഡ് റേഞ്ച് ആംഗിൾ 90 ഡിഗ്രി അല്ലേ? പ്യൂർ തിയറി, സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ. The ratio of distances traveled by a freely falling body in the first second, third and fourth second is. Simple question. 1:3:5:7. Okay. അപ്പൊ ഗലീലിയോസ് ഓഡ് റേഷ്യോ ആണ്. എടാ മക്കളെ, ഫസ്റ്റ് സെക്കൻഡിലും സെക്കൻഡ് സെക്കൻഡിലും തേർഡ് സെക്കൻഡിലും ഫോർത്ത് സെക്കൻഡിലും ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി ട്രാവൽ ഡിസ്റ്റൻസ് കാണണം. Distance traveled in the n second, Sn is equal to u plus half a into 2n minus 1 is the equation. So initial 0 ആക്കി എടുത്തോ, u പോട്ടെ. എടാ മക്കളെ, അപ്പൊ S1 എന്താ? S1 is equal to half a into n 1 കൊടുക്കുക.
എന്താ 2 into 1 2, 2 minus 1 is 1, so answer is half a. Next one is S2 എന്ന് പറയുമ്പോൾ half a into 2 into 4, 4 minus 1 is 3, so answer is 3 times a by 2. അടുത്ത what is S3 is equal to half into a into 2 into 3, 6 is plus 1, 5 ആണ് വരിക, so answer is 5a by 2. so ഇത് റേഷ്യോ എടുക്കുമ്പോൾ എന്താ half a യും half a ഒക്കെ ഉള്ളതും കട്ട് ആവുമ്പോൾ എന്താ 1:3:5 എന്ന് വരും, so answer is 1:3:5 7:9 അങ്ങനെ പോട്ടാ, ഓഡ് റേഷ്യോ ആണ് വരിക. okay, next question 33. What is next? The graph which shows the variation of the de Broglie wavelength of particle and its associated momentum is. എടാ മക്കളെ lambda is equal to h by p പഠിച്ചല്ലേ, de Broglie wavelength പഠിച്ചല്ലേ. ഇവിടെ ലാംഡയും പിയും തമ്മിലുള്ള ബന്ധം എന്താ? they are inversely proportional. അവർ inversely proportional. അവർ തമ്മിലുള്ള ഗ്രാഫ് അപ്പോൾ ഏതാ വരിക? yes, inversely proportional ആവുമ്പോൾ ഇതല്ലേ ഷേപ്പ് വരിക. okay, so next simple question ആണ്, ഇതിന്റെ ആൻസർ fourth one is the right answer. എന്ത് സിമ്പിൾ ആ മക്കളെ ക്വസ്റ്റ്യൻസ് നോക്കി, എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ പെട്ടെന്ന് പരിപാടി തീരുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് അത്രയും സിമ്പിൾ ആയതുകൊണ്ടാണ് എക്സ്പ്ലനേഷൻ ഫാസ്റ്റ് ആവുന്നത് കേട്ടോ. റെഡി? ഓക്കെ, നെക്സ്റ്റ് നോക്ക് മക്കളെ, അടുത്ത് നോക്കടാ. A copper wire of length 10 meter and radius 10⁻⁻² by root pi has electrical resistance of 10 ohm. The current density in the wire of an electric field strength of 10 volt per meter is. So intensity of electric field തന്നിട്ടുണ്ട് എത്ര? 10 volt per meter ആണ്. കോപ്പർ വയർ ആണ്. കോപ്പർ വയറിന്റെ ലെങ്ത് എത്രയാണ് മക്കളെ? കോപ്പർ വയർ ആണ്, ലെങ്ത് എത്രയാണ്? 10 മീറ്റർ ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് തന്നിട്ടുണ്ട്, റേഡിയസ് എത്ര? 10⁻⁻² by root pi മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നൗ ഇലക്ട്രിക്കൽ ആ വയറിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 10 ohm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. that current density in the wire, so we want to find current density. J കാണണം. J ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, E തന്നതുകൊണ്ട് ആ ഇക്വേഷനിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. J is equal to sigma into E. എന്താ മക്കളെ? സിഗ്മ ഇൻറ്റു ഇ ആണെന്ത്? J എന്ന് പറഞ്ഞ. സോ J സിഗ്മ ഇ ആണ്. സിഗ്മ എന്താ? സിഗ്മ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി, അത് 1 by റെസിസ്റ്റിവിറ്റി എഴുതാം, ഇൻറ്റു ഇ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു റെസിസ്റ്റ്. റോ എന്താ? RA/L. അപ്പൊ RA/L എടുക്കുമ്പോൾ L/RA ഇൻറ്റു ഇ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു L എത്ര? 10, ഇ എത്ര? 10, R എത്ര? റെസിസ്റ്റൻസ് അതും 10. അപ്പൊ കട്ട് ഇനി 10 ഉണ്ട് ബാക്കി, പിന്നെ എ ഉണ്ട്. എ എന്താ? πr² is equal to 10/π into R എത്ര മക്കളെ? R പറഞ്ഞാൽ അത്ര 10⁻⁻² by root pi. സോ 10⁻⁻² by root pi ന്റെ എന്ത്? സ്ക്വയർ ഉണ്ടാകും. അത് സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പൈ എന്താവും? പൈ ആവും. ആ പയ്യും ഈ പയ്യും കട്ടാവും. 10⁻⁻² ഹോൾ സ്ക്വയർ എന്താ? 10⁻⁴. അത് മുകളിൽ കയറുമ്പോൾ എന്താവും? +4 ആവും. 10⁻+4ഉം 10ഉം 10⁻4ഉം 5 വരും. 10⁻5 എന്ന് വരും. അപ്പൊ ഈ 10ഉം ഈ 10⁻⁻4ഉം എന്താവും? 10⁻⁻4 മുകളിൽ പ്ലസ് ആവും. 10⁻+4ഉം 10ഉം എന്തായി? 10⁻5 ആയി. സോ ആൻസർ ഈസ് ഫോർത്ത് വൺ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ആൻസർ വരിക കേട്ടോ. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ. The angular speed of a flywheel, മക്കളെ നോക്ക്, angular speed of a flywheel moving with the uniform angular acceleration changes from 1200 rpm to 3120 rpm in 16 seconds. The angular acceleration in radian per second. Simple. Alpha is equal to omega f minus omega I by t is the right answer. പക്ഷെ ഇവിടെ RPM ൽ അങ്ങ് സ്പീഡ് എന്ന്, RPM സ്പീഡ് എന്ന ഒമേഗ എങ്ങനെ കാണാം? 2πn/60 where n is the speed in RPM. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ മക്കളെ? 2π/60 കോമൺ ആയിട്ട് വരുമ്പോൾ അല്ലേ? അപ്പൊ എന്താ വരിക? 2π/60 ഇൻറ്റു n എന്താ? ഫസ്റ്റ് വൺ 3120 പിന്നെ 1200 വരും. ബൈ ടൈം ടേക്കൺ ഈസ് 16 വരും. അത് സോൾവ് ചെയ്യാം. അത് സോൾവ് ചെയ്യുമ്പോൾ എന്താ മക്കളെ വരിക? 2π/60 ഇൻറ്റു 3120 1920 ഉണ്ടാവും. സോ 1920/16 ഉണ്ടാവും. ഇത് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ 8 കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ 2, ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 2 8 16 32 8 32 240 ഉണ്ടാവും. സോ ഇത് കട്ട് ചെയ്യുമ്പോൾ 120 ഉണ്ടാവും. 120 60 കട്ട് ചെയ്യുമ്പോൾ 2 ഉണ്ടാവും. 2 into 2 4, 4π is the right answer. So 2 is the right answer. Simple question ആണ്. ഓക്കെ, അപ്പൊ ഒമേഗനെ എന്നിൽ അങ്ങ് തന്ന് എന്ത്? ആംഗുലാർ വെലോസിറ്റി അത് ഒമേഗയിലേക്ക് മാറ്റണം. അതിന് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ 2πn/60 ഒരുപാട് പ്രോസസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ സെക്ഷൻ 1 സെക്ഷൻ
എയില് 35 ക്വസ്റ്റ്യൻ ചെയ്തു. അതിൽ ഒറ്റ ക്വസ്റ്റ്യൻ ടഫ് ഇല്ല, ഒക്കെ സിമ്പിളാ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ. A capacitor of capacitance 900 picofarad is charged fully by 100 volt battery as shown in figure A. Then it is disconnected from the battery and connected to another uncharged capacitor of capacitance 900 picofarad as shown in the figure B. Okay, the electrostatic energy stored by the system B is. Okay, മക്കളെ ഇവിടെ നോക്കണം. ഇവിടെ ഇങ്ങനെ ഒരു കപ്പാസിറ്ററിനെ വെച്ചു, എന്നിട്ടോ ആ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്തു. എത്ര? അതിന്റെ കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട് 900 പൈക്കോഫാരഡ്സ് ആണ്. ചാർജ് ചെയ്തു, എന്നിട്ടോ അതിനെ അവിടുന്ന് എടുത്തിട്ട് വേറൊരു കപ്പാസിറ്ററുമായി, സെയിം കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്ററുമായിട്ട് കണക്ട് ചെയ്തു. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചാർജ് ഉള്ളിടത്തുനിന്ന് ചാർജ് ഇല്ലാത്ത കപ്പാസിറ്ററിലേക്ക് എന്ത് ട്രാൻസ്ഫർ നടക്കും? ചാർജ് ട്രാൻസ്ഫർ നടക്കും. ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? ഇതിന്റെ എന്ത് കാണണം? എനർജി നിങ്ങൾ കാണണം. ഇതിന്റെ എനർജി എങ്ങനെ കാണാം മക്കളെ? ഇതിന്റെ പൊട്ടൻഷ്യൽ എത്ര ആയിട്ടുണ്ടാകും? 100 ആയിട്ടുണ്ടാവും. അങ്ങനെ 100 ആയ ഇങ്ങനെ വേറൊരു അൺചാർജ് കപ്പാസിറ്ററുമായി കണക്ട് ചെയ്യുമ്പോൾ അവിടെ ചാർജ് ട്രാൻസ്ഫർ ഉണ്ടാകുമ്പോൾ പൊട്ടൻഷ്യൽ മാറും, എന്നിട്ട് കോമൺ പൊട്ടൻഷ്യലിലേക്ക് വരും. കോമൺ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്താ മക്കളെ? V is equal to C1 V1 plus C2 V2 by C1 plus C2 ആണ്. ഇവിടെ രണ്ടാളുടെയും കപ്പാസിറ്റൻസ് സെയിം ആയതുകൊണ്ട് CV1 plus CV2 divided by 2C എന്ന് വരും. അപ്പൊ C എന്താവും? കട്ടാവും. അപ്പൊ പൊട്ടൻഷ്യൽ കോമൺ V1 plus V2 by 2 എന്ന് വരും. ഇവിടെ V2 എന്താ? രണ്ടാമത്തെ കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ എന്തായിരുന്നു? 0 ആയിരുന്നു. അതുകൊണ്ട് V2 0. അപ്പൊ എന്താ? V1 by 2 വരും. V1 എത്ര? 100 ഉണ്ട്. ഇവിടെ 100 ഫുൾ ചാർജ് ആക്കിയാ കൊണ്ടുപോയിച്ച്. അപ്പൊ അവന്റെ V1 എത്ര ഉണ്ട്? 100 ഉണ്ട്. സോ 100 പേരുണ്ട് 50 ഉണ്ടാവും കേട്ടോ. അത് ശരിക്കും ചെയ്യണ്ട, അങ്ങനെ ചെയ്തേ ഉള്ളൂ. ഒറ്റയ്ക്ക് ആൻസർ പറയാം 50 ആണെന്നുള്ളത്. ഇവന്റെ പൊട്ടൻഷ്യൽ 100 അല്ലേ? അവന്റെ സിമിലർ ആയിട്ടുള്ള വേറൊരു കപ്പാസിറ്ററുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈക്വലി എന്ത് ചെയ്യും? ആ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ചാർജും ഈക്വലി ട്രാൻസ്ഫർ ചെയ്യും, പൊട്ടൻഷ്യലും ഈക്വലി എന്ത് ചെയ്യും? ചേഞ്ച് ആവും. സോ ഇവിടെ നമ്മൾ എന്ത് കാണണം? ഇവനെ ടോട്ടൽ എനർജി കാണണം. എങ്ങനെ കാണാം? ടോട്ടൽ എനർജി ഈ ടോട്ടൽ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു C1 V1 സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു C2 V2 സ്ക്വയർ. ഇവിടെ സിയും വിയും സെയിം ആയതുകൊണ്ട് 2 times half CV സ്ക്വയർ എന്ന് വരും. എന്താ വരിക? CV സ്ക്വയർ എന്നാണ് വരിക. സി എത്ര? 900 ഇൻറ്റു 10⁻⁻12 പൈക്കോ ഫാഡ് ആയതുകൊണ്ട് ഇൻറ്റു വി എത്ര? 50. 15 എന്തുണ്ടാവും? സ്ക്വയർ ഉണ്ടാവും. ഇത് സോൾവ് ചെയ്യുക. അത് സോൾവ് ചെയ്യുമ്പോൾ മക്കളെ എത്ര ആൻസർ ഉണ്ടാവുക? നോക്കുക. 5 25 25 9 സോറി 4 22. സോ 22 5 ഉള്ള ഒരു ആൻസർ. എന്തായാലും തേർഡ് വൺ വിൽ ബി ദ റൈറ്റ് ആൻസർ. മൂന്നാമത്തെ ഓപ്ഷനാ കറക്റ്റ് ആൻസർ ഉണ്ടാവുക. ചെയ്ത് നോക്കിയാൽ മതി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാനൊന്നുമില്ല. ഇനി കഴിഞ്ഞ ആൻസർ ആയി. അതായത് ഈ 50ന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ ആൻസർ എന്താ? 25 2 0 ഉണ്ടാവും. ആ 25നെയും ഈ 9 മൾട്ടിപ്പിൾ ആകുമ്പോൾ എന്തായാലും എന്താ വരിക? 225 ആ വരിക. അപ്പൊ അത് വരുന്ന ആൻസർ എന്തായാലും ഉണ്ടാവുള്ളൂ. സോ ആൻസർ ഈസ് തേർഡ് വൺ. സമയം കളയരുത് മക്കളെ, വേഗം പരിപാടി തീർക്കുക. നെക്സ്റ്റ് 37. ഇത് ലോജിക് ഗേറ്റ് ആണ്. ഞാൻ പോകുമ്പോൾ കൂടെ പറഞ്ഞിരുന്നു ലോജിക് ഗേറ്റിന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. എടാ മക്കളെ സിമ്പിളാ. നോക്ക്, ഇവിടെ ലോജിക് ഗേറ്റിൽ ഒന്ന് അനലൈസ് ചെയ്യാം. 0 0 0 0 0 1 0 0 1 0 0 0. ഓക്കെ, സോ ഇതിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം നമുക്ക് രണ്ടാക്കൊന്ന് 0 കൊടുത്തു നോക്കുക. എക്കും ബിക്കും 0 കൊടുത്തു നോക്കുക. എക്കും ബിക്കും 0 കൊടുത്താൽ എന്താ കിട്ടുക? ലിസൺ. എക്കും ബിക്കും 0 കൊടുക്കാൻ പോവാണ്. എക്കും ബിക്കും 0. ഇവിടെ 0 കൊടുത്തു, ഇവിടെയും 0 കൊടുത്തു. ഇവിടെ 0 ആകുമ്പോൾ ഇവിടെ എന്താ? 0. ഇനി ഇവിടെ എന്താ? 1 വരും. ഇവിടെ 1 വരും. ഇനി ഇവിടെ എന്താ? ഇവിടെയും 0 വരും. ഓക്കെ, ഇവിടെ എന്താ? 0 വരും. 0 ആൻഡ് കയറുമ്പോൾ 0, നാൻഡ് കയറുമ്പോൾ 1. സോ ഇവിടെ 1 വരും. ഇവിടെ 1ഉം 0യും ആൻഡ് കയറുമ്പോൾ 0, നാൻഡിൽ നോട്ടിൽ കയറുമ്പോൾ എന്താ? 1. സോ 1 വരും. 1ഉം ആൻഡ് കയറുമ്പോൾ 1. അപ്പൊ എന്താ? 0 0 ആണെങ്കിൽ 1 വരണം. 0 0 ആണെങ്കിൽ 1 വരുന്ന ഓപ്ഷൻസ് 2 or 3 ആണ്. ഇനി അടുത്ത് 0 1 ചെയ്യണ്ട. ഇനി അടുത്ത് 1 0 ചെയ്യുക. 1 0 ചെയ്യുമ്പോൾ ഏതാ കിട്ടുന്നത് നോക്കുക. അത് ആൻസർ 1 0. അപ്പൊ 1 0 ചെയ്യാൻ പോവാണ്. എക്ക് 1 കൊടുക്കുക. 1 ഇവിടെ 0. A 1 ആവുമ്പോൾ ഇത് 1. പിന്നെ ഇതാ ഇങ്ങനെ വരുന്ന ഇതെത്ര? 0. B 0 ആവുമ്പോൾ ഇതെന്താ? 0. ഇതും എന്താ? 0. 1ഉം 0യും ആൻഡ് കയറുമ്പോൾ എന്താ? ആൻഡ് കയറുമ്പോൾ 0. നാൻഡ് ആവുമ്പോൾ എന്താ? 1. സോ ഇത് കയറുമ്പോൾ 0, നാൻഡ് ആവുമ്പോൾ എന്താ? 1.
1ഉം 1ഉം ആൻഡ് കയറുമ്പോൾ എന്താ 1. അപ്പം 10ക്ക് എന്ത് വേണം? 1 വേണം. സോ 2ഉം 3ലും 10ക്ക് 1 അവിടെ. ആൻസർ ഈസ് തേർഡ് വൺ ഈസ് ദ റൈറ്റ് ആൻസർ. തേർഡ് വൺ ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ മക്കളെ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ? ഇത്രേ ഉള്ളത് ചെയ്യാൻ. 38th one. A ball is projected with velocity എത്ര? 10 meter per second at an angle of 60 degree. Okay? With the vertical. ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ബോളിനെ എറിയാൻ പോവാണ് എത്രല്? 10 meter per second എറിയാൻ പോവാ. വെർട്ടിക്കലുമായിട്ട് എത്ര? 60. അപ്പോൾ ഹൊറിസോണ്ടലുമായിട്ട് എത്ര? 30. ഹൊറിസോണ്ടലുമായി 30 എറിഞ്ഞു. ഓക്കെ, ഇനി ഈ സ്പീഡ് അറ്റ് ഹയസ്റ്റ് പോയിന്റ്. ഹയസ്റ്റ് പോയിന്റിൽ എന്താ? യു കോസ് തീറ്റ സ്പീഡ് ഉണ്ടാവുക. യു എത്ര? 10. കോസ് തീറ്റ അവിടെ എത്ര? 60 അല്ല 30 വരിക. സോ യു കോസ് 30. Cos 30 root 3 by 2. So 10 root 3 by 2. Answer is 5 root 3. Answer is 5 root 3. Simple question. അടുത്ത്. The volume occupied by the molecules contained in 4.5 kilogram water at SGP if the intermolecular forces vanishes away. Simple ആണ്. 4500 ഗ്രാം എന്തുണ്ട്? പിന്നെ വാട്ടർ ഉണ്ട്. അത് SGPയിലാണ്. വോളിയം കാണണം. അപ്പൊ മാസ് അറിയാം, വേഗം മോള് കാണാം. എന്താ? 4500/18. ഓക്കെ, ഗിവൺ മാസ് ബൈ മോളാർ മാസ്. H2ന്റെ മോളാർ മാസ് 18 ഗ്രാം. കെമിസ്ട്രി പഠിക്കുന്ന സിമ്പിളാ. സോ നോക്ക് മക്കളെ, ഇത് കട്ട് ചെയ്യുമ്പോൾ 9 കൊണ്ട് കട്ട് ചെയ്യാം. 5 9 45 2 0 ഉണ്ടാവും. ഓക്കെ, ഇവിടെ 2 ഉണ്ടാവും. ഓക്കെ, 500/2 ഈസ് 250 ആണ് എന്ത്? നമ്പർ ഓഫ് മോൾസ്. അപ്പൊ 250 മോൾസ് ഉണ്ട് ഇവിടെ. 250 മോൾസ് ഉണ്ട്. അപ്പോൾ STPയിലായതുകൊണ്ട് ഒരു മോളിന് എത്ര ഉണ്ടാവും? 20.4 ലിറ്റർ ഉണ്ടാവും. അപ്പോൾ 250 മോളിന് എത്ര വോളിയം ഉണ്ടാകും? 250 × 20.4 ലിറ്റർ ഉണ്ടാവും. നമുക്ക് ഇങ്ങനെ എഴുതാം, 25 × 224 എന്ന് എഴുതാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 224 × 25 20 2 10 12 1 2 10 1 11 8 4 4. ആൻസർ 0 1 5 1 6 5 5 6 0 0. ഓക്കെ, അപ്പൊ എല്ലാ ഓപ്ഷൻസും അങ്ങനത്തെ അല്ലെ. 5 6 0 0 എന്ത്? ലിറ്റേഴ്സ്. ഈ ലിറ്റർ നമുക്ക് എന്തൊക്കെ മാറ്റണം? മീറ്റർ ക്യൂബിലേക്ക് മാറ്റണം. ലിറ്ററിനെ മീറ്റർ ക്യൂബിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്താ മക്കളെ? 5600/1000. സോ ദ ആൻസർ ഈസ് 5.6 meter cube. സോ ആൻസർ ഈസ് fourth one is the right answer. Simple question. അടുത്ത്. Next one. Given below are two statements. One is labeled as assertion and other is labeled as reason. Assertion എന്നിട്ട് reason ഉണ്ട്. The stretching of a spring is determined by the shear modulus of material of the spring. Correct ആണ്. സ്പ്രിങ് ഇങ്ങനെ വളഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതിന്റെ സ്ട്രെച്ചിങ്ങിൽ ആ സ്പ്രിങ്ങിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് നോർമൽ സ്ട്രെസ് അല്ല മക്കളെ, അത് ഷിയർ സ്ട്രെസ് ആണ് ഉണ്ടാവല്. ഓക്കെ, അത് ടാൻജൻഷ്യലി ആണ്. ഈ വളഞ്ഞു നിൽക്കുന്ന ഓരോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലും ഫോഴ്സ് വരുന്നത് എങ്ങനെയാണ്? ടാൻജൻഷ്യലിയാ. ശരിക്കും ഒന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. സോ അസേർഷൻ ഈസ് കറക്റ്റ് വൺ. നെക്സ്റ്റ്, എ കോയിൽ സ്പ്രിംഗ് ഓഫ് കോപ്പർ ഹാസ് മോർ ടെൻസൈൽ സ്ട്രെങ്ത് ദാൻ സ്റ്റീൽ. ഒരിക്കലും ആവില്ല. സ്റ്റീലിനാണ് എപ്പോഴും എന്തുണ്ടാവുക? കൂടുതൽ എന്തുണ്ടാവുക? സ്ട്രെങ്ത് ഉണ്ടാവുക. കോപ്പറിന് കുറവാ. അസേർഷൻ കറക്റ്റാ, റീസൺ തെറ്റാ. സോ ആൻസർ എന്താ? A is true but R is false. Exactly. So answer is third one is the right answer. Next question. A nucleus of mass number 189 splits into okay, അപ്പോൾ nucleus X 189 mass number split ആയി Y 125 and Z 64 ഇങ്ങനെ split ആയി. The ratio of the radius of two daughter nuclei. ന്യൂക്ലിയസിന്റെ റേഡിയസ് ആണ്. റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് പ്രപ്പോർഷണൽ ടു മാസ് നമ്പർ റേസ് ടു 1/3. നമുക്കറിയാം. അപ്പൊ ഈ രണ്ടാളുടെയും റേഡിയസുകളുടെ റേഷ്യോ കാണാനല്ലേ ചോദിച്ചത്. അപ്പൊ എന്താ? R1/R2 is equal to 125 all raised to 1/3 by 64 all raised to 1/3. To 125 ആരെ ക്യൂബ? 5ന്റെ ക്യൂബ. സോ ആൻസർ ഈസ് 5. 64 ആരെ ക്യൂബ? 4ന്റെ ക്യൂബ. സോ ആൻസർ ഈസ് 4. 5/4 5:4. ആൻസർ ഈസ് 3 is the right answer. അടുത്ത ക്വസ്റ്റ്യൻ. 2 point charges minus q and plus q are placed at distance L as shown in figure. Dipole ആണ് സാധനം. Dipole. The magnitude of the electric intensity of electric at distance r distance അകലെയുള്ള ഇന്റൻസിറ്റി കാണണം. ഈ r പറഞ്ഞാൽ L നേക്കാൾ എത്രയോ വലുതാണ്. ഓക്കെ, varies as നമ്മൾ പറഞ്ഞില്ലേ മക്കളെ,
ആക്സിയൽ പോയിന്റ്, ഇക്വറ്റോറിയൽ പോയിന്റ് ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ഈ പിന്നെ എന്താ പറയുക 1/4πε 2p/r³ p/r³ ഒക്കെ വരുന്നത്. അപ്പൊ ഡിസ്റ്റൻസിന്റെ ക്യൂബിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് ശരിക്കും ആര്? ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. സോ ആൻസർ ഈസ് ഒന്നും ചെയ്യാനില്ല. ആൻസർ ഈസ് 1/r³. എന്താ മക്കളൊക്കെ ചെയ്യാനുള്ളത്? വളരെ സിമ്പിൾ. നെക്സ്റ്റ്, മാച്ച് ദ ഫോളോയിങ്. എന്തോ സിമ്പിൾ ക്വസ്റ്റ്യൻസ് മക്കളെ നോക്ക്. മാച്ച് ദ ഫോളോയിങ്. ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് നമുക്ക് ഡയറക്റ്റ് ആയി അറിയുന്ന കാര്യമാണ്. m⁻⁻1 L³ ഓക്കെ. പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിലും അത് എനർജി തന്നെയാണ്. mL²T⁻². ഓക്കെ, അപ്പൊ കിട്ടി A2B4 A2B1 തെറ്റാ, A2B4 കറക്റ്റ്. A2 അപ്പൊ രണ്ടെണ്ണം ഉണ്ട് അല്ലേ. ഇനി അടുത്ത പോവാം നമുക്ക്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഉണ്ട്, ഗ്രാവിറ്റേഷണൽ ഇന്റൻസിറ്റി ഉണ്ട്. ഗ്രാവിറ്റേഷണൽ ഇന്റൻസിറ്റി അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അത് എന്തിന് സെയിമാ? ജിക്ക് സെയിമാ. ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇ എന്ന് പറഞ്ഞാൽ അത് ജിന്റെ ഇക്വലന്റാ. ജി എന്താ? L⁻². അപ്പൊ ഇവന്റോ എന്താ? L⁻². അപ്പൊ ഇവന്റെ എന്താ? 3 ആ. അപ്പൊ D3 ആ. അപ്പൊ A2 ആണ്, B4 ആണ്, D3 ആണ്, C1 ആണ്. കറക്റ്റ്. സോ ആൻസർ ഈസ് 2 is the right answer. Simple. അടുത്ത് 2. Transparent media A and B are separated by a plane boundary. ഇത് A ആണ്, ഇത് B ആണ്. The speed of light in those media are 1.5. ഇവിടെ സ്പീഡ് V1 ആയിക്കോട്ടെ, 1.5 10⁸8. ഇവിടുത്തെ സ്പീഡ് V2 ആയിക്കോട്ടെ, 2 × 10⁸8 m/s respectively. Critical angle for a ray of light for those two media is critical angle. മക്കളെ എങ്ങനെ? ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. sin IC. ഓക്കെ, ഇങ്ങനെ ഇതാ, ICക്ക് നേരെ ഇതാ. IC is equal to sin inverse of N1/N2. ഓക്കെ, N1 എന്താ? റയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, N2 ഡെൻസറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, സോ ഇത് ഇങ്ങനെ എഴുതാറുണ്ട്. N1/N2 എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം. സൈൻ ഇൻവേഴ്സ് ഓഫ് V2/V1 എന്ന് എഴുതാം. വെലോസിറ്റി വെച്ച് പറയുകയാണെങ്കിൽ V2/V1 ആണ്. ഓക്കെ, അപ്പൊ മക്കളെ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം? V2 V1 ഏതാന്നുള്ളത് ശരിക്കും മനസ്സിലാക്കണം. ഓക്കെ, V2 എന്ന് പറഞ്ഞാല് ചെറിയ വാല്യൂ വരിക വെലോസിറ്റിയിൽ. ഏതാ? V2 2 അല്ല, അത് മാറും. ഇങ്ങനെ ഏതാ? ഇത് V2 ആയിക്കോട്ടെ, ഇത് V1 ആയിക്കോട്ടെ. ഓക്കെ. സോ V2 ചെറിയ വാല്യൂ വരിക. അപ്പൊ എന്താ വരിക? 1.5. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് മുകളിലത്തെ ചെറുതും താഴത്തെ വലുത് എപ്പോഴും ഉണ്ടാവുള്ളൂ. അത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചെയ്താണെങ്കിലും വെലോസിറ്റി ചെയ്താണെങ്കിലും സിമ്പിൾ ആയി ഓർത്താലും മതി. ഓക്കെ, നെക്സ്റ്റ് 1.5 10⁸8 രണ്ടും കട്ടായി പോകും. സോ 1.5 എന്തുണ്ടാവും? 2 ഉണ്ടാവും. ഓക്കെ, 1.5/2 1/2 പകുതി 0.75. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് 0.75 is the right answer. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത്, a Wheatstone bridge is used to determine the value of unknown resistance X by adjusting the variable resistance Y as shown in the figure. The unknown. Okay, unknown. For the most precise measurement, yes, that's the main point. Most precise measurement of X. X in the most precise measurement in the resistance of P and QR. This resistance എന്താണ് question. മോസ്റ്റ് പ്രിസൈസ് മെഷർമെന്റിനാണെങ്കിൽ, എറർ കുറക്കാൻ വേണ്ടിയിട്ടുള്ള മെഷർമെന്റിനാണെങ്കിൽ ഈ പിന്റെയും ക്യൂന്റെയും വാല്യൂസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എക്സിന്റെ മെഷർമെന്റിന് പിന്റെയും ക്യൂന്റെയും വാല്യൂസ് എന്താവണം? പിന്റെയും ക്യൂന്റെയും വാല്യൂസ് ഷുഡ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എക്സ് അല്ല, ഷുഡ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആൻഡ് ആർ സ്മോൾ. യെസ്, എടാ മക്കളെ, ഈ രണ്ട് വാല്യൂന്റെയും ഈ പിയും ക്യൂയും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആവുക, വാല്യൂസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആവുക, അവരുടെ വാല്യൂ എന്താവുക? ചെറുതാവുകയും ചെയ്യാം. അങ്ങനെ ആവുമ്പോൾ മക്കളെ എന്താണ്? ആ ആൻസറിന്റെ എറർ കുറക്കാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു ആൻസർ ആണ് ഇതിൽ. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് കുറച്ചെങ്കിലും ഒരു പ്രയാസമായിട്ട് കുട്ടികൾക്ക് ഫീൽ ചെയ്യാനുള്ളത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം. റൈറ്റ്, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 46. Two pendulums of lengths 121 and 100 centimeter starts vibrating in phase. അപ്പൊ രണ്ട് പെൻഡുലംസ് ഉണ്ട്. ആ രണ്ട് പെൻഡുലംസും എന്താണ്? ഒന്ന് ലെങ്ത് കൂടുതൽ, ഒന്ന് ലെങ്ത് കുറവാ. രണ്ടും ഇൻ ഫേസ് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഓക്കെ, അറ്റ് സം ഇൻസ്റ്റന്റ് the two are at their mean position. ഒരു പ്രത്യേക ഇൻസ്റ്റന്റിൽ അവർ രണ്ടുപേരും മീൻ പൊസിഷനിലാണ്. ഓക്കെ, ഇനി
the minimum number of vibrations of the shorter pendulum after which the two are again in phase at the mean position. മക്കളെ രണ്ടും ഇപ്പൊ മീൻ പൊസിഷനിലെത്തി. ഈ രണ്ടിന്റെ പാട്ടിന് പോകും. പോയിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ അവര് ഇവിടെ എത്തി, പിന്നെ ഇങ്ങനെ പോയി, പിന്നെ ഇങ്ങനെ പോകുന്ന എനിക്കോ ഓടി അവസാനം കുറച്ച് സമയം കഴിയുമ്പോൾ അവർ വീണ്ടും എന്ത് ചെയ്യും? ഈ മീൻ പൊസിഷനിൽ വീണ്ടും ഒരേ ഫേസിലാവും. അങ്ങനെ ഒരേ ഫേസിൽ നിന്ന് വീണ്ടും ഒരേ ഫേസിലേക്ക് എത്താൻ ചെറിയ പെൻഡുലം എത്ര പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? ആടുന്നുണ്ട്, ഓസിലേറ്റ് ആവുന്നുണ്ട്. ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. അത് കണ്ടുപിടിക്കാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ രണ്ടാളുടെയും ടൈം പീരീഡ്സിന്റെ റേഷ്യോ അങ്ങ് എടുക്കുക. എന്താ ടൈം പീരീഡിന്റെ ഇക്വേഷൻ? 2π√L/G. അപ്പൊ റേഷ്യോ പറയുമ്പോൾ 2πയും ജിയും ഒക്കെ കോൺസ്റ്റൻസ് കട്ടായി പോകും. ബാക്കി എന്താ ഉണ്ടാവുക? √L1/√L2. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് L1? L1 ഒന്നാമത്തെ √121 into 10⁻², ബൈ താഴെ √100 into 10⁻². -2 കട്ട്. √121 √100 എന്താ? 11/10 എന്നുണ്ടാവും. 11/10 എന്നുണ്ടാവും. 121 റൂട്ട് 11, 100 റൂട്ട് 10. സോ T1/2 കിട്ടി. സോ ഇവിടുന്ന് T1/T2 10 T1 എന്താ? 11 T2 ആ. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ലെങ്ത് കൂടിയ ആളാണ് ടൈം പീരീഡ് കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, ലെങ്ത് കുറഞ്ഞാക്ക് ടൈം പീരീഡ് കുറവാണ്ടാവുക. ആയിക്കോട്ടെ. അപ്പം വലിയ ആള് ചോദിച്ചത് എന്താണ്? ഷോർട്ടർ പെൻഡുലം, അതായത് രണ്ടാമത്തെ ആള് എത്ര ഓസിലേഷൻ നടത്തണം വീണ്ടും സെയിം ഫേസിലേക്ക് എത്താൻ? അപ്പൊ നോക്കടാ, വലിയ പെൻഡുലം 10 പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യുന്ന സമയവും ടൈം പീരീഡും ചെറിയ പെൻഡുലം 11 പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യുന്ന ടൈം പീരീഡും എന്താണ്? സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആൻസർ ഇത് ഈ റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ചെറിയ പെൻഡുലം എത്ര പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യണം? 11 പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? അവർ വീണ്ടും സെയിം ഫേസിലേക്ക് എത്തുക. ഓക്കെ, സോ ആൻസർ ഈസ് 11 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ചെറിയ പെൻഡുലം 11 പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യാനുള്ള സമയവും വലിയ പെൻഡുലം 10 പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യാനുള്ള സമയവും സെയിം ആണ്. അപ്പൊ അവരെന്ത് ചെയ്യും? ചെറിയ പെൻഡുലം 11 പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യുമ്പോൾ വലിയ പെൻഡുലം 10 പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യുമ്പോൾ അവർ വീണ്ടും എന്ത് ചെയ്യും? സെയിം ഫേസിലേക്ക് എത്തും. റെഡി? ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ, വൃത്തിയുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. From Ampere's circular law, for a long straight wire of circular cross section carrying a steady current, the variation of magnetic field inside and outside of the wire is simple theory, direct theory question. Uniform and remains constant. Linearly increasing function of distance up to the boundary of the wire and then linearly decreasing for the outside region. Arthur, a linearly increasing function for distance r up to boundary of the wire and then decreasing 1 with 1/r dependence for the outside region. Yes, ഉള്ളിൽ ഈ ഡിസ്റ്റൻസ് r ആക്കി എടുക്കുകയാണെങ്കിൽ ഉള്ളിൽ b inside is proportional to small r ഉം b outside എന്താ മക്കളെ? b outside is proportional to 1/r ഉമാണ് വരിക. So b proportional to r ഉം ഇൻസൈഡിൽ inversely proportional to r ഉം outsideൽ. So option 3 is the right answer. 3 is the right answer. ഗ്രാഫ് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ വരക്കുന്നുണ്ട്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഗ്രാഫ് ഉണ്ടാവുക. ഇത് എവിടം വരെ? അതിന്റെ സർഫസ് വരെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആറിനനുസരിച്ച്. പിന്നെന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആറിനനുസരിച്ച്. എന്താ? ഇന്റൻസിറ്റി. ഇതെന്താ? റേഡിയസ് ആവുന്ന സ്ഥലം. ഓക്കെ, ഡയറക്റ്റ് ഈ ഫിഗർ വെച്ച് നമ്മൾ പഠിച്ച കാര്യമാണ്. നെക്സ്റ്റ്, the area of rectangular field. മക്കളെ ശ്രദ്ധിക്കുക. The area of a rectangular field of length 5.3 meter and breadth 25 meter after rounding of the value for correct significant digits is. മക്കളെ സിമ്പിൾ ആണ്. ഒരു റെക്ടാങ്കുലർ ഫീൽഡിന്റെ എന്താണ് ഏരിയ കാണണം. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ നിങ്ങൾ ആൻസർ ചെയ്യണം. ഒറ്റ കാര്യമുള്ളൂ, ഇതിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, ഇതിലോ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂൾ എന്താ? ഏറ്റവും കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണോ അതായിരിക്കണം ആൻസറിൽ ഉണ്ടാവേണ്ടത്. ഇവിടെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ആൻസറിൽ 3ഉം 2ഉം, ചെറുത് 2. അപ്പൊ ആൻസറിലും 2 പാടുള്ളൂ. ഇത് 4, ഇതല്ല. ഇത് എത്ര? 5, ഇതല്ല.
ഇതിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സോ ആൻസർ ഈസ് ഫോർത്ത് വൺ ഈസ് ചെയ്യൊന്നും വേണ്ട. ഓക്കെ, അടുത്ത് എ ബിഗ് സർക്കുലർ കോയിൽ ഓഫ് 1000 ടേൺസ്. മക്കളെ എത്ര ടേൺസ് ഉണ്ട്? 1000 ടേൺസ് ഉള്ള ബിഗ് സർക്കുലർ കോയിൽസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ആൻഡ് ആവറേജ് റേഡിയസ് എത്രയാണ്? 10 മീറ്റർ. ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ഹൊറിസോണ്ടൽ ഡയമീറ്റർ അറ്റ് 2 റേഡിയൻ പെർ സെക്കൻഡ്. സോ റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റി 2 റേഡിയൻ പെർ സെക്കൻഡ് ആണ്. അടുത്ത് ഈ ദ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പ്ലേസ് ഈസ് 2×10⁻⁵ Tesla. So intensity at that vertical intensity at that place is 2 × 10⁻⁵ Tesla. Next, അടുത്തെന്താ? Okay, and the electrical resistance of the coil is 12.56 ohm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Then the maximum induced current in the coil will be, induced currentന്റെ maximum value കാണണം, maximum induced current കാണണം. എന്താ? maximum induced EMF by resistance ആ ചെയ്യേണ്ടത്. maximum induced EMF എത്ര? അതിന് പഠിച്ചിട്ടുണ്ട്. NBA omega is the maximum induced EMF divided by resistance. R resistance 12.56 ഉണ്ട്. N എത്ര മക്കളെ? N 1000. B എത്ര? 2×10⁻⁵. ഏരിയ എത്ര? ഏരിയ തന്നിട്ടില്ല. ഏരിയ കാണാൻ എന്തുണ്ട്? റേഡിയസ് ഉണ്ട്. πr² ചെയ്യാം. സോ π × r², 10². ഒമേഗ എത്ര? ഒമേഗ 2 ആണ്. × 2 ഡിവൈഡ് ബൈ 12.56. 12.56 പറഞ്ഞാൽ 4π ആ. അപ്പൊ ഈ 2 4 ആയി π കട്ട്. സോ ഇത് കട്ട്. ആൻസർ ഈസ് 1000 10⁻², 10⁵ ആയി. 10⁵, 10⁻⁵ എന്തായി? 1 ആയി. സോ ആൻസർ ഈസ് 1 ആംപിയർ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇപ്പൊ ഇൻഡ്യൂസ്ഡ് കറന്റ് 1 ആംപിയർ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ലാസ്റ്റ് കഴിഞ്ഞു അല്ലേ? യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 50ാമത്തെ ക്വസ്റ്റ്യൻ. എ സീരീസ് LCR സർക്യൂട്ട് വിത്ത് ഇൻഡക്റ്റൻസ് 10 ഹെൻറി. സോ L ഈസ് 10 ഹെൻറി. കപ്പാസിറ്റൻസ് 10 മൈക്രോ ഫാരഡ്സ്. ഓക്കെ, റെസിസ്റ്റൻസ് 50 ഓം. ഓക്കെ, ഈസ് കണക്റ്റഡ് ടു എ AC വോൾട്ട് എത്ര? V is equal to 200 sin 100t. 100t ആയതുകൊണ്ട് ഒമേഗ എത്ര മക്കളെ? 100 ആണ്. ഇനി അടുത്ത്, if the resonant frequency of LCR circuit is nu0 and the frequency of AC source is nu. Resonant frequency nu0, source frequency nu. എടാ മക്കളെ, source frequency ഒമേഗന്റെ ഉള്ളിലാണ് ഉണ്ടാവുക. സോ ഒമേഗ എന്താ? 2π nu. nu എന്താ? 100/2π. 100/2π. ആൻസർ ഈസ് 50/π. ഇനി ഇവിടുന്ന് റെസൊണന്റ് ഫ്രീക്വൻസി നമ്മൾ കാണാം. എന്താ റെസൊണന്റ് ഫ്രീക്വൻസി? nu0 is equal to 1/2π √LC ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2π റൂട്ട് ഓഫ് L എത്ര? L 10 ഇൻറ്റു C എത്ര? 10 10⁻⁻6. 10 10⁻⁻6. ഈ -6ഉം 10² 10⁻⁴ ആവും. ആ റൂട്ടിന്റെ പുറത്തേക്ക് 10⁻² ആവും. അപ്പൊ 10⁻, എന്താ വരിക? 1/2π 10⁻² വരും. അത് മുകളിൽ കയറുമ്പോൾ 100. സോ 100/2π. സോ nu0 becomes 50/π. അപ്പൊ nu0 റെസൊണന്റ് ഫ്രീക്വൻസി 50/π, അതിന്റെ സോഴ്സ് ഫ്രീക്വൻസി എന്താ? 50/π. രണ്ടും 50/π. സോ ആൻസർ ഈസ് nu0 ഒക്കെ എന്താ? 50/π ഹെർട്സ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, കഴിഞ്ഞടാ. ഇത്രയുള്ള പരിപാടി. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം നിങ്ങൾ കണ്ടില്ലേ? പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റി. സോ ആൻസർ ഈസ് വെരി സിമ്പിൾ. അപ്പോൾ എന്താ പറയാ, എഴുതിയ എല്ലാവർക്കും, നീറ്റ് എക്സാം എഴുതിയ എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, കാരണം നല്ലൊരു കോളേജിലേക്ക് എത്തട്ടെ, നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് നല്ല കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടട്ടെ. അതിനുവേണ്ടി ബെസ്റ്റ് ഓഫ് ലക്ക്. എന്തായാലും ഇനി നിങ്ങൾ പിന്നെ ഇത് നന്നായി മാർക്കൊക്കെ നോക്കുക, എത്ര കിട്ടിയെന്നൊക്കെ നോക്കുക, മാർക്ക് വെച്ച് നോക്കുക. ഇതിന്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ എത്ര ഉണ്ടാവും എന്നുള്ളത് വരും ദിവസങ്ങളിൽ ഇൻഫോം ചെയ്യും. സോ സ്റ്റേ ട്യൂൺഡ്. ഓൾ ദി ബെസ്റ്റ്.